വസീം, വെൽക്കം ടു വൈ ദ ഹെൽ നോട്ട്. നമ്മൾ നേരെ ഇറങ്ങുകയാണ്. വസീമെ എന്താണ്, ഞങ്ങൾ വസീമിനെ ഞാൻ ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നിട്ട് വസീമിനെ സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ ആദ്യം ചെറുതായിട്ട് ഇനി തന്നെ പറയാം, അതാ നന്നാവുക ശരിക്കും. എന്താണ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ഒരു മിനിറ്റ് ആണ് ഇതാണ് ഫ്ലിപ്കാർട്ട്, ആമസോൺ. ഹലോ, ആ കണ്ട ആ ലൊക്കേഷൻ വീടിൻ്റെ ഇത് ഇതേമാതിരി ഉണ്ടാവട്ടെ, അതൊന്നും കട്ട് ചെയ്യില്ല ഞങ്ങൾ. അപ്പോൾ ഇല്ല, ഞാൻ ജസ്റ്റ് ചെറിയൊരു കമ്പനി കൺസ്ട്രക്ഷൻ, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പരിപാടികൾ, സോഷ്യോ ഓൺടർപ്രണർഷിപ്പ് എന്നതിന് പറയാം. സോ സോഷ്യലി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഇന്നോവേറ്റീവ് ആൻഡ് ബിസിനസ് ആംഗിളിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അതൊക്കെ ഗ്രാബ് ചെയ്യുക, അതൊക്കെ ചെയ്യുക. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മണി ക്രിയേറ്റ് ചെയ്യുക, ആ മണി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി. അതിലുള്ള ഇപ്പം ആക്ച്വലി എന്നെ റെഫർ ചെയ്ത് ഗൂഗിൾ ആക്ച്വലി എന്നെ ഇങ്ങോട്ട് റെഫർ ചെയ്തത് എൽസ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബിസിനസ് പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. സോ ആ പ്ലാറ്റ്ഫോമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗൂഗിൾ ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ മേ ബി ഗൂഗിളിലെ പോഡ്കാസ്റ്റ് ആണ്. ഗൂഗിളിൽ എനിക്കൊന്ന് 18th പോഡ്കാസ്റ്റ് ആണ്. ഗൂഗിൾ, ഷൗട്ട് ഔട്ട് ടു ഗൂഗിൾ അല്ലേ, ഗൂഗിളാണ് കണക്ട് ചെയ്തത്. അതെ. അപ്പോൾ എന്താ എൽസ്യൂട്ടാണ് ഗൂഗിൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സിഇഒ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അപ്പൊ ഒരു യങ് ആയിട്ടുള്ള സിഇഒ എന്ന് പറഞ്ഞപ്പോ തന്നെ സംസാരിക്കാൻ തിടുക്കായി എന്നുള്ളടത്താണ് ഞാൻ നിൽക്കുന്നത്. പറയണം എന്നുള്ളതാണ്. ഒന്ന് 27 വയസ്സ് തന്നെ ലൈക്ക് എങ്ങനെയാണ് ഇപ്പൊ ഫസ്റ്റത്തെ തന്നെ ബിസിനസ്? ഇല്ല, 2018 കോളേജ് കഴിഞ്ഞ ആ മന്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ്സാണ് തന്നെ. കോളേജ് 2018 മാർച്ച് ഏപ്രിലിൽ കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ജനുവരിയിൽ നമ്മൾ പരിപാടി തുടങ്ങി. അതിലൊരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ തന്നെ പരിപാടി ഫുൾ ഫ്ലഡ്ജ് സ്റ്റാർട്ട് ചെയ്തു. ഞാനും എൻ്റെ ഒരു പാർട്ട്ണർ, ഒരാളും കൂടി ഉണ്ട്, ഷഹദ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ രണ്ടാളും തന്നെ എല്ലാ ബിസിനസ് പ്ലാറ്റ്ഫോമിലും ഉള്ളത്. സോ നമ്മൾ ഓക്കെ, ഷഹദിനെ കുറച്ച് ക്വാളിറ്റി ഉണ്ട്, എനിക്കൊരു ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ കൂടി മേജ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പരിപാടികൾ ഓണാക്കുന്നു, ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഓടിക്കുന്നു. അന്ന് തൊട്ട് 2018 തൊട്ട് ഇപ്പോൾ 2024 വരെയും അത് ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് ഉണ്ടായതാണ്. അപ്പോൾ നാളെ തന്നെ ബിസിനസ് തുടങ്ങിയേക്കാം എന്നിട്ട് പഠനം കഴിഞ്ഞിട്ടല്ലേ, പഠനം കഴിഞ്ഞ ഉടനെ ബിസിനസ് തുടങ്ങിയേക്കാൻ പറഞ്ഞിട്ടാണോ ഇറങ്ങിയത്? ഇല്ല, ഞാൻ ആക്ച്വലി കോളേജിന്റെ ലാസ്റ്റ് ഇയറിൽ എല്ലാ കോളേജിലും ഇപ്പോൾ IDC എന്ന് നമുക്ക് പറഞ്ഞിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ ഓരോ കോളേജിലും ഈ IDC എന്ന് പറഞ്ഞിട്ട് കുറേ സെല്ലുകളുണ്ട്. ആ സെല്ലിന്റെ സോൾ ഹാർട്ട് എന്ന് പറയുന്നത് കോളേജിന്റെ ഉള്ളിൽ നിന്നുള്ള ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് കമ്പനി തുടങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സോ ആ സെല്ലിന് ഇൻചാർജ് എനിക്കായിരുന്നു നമ്മളെ കോളേജിലുണ്ടായ. സോ അത് വെച്ചിട്ട് ഓക്കെ, കുറച്ച് ബഞ്ച് ഓഫ് കമ്പനീസ് നമ്മൾ കോളേജിൽ നിന്ന് ഉണ്ടാക്കാൻ എനിക്ക് പറ്റി. കുറച്ച് ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റി, കുറെ അധികം ടോക്കുകളിൽ പങ്കെടുക്കാൻ പറ്റി. അങ്ങനത്തെ ഒക്കെ ചെയ്ത് മനസ്സിലായി ഈ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്നെക്കാളും യങ് ആയിട്ടുള്ളതും എന്നാൽ എന്നെക്കാളും ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അവരെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവില്ല. പിന്നെ നമുക്കൊന്നും തുടങ്ങിയേക്കാം. അതെ, ഒരു കമ്പനി എന്താ പറഞ്ഞു കൊടുക്കുന്ന കൂടെ ഒരു കമ്പനി തുടങ്ങിയേക്കാം. അത്ര എളുപ്പമാണ് ഒരു കമ്പനി തുടങ്ങിയാന്നല്ലേ? ഇല്ല, അതങ്ങനെ വിചാരിക്കണവർക്ക് അത് പറ്റുന്നുള്ളതാണ്. നമുക്ക് പറ്റണില്ല, നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റണില്ലല്ലോ. പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. എത്ര ആൾക്കാർ പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്? അതെ, അതേപോലെ തന്നെ. അപ്പൊ എന്താണ് നോക്കേണ്ടതെന്നുള്ളതാണ് ഒരു കമ്പനി തുടങ്ങുമ്പോ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? കമ്പനി തുടങ്ങുമ്പോൾ ആക്ച്വലി ആദ്യം കമ്പനി എന്താ, പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ സെല് ചെയ്യാൻ പോകുന്നത്, ഇതാണ് മെയിൻ. കമ്പനി വെറുതെ ഓക്കെ നമുക്കൊരു സർവീസ് സെല് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഷോപ്പ് ഇടാം. ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഷോപ്പിൽ നമ്മൾ കുറേ ആൾക്കാർ പ്രൊഡക്റ്റ് വെക്കുന്നു, ആൾക്കാർ വരുന്നു, ഷോപ്പ് ചെയ്യുന്നു, പോകുന്നു. ഇതിന് നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ആകെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഷോപ്പിൽ ആൾക്കാരെ മാക്സിമം കസ്റ്റമർ എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ബാനേഴ്സ് വെക്കാം, നമുക്ക് ആഡ്സ് ഒക്കെ കൊടുത്ത് ആൾക്കാരെ കൊണ്ടുവരാം. പക്ഷെ നമുക്ക് ബാംഗ്ലൂർ ആഡ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? മലപ്പുറത്ത് ഷോപ്പിന് ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഷോപ്പിനെ 2 ഷോപ്പ് ആക്കണം, 3 ഷോപ്പ് ആക്കണം. അങ്ങനെ അപ്പോൾ സർവീസ് കമ്പനീസിന് ഇത് പറഞ്ഞ പോലെ ഇതിന് D2C എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടു കസ്റ്റമർ ആയിട്ടുള്ള കമ്പനീസാണ്. ഇങ്ങനത്തെ കമ്പനീസ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലത്തെ രീതിയിൽ വർക്ക്ഔട്ട്. അപ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് കമ്പനിയാണ് തുടങ്ങുന്നത് എന്നുള്ളത് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. ആ പരിപാടി തുടങ്ങാൻ ക്വാളിറ്റി ഉള്ള ആൾക്കാർ നമ്മൾ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനൊരു ഹാർട്ട് ഉണ്ടാവണം. ഓക്കെ, അതിപ്പോൾ ഈ എൽസ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിസിനസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ആ പ്ലാറ്റ്ഫോം ആസിറ്റീസ് ഉണ്ടാക്കാൻ ഒരു ഐഡിയ വേണം. ആ ഐഡിയ ഉണ്ടെങ്കിലേ കമ്പനി തുടങ്ങേണ്ട ആവശ്യമുള്ളൂ. സോ എൻ്റെ ഒരു അപ്രോച്ച് എന്താ വെച്ചാൽ, നിങ്ങൾ പ്രൊഡക്റ്റ് കമ്പനിയാണ് തുടങ്ങുന്നതെങ്കിൽ പ്രൊഡക്റ്റ് ഫസ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് കമ്പനി തുടങ്ങിയാൽ മതി. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ കോളേജ് കഴിഞ്ഞപ്പോൾ തോന്നിയ ഐഡിയ അല്ല, അത് മുന്നേ ഉണ്ടായിരുന്നു ഐഡിയ? എപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും ആ ഒരു ഐഡിയ? കൂടെ ഈ
ആക്ച്വലി ഈ പറഞ്ഞ ബിസിനസ് പ്ലാറ്റ്ഫോം അല്ല നമ്മളെ ഐഡിയ. ബിസിനസ് അല്ല അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ കോളേജ് കയറുമ്പോഴേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഒരു സാധനം ഒന്നല്ലല്ലോ. അതൊക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ലാസ്റ്റ് ഇയറിലേക്ക് ലാസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ല ഇത് നമുക്കറിയാം. ഓക്കെ, ഞാൻ പറയുന്ന ഞാൻ ഒരുപാട് പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആളാണ്. സോ ഈ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ ഞാൻ അതിൽ ഒരു കുറെ കോഡ്സ് ഒക്കെ എഴുതി വെക്കും. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി കോട്ട് ആണ്, നിങ്ങൾക്ക് റിച്ച് ആവാൻ കുറേ മെത്തേഡ് ഉണ്ട്, നിങ്ങൾ കമ്പനി തുടങ്ങി റിച്ച് ആകരുത്. ഓക്കെ, അത് ഏറ്റവും ടഫ് മെത്തേഡാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിച്ച് ആവാൻ പറ്റും, പക്ഷേ യു വിൽ ബി മോർ ബിസി. ഓക്കെ, കമ്പനീൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ ഫണ്ട് ഉണ്ട്, സാധനങ്ങളുണ്ട്, പക്ഷെ സമയമില്ല, എന്ത് ചെയ്യാൻ പറ്റും? സോ ആക്ച്വലി പറഞ്ഞ പോലെ കമ്പനി തുടങ്ങുക എന്നുള്ളത് ആക്ച്വലി ഇൻറ്റൻഷനിലുള്ള സാധനമല്ല. കമ്പനി തുടങ്ങാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി വരിക, ആ ബെസ്റ്റ് മൊമെന്റ് വന്നപ്പോൾ സിറ്റുവേഷൻസ് ഒക്കെ മാച്ച് ആയപ്പോൾ ഓക്കെ തുടങ്ങാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോയതാണ്. അറിയുന്ന അറിഞ്ഞുകൊണ്ട് മാളത്തിക്ക് തലയിടാന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പൊ എനിക്ക് ഓൾറെഡി 1 ഇയറിലേ അറിയാം ഈ പരിപാടി എന്താ സംഭവം, എങ്ങനെ പരിപാടി നടത്തണ്ടേ, ഏത് രീതിയിൽ പോകണം, എങ്ങനെ പോയാലാണ് ഇത് സക്സസ് ആവുക, ഏത് രീതിയിൽ പോയാൽ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഫെയിൽ ആവാനുള്ള ഓരോ ഓപ്പർച്യൂണിറ്റി നമ്മളോരോ ഡിസ്കസ് ചെയ്യുമല്ലോ. നിങ്ങൾ പോഡ്കാസ്റ്റിംഗ് സമയത്ത് ഡിസ്കസ് ചെയ്യില്ല, നമുക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാം, ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഏതെങ്കിലും ഒന്ന് തീരുമാനമാവുമല്ലോ. എന്താ തീരുമാനമാവുന്നത്? ബെസ്റ്റ് ഡിസിഷൻസ് ആണ്. പക്ഷെ പോഡ്കാസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് കുറേ ആയിട്ട് ആ ഐഡിയ നമ്മളെ കൂടെ ഉണ്ട്, എന്നിട്ടൊരു അത്രയും സ്പാന് കഴിഞ്ഞിട്ടാണ് ആ ഐഡിയ പുറത്തേക്ക് വരുന്നത്. ഞാൻ പറയുന്നത് പോഡ്കാസ്റ്റിന്റെ ഉള്ളിൽ തന്നെ ഇതിപ്പോ ഏത് ഇത് ഉപയോഗിക്കണം, ഏത് ക്വാളിറ്റി ഉള്ള സാധനം എടുക്കണം, എവിടെയൊക്കെ നമ്മൾ ഇടണം ഒക്കെ പറയുന്ന കാര്യത്തിലും നമുക്ക് സജഷൻസ് ഉണ്ടാവില്ലേ. സോ ഇതൊക്കെ കൂടി തീരുമാനമാക്കണ്ടേ. അപ്പൊ കുറെ ഡിസിഷൻസ് അല്ലേ. ഇപ്പൊ പറയുകയാണെന്ത് ഓക്കെ യൂട്യൂബിലിടണമെങ്കിൽ നമുക്ക് എന്നാ ഇയാളോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ 2 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് കമ്പനി തുടങ്ങാൻ പറഞ്ഞെങ്ങനെ ഉണ്ടാവും, പോഡ്കാസ്റ്റ് തുടങ്ങാന്ന് പറഞ്ഞാൽ. സോ നമ്മള് എല്ലാ സിറ്റുവേഷൻസും നമ്മൾ അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിൽ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഒക്കെ മാച്ച് ആകാൻ. എന്തായിരുന്നു ബെസ്റ്റ് മൊമെന്റ്സ് മാച്ച് ആയത്? അപ്പം ബെസ്റ്റ് മൊമെന്റ്സ് ആണ് നമ്മൾ ഈ ഒരു സ്പേസിൽ ഉണ്ടാകുമ്പോൾ, ഈ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഈ ഒരു ഇന്നോവേറ്റീവ് സെല്ലിന്റെ സ്പേസിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു ബഞ്ച് ഓഫ് ഐഡിയാസ് ഇങ്ങനെ പോകുന്നുണ്ടാവും നമ്മുടെ മുമ്പിലോട്ട്. സോ നമ്മളിങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, ചിലതൊക്കെ സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് എലിവേറ്റ് ചെയ്യും, ചിലതൊക്കെ മാനേജ്മെന്റിലേക്ക് എലിവേറ്റ് ചെയ്യും, ചിലതൊക്കെ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് എലിവേറ്റ് ചെയ്യും. കുറെ ആൾക്കാർ ഇപ്പോൾ ഒരു കുട്ടിയെടുത്ത് ഐഡിയ എടുത്ത് വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഈ കുട്ടീൻ്റെ ഐഡിയ വാലിഡേറ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കണത് ഓക്കെ ഇത് നല്ല ഐഡിയ ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അപ്രോച്ച് പോയാൽ നിങ്ങൾക്ക് ഇതൊരു കമ്പനി ആക്കിയിട്ട് സക്സസ് ആക്കാം. ഇനി ഇതൊരു നല്ല ഐഡിയ അല്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് നല്ല ഐഡിയ അല്ല. ഇപ്പം എനിക്ക് അങ്ങനെ പറയാനുള്ള കഴിവൊന്നുമില്ല, പക്ഷെ എനിക്ക് അറ്റ്ലീസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് ഇങ്ങനെ ചെയ്താൽ കൊളായത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഈ ഇൻഫർമേഷൻ നമ്മൾ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബഞ്ച് ഓഫ് ഐഡിയാസ് ഇങ്ങനെ മുമ്പിലോട്ട് പോകും. ഇത് പോകുമ്പോൾ നമുക്ക് തന്നെ ചില സമയത്ത് തോന്നുന്നത് ഓക്കെ ഇതൊക്കെ ഒരു നല്ല ഐഡിയ ആണല്ലോ, ഇത് നല്ല ഐഡിയ. അപ്പോൾ നമുക്ക് ചില ഐഡിയാസ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ സ്കൂൾ എന്തിനാ മാത്സ് പഠിപ്പിക്കുന്ന പറയുമ്പോൾ പറയുന്നുണ്ട്, മാത്സ് പഠിപ്പിക്കുന്ന എന്തിനാ, ജീവിതത്തിൽ ഒരു ഉപകാരം ഇല്ലെങ്കിലും തല വർക്ക് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് ചേഞ്ച് ആവും എന്ന് പറയുന്ന പോലെ ഈ ഏരിയയിൽ കുറെ നിന്ന് ഐഡിയാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന രീതി ഒന്ന് ചേഞ്ച് ആവും. ഈ രീതി ചേഞ്ച് ആകുമ്പോൾ ആക്ച്വലി നമ്മളെ എന്ത് പ്രോബ്ലം കാണുമ്പോൾ നമുക്ക് അതിൽ സൊല്യൂഷൻ കിട്ടും. സോ സൊല്യൂഷൻ കിട്ടുന്ന മാത്രമേ നമ്മൾ നോക്കുള്ളൂ, പ്രോബ്ലംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യില്ല. ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മാറിയിരിക്കും, സൊല്യൂഷൻസ് മാത്രമേ തലയിലുണ്ടാവുള്ളൂ. അപ്പൊ എന്നിട്ട് നമുക്ക് ഈ കണക്ട് ചെയ്യുന്ന സാധനം ഇത് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ലേണിംഗ് ആയത് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് മാത്സ് അതാണല്ലോ ചെയ്യുന്നത്. അതെ, നമുക്ക് വേറൊരു ചിന്താ രീതിയാണ് മാത്സ് ശരിക്കും. അപ്പോൾ ഐഡിയാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? ഐഡിയാസ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് അൾട്ടിമേറ്റ്സ് ആണ്. ഐഡിയാസ് ഡിസ്കസ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പോൾ ലെറ്റ്സ് നമ്മൾ തമ്മിലിപ്പോൾ സംസാരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ വരികയാണെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് വെറുതെ നോട്ട് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് അടുത്ത് പിന്നെ എപ്പോഴെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ അടുത്ത ഐഡിയ നോട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മളിപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഈ ഐഡിയാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ഏതെങ്കിലും ചില സമയത്ത് നമ്മൾ കമ്പനി തുടങ്ങിയില്ല, എന്നാലും ചേർത്ത് അനലൈസ് ചെയ്യുന്നു, എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ, ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവുമോ. കാരണം ചില ഐഡിയാസ് ഒക്കെ നമ്മളെ ഇൻഫാക്ച്വേഷൻ ആയിരിക്കും, ഇത് കൊള്ളാം, ഇത് ചെയ്താൽ സക്സസ് ആവും, അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ തുടങ്ങി ആ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് എന്താവും, ആ ഐഡിയന്റെ മറ്റേ മൂടൊക്കെ പോകും, മറ്റേ അത് ശരിയായി പറഞ്ഞ സാധനം പോകും. അപ്പോൾ ആക്ച്വലി എഴുതി വെച്ചിട്ട് പിന്നെ ഒരു ദിവസം അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ആ മൂഡ് ഉണ്ടോ നമുക്ക് വാലിഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് ഹഡിലാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. പക്ഷേ ഈ ഐഡിയാസ് പിക്ക് ചെയ്യാന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടഫ് പ്രോസസ്സാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഞാൻ കുറേ പിന്നെ ഇത് ഐഡിയകൾ പറയാതെയായി. കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഐഡിയകൾ പറഞ്ഞിട്ട് ചെയ്യാത്തൊരാളായി മാറുമോ എന്നുള്ള ഒരു പേടി വന്നു. കാരണം കുറേ ഐഡിയകൾ വരുന്നുണ്ട്, ഇത് പറയുമ്പോൾ പിന്നെ നമ്മൾ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല പലതും. അതെ, ഇത് ഈ ചെയ്യാത്ത ആളായി മാറുമോ എന്നുള്ളത് ആരുടെ ഇടയിലാണ്, അതാണ് ഈ പ്രശ്നം. ഓക്കെ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഐഡിയ പറയുമ്പോൾ ഞാൻ 100 ഐഡിയ പറയുമ്പോൾ എന്നെ ഇങ്ങോട്ട് 200 ഐഡിയ പറയുന്ന
മൊത്തം ഞാൻ ഐഡിയ പറയുന്നത്. അപ്പൊ എനിക്ക് തന്നെ അറിയാമോ 200 ഐഡിയ ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആ ഡിസ്കസ് ചെയ്യാനുള്ള എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഐഡിയസ് ഒക്കെ ചെയ്യുന്നത്. അതാ പറഞ്ഞ ഈ സ്റ്റാർട്ടപ്പ് മിഷൻ ഒക്കെ തുടങ്ങിയതിന്റെ ഒരു ഉപകാരം, ഈ പറഞ്ഞ പരിപാടിയുടെ ഒരു ഉപകാരം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ ഏരിയയെ പറ്റി ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സോ ഈ ഡിസ്കഷന്റെ ഇടയിൽ എന്നെ പോലത്തെ കുറച്ച് ബഡ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം അവർ ഉണ്ടാക്കി വെച്ചോ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അത്ര നല്ലതായ ഐഡിയാസ് ഇങ്ങനെ ചുറ്റും പായുന്ന ശരിക്കും നടക്കുന്നത്. അതെ അതെ, അതൊരു എന്താ പറയാ, അത് വേറെ ലോകമാണ്. നമ്മളിങ്ങനെ ഐഡിയ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രദറൊക്കെ എഴുതി വെക്കലുണ്ട്. അതൊക്കെ പറഞ്ഞാൽ കുറേ ഐഡിയാസ് എൻ്റെ ബ്രദർ കൂടി നമ്മളിങ്ങനെ എഴുതും. ഓക്കെ, എന്റെ മരിച്ചു കഴിഞ്ഞാല് മറ്റേ എന്റെ ജീവിക്കാൻ മറന്നു 1001 ഐഡിയ ബുക്ക്. അതെ, കാരണം അതൊക്കെ എപ്പോ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഈ ഐഡിയാസ് എഴുതി വെക്കുന്ന പരിപാടിയൊക്കെ? അതൊക്കെ ഇനീഷ്യലി നമുക്ക് തോന്നുന്ന ഒരു കോളേജിന്റെ എന്റെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മള് ആദ്യ സംഭവം തുടങ്ങുന്നില്ല, മാറ്റം വരുന്നില്ല കോളേജിന്റെ ലാസ്റ്റ് ഇയർ. കോളേജിന്റെ ലാസ്റ്റ് ഇയർ ആക്ച്വലി എന്നെ സംബന്ധിച്ച് കുറച്ചും കൂടി ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കുകൾ കുറെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അല്ലേ, നമ്മുടെ കോളേജിന്റെ ഏറ്റവും വലിയ ഇഷ്യൂസ് എന്താ, നമ്മളെ കുട്ടികളൊക്കെ കൂടി ബ്രോയിലർ കോയിനുകൾ പഠിച്ചു പരിപാടി കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയാണ് പുറലോകമായിട്ടുള്ള കോണ്ടാക്ട് തുടങ്ങുന്നത്. ഈവൺ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടും ബാക്കിയുള്ള സ്ഥലത്ത് നിന്നിട്ടും ആൾക്കാർ എത്രത്തോളം എഫക്റ്റീവ്ലി ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. അത്ര ക്വാളിറ്റിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന വളരെ കുറച്ച് പ്രീമിയം അല്ലെങ്കിൽ ക്രീം ഓഫ് ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ഭയങ്കര കൂടുതൽ. അപ്പോൾ അതല്ല ഭയങ്കര കൂടുതലുള്ള കുറവ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇൻഡസ്ട്രിയിൽ അപ്രോച്ച് കിട്ടുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എന്താ വേണ്ടേ, അവർക്ക് എന്താ വേണ്ടേ നമുക്ക് അറിഞ്ഞാലേ നമുക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. സൊല്യൂഷൻസ് കൊടുക്കുകയാണെങ്കിൽ അവർ പൈസ തരുള്ളൂ. അപ്പോൾ ഈ സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുമ്പോൾ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് പ്രോബ്ലം സോൾവ് ആവണം. സോ സോൾവ് ആകാത്ത പ്രോബ്ലം നമ്മൾ ഓക്കെ, എൻ്റെ അടുത്തൊരു ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ട്, ഞാനത് നിങ്ങളുടെ അടുത്ത് സെല് ചെയ്യാൻ വരുന്നു, നിങ്ങൾക്ക് അത് ആവശ്യമില്ല, പിന്നെ നിങ്ങൾ വെറുതെ പൈസ തരുമോ? ഇല്ല അല്ലേ, നമ്മളൊരു 10 രൂപയ്ക്കാണെങ്കിൽ അത് ആവശ്യം ഉണ്ടെങ്കിലല്ലേ പൈസ തരുള്ളൂ. സോ ആ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇറങ്ങണം, അല്ലെങ്കിൽ നാട്ടിലെന്താ നടക്കുന്നതെന്ന് അറിയണം. അതുകൊണ്ടാണ് ഈ എക്സ്പോസിലൊക്കെ ആൾക്കാരോട് പോകാൻ പറയുന്നത്. വെറുതെ കുറെ സ്റ്റാളിലൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നും ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് തോന്നും. കാരണം നമുക്കൊന്നും ഈ പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ കമ്പനി നടത്തുന്ന നിലവാരത്തിലേക്കൊന്നും നമ്മുടെ ചിന്താഗതി എത്തിയിട്ടില്ല എന്ന് അതിന്റെ അർത്ഥം. എനിക്കുണ്ടാവലുണ്ട്, നമുക്ക് ആവശ്യമില്ല, ഇതൊക്കെ ആർക്ക് വേണ്ടിട്ട് അവരുണ്ടാക്കാം. അല്ല, ഈവൻ ഞാനൊക്കെ പറഞ്ഞ പോലെ ഞാൻ എല്ലാ കൊല്ലവും UAE ജൈടെക്സ് ഒന്ന് എക്സ്പോ നടക്കരുത്. അപ്പൊ എല്ലാ കൊല്ലവും പോകും. അപ്പൊ ഞാൻ പോകുന്നതിന്റെ റീസൺ തന്നെ അതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം താഴെ ഉള്ളതെന്നുള്ളത് എനിക്ക് തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാം. സോ ദാറ്റ് എനിക്ക് പറഞ്ഞ പോലെ ഓക്കെ ആ ഏരിയ ഉണ്ട്, അങ്ങനെ ഒരു ഏരിയ വന്നു പോയതന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സാധനം വന്നു പോയത് അറിയണ്ടേ അല്ലേ? ആമസോണിൽ ഇപ്പോൾ പുതിയൊരു എന്തോ റൂൾ വന്നിട്ടുണ്ട്, ആർക്കും വന്ന് ഐഡിയ പറയാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതല്ല ഈ പറഞ്ഞ പോലെ ആലോചിച്ച് നോക്കിയേ, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഇല്ലെങ്കിൽ ആമസോണിന്റെ ആൾക്കാരായി എടുത്തിട്ട് പുറത്ത് പോയിട്ട് കമ്പനി ഇവരോട് നിങ്ങൾ ഇവിടെ തന്നെ ചെയ്തോ, നിങ്ങൾ വർക്കിന്റെ ഇടയിൽ 5 ദിവസത്തിൽ 2 ദിവസങ്ങൾ അതിനോട് ചെലവഴിച്ചോ കുഴപ്പമില്ല. കാരണം ഇവൻ പോയാൽ ഇവനെ പോലത്തെ തന്നെ കൊണ്ടുപോകാൻ ഒരു പാടാണ്. ഓക്കെ, അതിനെക്കാട്ടി നല്ല എടുത്തന്നെ പരിപാടി നടക്കിയാൽ ഇവർക്ക് തന്നെ ഇൻവെസ്റ്റും ചെയ്യാലോ. ഓക്കെ, ഒബ്വിയസ്ലി. പിന്നെ കേരളത്തിലൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ കഴിഞ്ഞപ്പോൾ പ്രവാസി അവിടെ സൗദിയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പറഞ്ഞാല് അല്ല, ജനറലി ബിസിനസ് എല്ലാവരുടെയും ടഫാണ്. അത് നടത്തുന്ന ആളെ സ്കില്ലും മറ്റേതും മാത്രമൊന്നുമല്ല. ഇപ്പം നമ്മളെ സൊസൈറ്റിയിൽ ഗെയിമുകൾ എല്ലാ ആസ്പെക്റ്റുകളും ഉണ്ടാവും. നാട്ടിലെ ഇൻഫ്ലേഷൻ, മണി ഫ്ലോ വരെ നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ വേണമെങ്കിൽ ബാധിക്കാം. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ബിസിനസ് ഐഡിയാസും സർവീസ് ഐഡിയാസാണ്. നമ്മളധികം പ്രൊഡക്റ്റ് ഐഡിയാസ് ഡിസ്കസ് ചെയ്യലില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നമ്മളൊരു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കഷൻ അധികം ഉണ്ടാവില്ല. നമുക്ക് ഈ ഷോപ്പ് ഇട്ടാലോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പണിയെടുത്താലോ, അല്ലെങ്കിൽ നമുക്ക് വല്ല സർവീസ് കമ്പനി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കാർ വാഷ് സെന്റർ തുടങ്ങിയാലോ എന്നൊക്കെ പറയുന്ന പോലത്തെ സർവീസാണ് നമ്മളധികം ഡിസ്കഷൻ. ഈ സർവീസ് ഡിസ്കഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രം നമ്മൾ സർവീസ് കമ്പനികളെ കാണുന്നുണ്ട് ചുറ്റുപാടും. പക്ഷെ നമ്മൾ എത്ര പ്രൊഡക്റ്റ് കമ്പനികൾ കാണുന്നുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിക്കുക, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രൊഡക്റ്റ് മാത്രം സെല് ചെയ്യുന്ന എത്ര കമ്പനികൾ നിങ്ങൾ കാണുന്നുണ്ട്. അങ്ങനത്തെ കമ്പനി നടത്തുന്ന എത്ര ആൾക്കാർ നിങ്ങൾക്ക് പരിചയമുണ്ട്. സോ അത് കുറവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ രീതിയിലുള്ള തലൻ്റെ ഐഡിയ കത്തൂല. സോ അതേ ഉള്ളൂ ഡിഫറൻസ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ അമേരിക്കയിലൊക്കെ പ്രൊഡക്റ്റ് കമ്പനി കൂടുതലുണ്ടെങ്കിൽ അവിടെ പിന്നെയും പ്രൊഡക്റ്റ് കമ്പനി വരാനുള്ള റീസൺ അവർക്ക് അതിനുള്ള എക്സ്പോഷർ ഉണ്ട്. ഇവിടെ അതിനുള്ള എക്സ്പോഷർ കുറവാണ്. പക്ഷെ എക്സ്പോഷർ കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരോട് നിങ്ങൾ അവിടെ പോന്ന് പറയില്ലേ? ഓക്കെ, നമ്മൾ എന്തെങ്കിലും പരിപാടി നടക്കുന്നിടത്തൊക്കെ നമ്മൾ പോകണം. ഇപ്പോൾ ബാംഗ്ലൂർ നടക്കുന്നുണ്ടോ, കൊച്ചി നടക്കുന്നുണ്ടോ, അല്ലെ എവിടെ നടക്കുന്നത്, അടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റി. ചിലതൊക്കെ ഒറ്റക്ക് റൺ ചെയ്യുന്ന കമ്പനിയൊക്കെ ഉണ്ടാവും, പ്രൊഡക്റ്റ് ഒക്കെ. ഓക്കെ, എൻ്റെ ഫ്രണ്ട് ഒക്കെ ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് ഓൻ മാത്രമേ ഉള്ളൂ കമ്പനിയിൽ, വേറെ ആരും ഇല്ല. ഞാനൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ഡബിളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. എന്താ പ്രൊഡക്റ്റ്?
അതൊരു ബ്രൗസർ എക്സ്റ്റൻഷൻ. ജസ്റ്റ് ബ്രൗസർ അതേ പറഞ്ഞേ, നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. അതേ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കോംപ്ലക്സിറ്റിയിലാണ് ഡിസ്കസ് ചെയ്യുക. ഇപ്പൊ നമ്മളൊരു ഐഡിയ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക വെച്ചാൽ അതിനെ ഏറ്റവും സിമ്പിൾ ആക്കാൻ നോക്കും. പക്ഷെ നമ്മളൊരു ബുദ്ധിപരമായ ചിന്താഗതിയിലൂടെ ഏറ്റവും കോംപ്ലക്സ് ആയി മാറും ലാസ്റ്റ്. എന്നിട്ട് ലാസ്റ്റ് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാ, പിന്നെ ചെയ്യാം എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ എന്ത് ചെയ്യും, മാറ്റി വെക്കണം. പക്ഷെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ തന്നെ കയറി കളിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ റൈറ്റ് ചെയ്യുക, നോട്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് അതിനൊരു V1, V2, V3 ഒക്കെ ആക്കാൻ പറ്റും. സോ V1 ഭയങ്കര സിമ്പിൾ ആയിരിക്കും. പക്ഷെ V1 എന്ന് പറഞ്ഞാൽ വേർഷൻ 1 ഉണ്ടാക്കാം, വേർഷൻ 2 ഉണ്ടാക്കാം, വേർഷൻ 3 ഉണ്ടാക്കാം. നമ്മളെ ആഗ്രഹം വേർഷൻ 10 ആയിരിക്കും. അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾ മുറിക്കുന്നത്? പിന്നെ ഐഡിയ എങ്ങനെയാണ് അപ്പൊ ഐഡിയ ശരിക്കും? ഞാൻ ചോദിക്കുന്നത്, നിങ്ങള് പോഡ്കാസ്റ്റിന്റെ V1 ഇതുവരെ ഉണ്ടായിരുന്നോ? ഇല്ല. അതാ ഞാൻ അത്രേ ഉള്ളൂ. നമ്മൾ തുടങ്ങുമ്പോ ഇവനല്ല ഇമ്പോർട്ടന്റ്, പോഡ്കാസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് അല്ലെ? അപ്പൊ അതിനർത്ഥം എന്താ വെച്ചാൽ പരിപാടി തുടങ്ങാൻ വേണ്ടി എന്തൊക്കെ വേണമെന്ന് നമുക്ക് ഫസ്റ്റ് ഫിക്സ് ചെയ്യാം. എന്നിട്ട് അതല്ലാത്ത ബാക്കിയൊക്കെ മായ്ച്ചു കളയാം. എന്നിട്ട് അടുത്ത V2, ഓക്കെ V2 എന്തൊക്കെ ഇറക്കാം, അപ്പൊ നമുക്കൊരു ടൈം ലൈൻ വെക്കാം, മൈൽ സ്റ്റോൺ വെക്കാം, അന്നേരം എന്ത് ചെയ്താൽ മതി. അപ്പൊ അതല്ലാത്ത എല്ലാ ഡിസ്കഷൻസും ഒഴിവാക്കിയേക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ വേർഷനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കുറച്ച് ചില്ലറ ഹാക്കുകൾ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡിയാസിനെ മുറിച്ച് നമുക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല നമ്മൾ ഈ ചെയ്യുന്ന അപ്രോച്ചും കാര്യങ്ങളൊക്കെ. ഐഡിയ പറയുമ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് എന്താണ് ഇപ്പൊ പറയുന്നത്, ചില സ്ഥലത്ത് ഐഡിയകൾ പറയാൻ പറ്റാത്ത അവസ്ഥ. അത് നമ്മൾ പറയുന്ന ഐഡിയ അയാൾക്ക് മനസ്സിലാവണം, അതാണ് പ്രശ്നം. അതാ പറഞ്ഞ നമ്മളെ സർക്കിളിൽ ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ പറയുന്ന ഐഡിയ നമ്മൾ ഒരാളത് ഡിസ്കസ് ചെയ്യുമ്പോൾ അയാൾക്ക് ആ പ്രോബ്ലത്തിന് ഓക്കെ ഞാനിപ്പോൾ ഐഡിയ പറയാണ്, ഇപ്പൊ പറഞ്ഞത് ബ്രൗസർ എക്സ്റ്റൻഷനെ ഞാൻ പറയുന്നത്. ഈ ബ്രൗസറെ ഉപയോഗിക്കാത്ത ആളോട് ബ്രൗസർ എക്സ്റ്റൻഷൻ പറഞ്ഞ എന്താ കാര്യം അല്ലേ? അപ്പോൾ ജനറലി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഡിസ്കസ് ചെയ്യുന്ന ആൾക്ക് അറ്റ്ലീസ്റ്റ് അത് റിലേറ്റ് ചെയ്യാനെങ്കിലും പറ്റണം. എന്നെ സംബന്ധിച്ച് അയാൾ അതിന്റെ യൂസർ ആവണം. ഓക്കെ, അയാളോട് പറയുമ്പോൾ അല്ലേ, നമ്മളൊരാളോട് പറയുമ്പോൾ നിങ്ങൾ പൈസ തരാൻ ചാൻസ് ഉണ്ട്, എനിക്ക് മനസ്സിലായി ഈ ഐഡിയ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും പൈസ തരും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അയാളുടെ അടുത്ത് പോയിട്ട് ആ പൈസ തരുന്ന രീതിയിൽ എനിക്ക് എങ്ങനെ പറയാന്ന് വെച്ചാൽ ഞാനിത് ഓൾറെഡി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, ഞാനിത് ഓൾറെഡി ഉണ്ടാക്കി, ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഇത് കൊള്ളാലോ, എപ്പോൾ കിട്ടും, എനിക്ക് നാളെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഓക്കെ ഒരാളുണ്ട്, ഒരടുത്താളടുത്ത് പോവാം, അങ്ങനെ ഒരു 10 ആളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഇത് തുടങ്ങിയാൽ മതി. പക്ഷെ നമ്മളെ നാട്ടിൽ അധികം ആൾക്കാർ എന്ത് വെച്ചാൽ കഷ്ടപ്പെട്ട് തുടക്കും, എന്നിട്ടൊരു ഫുള്ള് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആൾക്കാരുടെ അടുത്തേക്ക് പോവുക. എന്നിട്ട് ഫുള്ള് സാധനം ഉണ്ടാക്കിയ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് എന്താവും, ആൾക്കാർക്ക് വേണ്ടോന്നല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതെ അതെ, വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ആദ്യം തുടക്കത്തിലേ ഉണ്ടാക്കിയിട്ടുള്ള കുറെ കമ്പനികൾ പൂട്ടിപ്പോഴാണ്. ഭയങ്കര ഗ്രാൻഡ് ആക്കി ഇന്റീരിയർ ഒക്കെ. അതേ പറഞ്ഞത് ഫസ്റ്റ് തന്നെ ആ ഒരു സോള് പോകുന്നതിന്റെ പ്രശ്നമാണ് എനിക്കിപ്പോൾ ചിലപ്പോൾ തോന്നുന്നത്. ഇപ്പൊ കമ്പനീന്റെ എന്ത് ഇന്റൻഷനിലാണോ കമ്പനി തുടങ്ങിയത് അത് മാറിപ്പോയി. ആ ഇന്റൻഷന് ഭയങ്കര വാലിഡ് അല്ലേ? കമ്പനി തുടങ്ങാനുള്ള ഇന്റൻഷന് ഭയങ്കര വാലിഡ് അല്ലേ? ഒരു ഗോള് അല്ലെങ്കിൽ കമ്പനി ഇതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനി ഉണ്ടായിരുന്നു, മറ്റേ എന്താ നോവാ നോർഡിസ്കോ ഈ സൗദിയിലൊക്കെ. അവര് എന്താണ് ഈ ഇൻസുലിനൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി. പക്ഷെ അവരുടെ ഗോളിൽ കിടക്കുന്നത് എന്താ വെച്ചാൽ ഇതാണ്, ഇവിടുത്തെ ഡയബറ്റീസ് തുടച്ചു മാറ്റുക, ഇവിടുത്തെ ഒബീസിറ്റി മാറ്റുക, അതാണ് അവരുടെ ഗോൾ. അവർ വർക്ക് ചെയ്യുന്ന അതാണ് ഇന്റൻഷൻ വെച്ചിട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ അതത്ര വാലിഡാണ് ഈ ഇന്റൻഷൻ വെക്കുക എന്നുള്ള കമ്പനികൾ. ഞാൻ പറഞ്ഞ ഇന്റൻഷൻ വെക്കുക എന്നുള്ളത് ഇന്റൻഷനെ ഗോളാക്കി മാറ്റിയിട്ട്. കാരണം ഇന്റൻഷൻസ് എല്ലാവർക്കും നല്ല രീതിയിൽ കത്തണം എന്നില്ല. ഇപ്പൊ ഞാൻ എൻ്റെ മനസ്സിലൊരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അത് നല്ല ഇന്റൻഷൻ ആണോ ബാഡ് ഇന്റൻഷൻ ആണോ എന്നുള്ളതാണ് ഈ ഇന്റൻഷൻ എന്നുള്ള വേർഡിന്റെ പ്രശ്നം. നമ്മളതിനെ ഗോളാക്കി മാറ്റുക, ആ ഗോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, എൻ്റെ മനസ്സിലൊരു ഗോൾ ഉണ്ടാവും, പക്ഷെ ആ ഗോൾ ചിലപ്പോൾ ഇപ്പൊ ഷായ്മിന് ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. അപ്പൊ ഷായ്മിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് ആ ഗോളിനെ ഞാൻ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഷായ്മിന് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഷായ്മിന് ഈ ഗോൾ ചെയ്യാനുള്ള ഈ പ്രോസസ്സിൽ എൻ്റെ കൂടെ പാർട്ടാവാം. ഞാൻ എൻ്റെ ഗോൾ തന്നെ വെച്ചിട്ട് അതന്നെയല്ലേ ഇന്റൻഷനും സെയിം അല്ലേ ഗോളും ഇന്റൻഷനും? അതെ, ഞാൻ പറയുന്നത് ഗോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഗോൾ എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ആൾക്കാരുടെ മനസ്സിലൊരു ഒരു എയിം ഉണ്ടാവും. ഓക്കെ, ഇത് എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടാവും. ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പേഴ്സണലായി. ഓക്കെ, ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഓക്കെ എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങളാണ്. ഈ എനിക്കെന്ന് പറയുന്നത് ജനറലി കമ്പനിയിൽ വർക്കാവില്ല. ആൾക്കാർക്ക് അത് വർക്കാവും, എന്റെ കൈമുള്ള പൈസ തരുമ്പോൾ ആൾക്കാർ പോകും. മറ്റേതെന്താ വെച്ചാൽ ഗോൾ എന്ന് പറയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ന് പറയുന്ന സാധനം, നമുക്കിത് ചെയ്യണം എന്ന് പറയുന്ന സാധനം. അപ്പൊ എന്റെ കൂടെ സ്ട്രഗിളിനും ആൾക്കാരുണ്ടാവും, എന്റെ കൂടെ സക്സസിനും ആൾക്കാരുണ്ടാവും. ഈ ആൾക്കാരുണ്ടാവുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഗോളിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട്. എനിക്ക് ഈ ചെറിയ ബ്രൗസർ എക്സ്റ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിന്റെ ആവശ്യമില്ല, ഒരാളെ ആവശ്യമില്ല. എനിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ ഇത് ഞാൻ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു, ഏത് രീതിയിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് കുറച്ചും കൂടി കോംപ്ലക്സ് ആണെങ്കിൽ എങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ സെറ്റ് ആക്കുന്നു, ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ടീം വേണം. സോ ടീം ആക്ച്വലി ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. അതെ,
ഇപ്പോൾ ഒരു കമ്പനിയുടെ ഇപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ വലിയ വലിയ കമ്പനികളൊക്കെ കാണുമ്പോൾ അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബറായിട്ട് ചെയ്യുന്ന ആൾ നല്ല പണിയെടുക്കുന്നത്. പിന്നെ അതിൻ്റെ മേലേക്ക് കയറുന്തോറും ഈ ഫിസിക്കൽ ലേബർ കുറയുകയും മെൻ്റൽ സ്ട്രെസ് കൂടുകയോ ചെയ്യുക. ലാസ്റ്റത്തെ ആൾക്കൊക്കെ എത്തിപ്പറഞ്ഞാല് ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതിയോ, പക്ഷെ അമ്മാര് ചോദ്യമായിരിക്കുന്നുള്ള അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ആ പ്രഷർ ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പറയുന്ന കമ്പനിയൊക്കെ കോർപ്പറേറ്റ് കമ്പനികളാണ്. നമ്മൾ തുടങ്ങുമ്പോൾ ഒരിക്കലും കോർപ്പറേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടോ, നമ്മൾ കോർപ്പറേറ്റ് ആയിപ്പോക്കല്ലേ. അതെ, അപ്പൊ കോർപ്പറേറ്റ് ആയിട്ട് തുടങ്ങി നമ്മൾ സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങാം. സ്റ്റാർട്ടപ്പിൽ ആക്ച്വലി എല്ലാവരും എല്ലാം ചെയ്യും. ഓക്കെ, സ്റ്റാർട്ടപ്പിൽ എന്താ വെച്ചാൽ ക്വിക്ക് ഡിസ്റ്റൻസ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് തോന്നുകയാണ് ഈ മൈക്ക് രസമില്ല, നമുക്ക് വേറെ മൈക്ക് ആക്കാം, ഇവിടെ ഒരു പെയിന്റ് അടിക്കാം. ഇതിനൊന്നും ആരും ചോദിക്കേണ്ടെന്ന് ആവശ്യമുണ്ടാവില്ല. ചിലപ്പോൾ മൈക്കിന്റെ ഡിപ്പാർട്ട്മെന്റേ ആയിരിക്കില്ല ഞാൻ, എന്നാലും ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, പെയിന്റ് അടിക്കും. സോ എനിക്ക് എന്തും ചെയ്യാം, പെട്ടെന്ന് ഹൈഡ്രേറ്റ് ചെയ്യാം, എല്ലാവരും ട്രസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന സാധനം. കമ്പനിയിലേക്ക് ആൾക്കാർ കൂടി വരുമ്പോഴാണ് ഈ പറഞ്ഞ കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് നമ്മൾ മെല്ലെ പോവുക. നമ്മളൊരു മാനേജ്മെന്റ് ലെയർ ഒക്കെ ഉണ്ടാക്കുക, കുറെ കാര്യങ്ങൾ. ഈ ടോപ്പ് ലെയറിലേക്ക് എത്തുന്ന സമയത്ത് ക്വാളിറ്റി ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഗെയിമുള്ളൂ. ഈ ക്വാളിറ്റി ഡിസിഷൻസ് ആണ് ഈ പറഞ്ഞ പോലെ. ഓക്കെ, അല്ലാണ്ട് ഇപ്പൊ രാവിലെ എണീച്ചിട്ട് വരുന്നു എന്നിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ പണിയും എടുക്കുന്നു എന്ന് പറയുന്നത് വലിയ കമ്പനി ആകുമ്പോൾ റിലവൻ്റ് ആയിരിക്കില്ല ചിലപ്പോൾ. ഓക്കെ, കാരണം അത്രയും ഏരിയയിലേക്ക് നമ്മളെ ഫോക്കസ് പോകാനുണ്ടാവും. സോ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡ് ആ നാരോ ആക്കി മാറ്റേണ്ടി വരും. മറ്റേതെന്താ വെച്ചാൽ നമുക്ക് ആക്ച്വലി ഒരു ക്വാളിറ്റി ഡിസിഷൻസ് എടുക്കാം. ഈ ഡിസിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ താഴെ ലെയറിലേക്ക് ആൾക്കാരുണ്ടാവും. അതേ പറഞ്ഞാൽ നമ്മളെ ഇന്റൻഷൻ പോലെയാണ്, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏത് ലെവൽ ഓഫ് ബിഗ് കമ്പനി ഉണ്ടാക്കാൻ പോകുന്നത് പോലെയാണ്. ഞാൻ പറയുന്നത് കമ്പനീനെ നമുക്ക് എല്ലാവരും $1 ബില്യൺ കമ്പനി ഉണ്ടാക്കാൻ തന്നെയാണ് തുടങ്ങുന്നത്. പക്ഷെ എവിടെ വെച്ചോ എന്ത് മറന്നു പോകും. ഓക്കെ, ഞാൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു തുടങ്ങിയെന്ന് മറന്നു പോകും. ഓക്കെ, വെറും ഈ $1 ബില്യൺ മാത്രമേ തലയിലുണ്ടാവുള്ളൂ. പ്രോഫിറ്റ്. അപ്പൊ ക്യാപിറ്റലിസം അല്ലെങ്കിൽ ബിസിനസ്സിൽ പറയുന്നത് പ്രോഫിറ്റ് ആണ് എയിം ചെയ്യേണ്ടതെന്നുള്ള ഒരു സാധനം ഓടുന്നില്ല സൈഡിലൂടെ. പ്രോഫിറ്റ് എന്തായാലും ഉണ്ടെങ്കിൽ കമ്പനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതിനോട് ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്താവണം, നമ്മൾ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റോ സർവീസും നല്ലോണം ചെലവാണ് അല്ലേ. ഈ നല്ലോണം ചെലവാണെങ്കിൽ നമ്മളിത് നമ്മളിലേക്ക് ഉണ്ടാക്കണം അല്ലേ. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ക്വാളിറ്റി സാധനം കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മോർ സാധനങ്ങൾ കിട്ടുക. അതായത് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ എന്തിനാണോ നമ്മളിത് പ്രോഫിറ്റ് ഒരു ബൈ പ്രൊഡക്റ്റാ. പ്രോഫിറ്റ് ബൈ പ്രൊഡക്റ്റ് ആണോ? അത് ആക്ച്വലി ഒരു ഇപ്പൊ ഞാൻ കേൾക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇപ്പൊ കേൾക്കുന്ന പോഡ്കാസ്റ്റ് കുറെ ഇഷ്ടംപോലെ ഞാൻ ഫുള്ള് എഴുതി തരാം, ഒരു പ്രശ്നമില്ല. അപ്പൊ അതിൽ പറഞ്ഞൊരു ഇമ്പോർട്ടൻസ് സാധനമുണ്ട്, മണി എന്ന് പറയുന്നത്. മണി എന്ന് പറയുന്നത് ആക്ച്വലി സൈമൺ സിനേക്ക് പറഞ്ഞതാ. സോ മണി എന്ന് പറയുന്നത് ആക്ച്വലി ഫ്യൂവല് പോലെയാണ്. സോ ഞാൻ പെട്രോൾ അടിച്ചിട്ടാണ് എനിക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കാലിക്കറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. സോ കാലിക്കറ്റ് ഞാൻ പെട്രോൾ അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അപ്പൊ എൻ്റെ ഗോൾ എന്താ, ഈ വണ്ടി ഓടിക്കുമ്പോൾ പെട്രോൾ അടിക്കലല്ല. എൻ്റെ ഗോൾ എന്താ, ഇങ്ങോട്ടേക്ക് വരുത്താണ് അല്ലെ. അപ്പൊ ട്രാവൽ ചെയ്യണം എൻ്റെ ഗോൾ, എൻ്റെ ഡെസ്റ്റിനേഷൻ എത്തലാണ് എൻ്റെ ഗോൾ, അല്ലാണ്ട് എനിക്ക് പെട്രോൾ അടിക്കലല്ല എൻ്റെ ഗോൾ. അതേപോലെ കമ്പനി ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ് എന്ന് പറയുന്ന പേർപ്പസ് ഫുൾഫിൽ ചെയ്യാന്നുള്ളത്. അത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബിഗ് ഇമ്പാക്ട് ഉണ്ടാക്കട്ടെ, അതിന് മണി എന്ന് പറയുന്നത് ഈ ഫ്യൂവല് പോലത്തെ ഒരു സാധനമാണ്. അല്ലാണ്ട് ഗോൾ എന്താ വരുന്നത്. പക്ഷെ അത് മൊത്തത്തിൽ മാറിയിട്ടില്ല. അതെ, ആ ചിന്താഗതി പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ പൈസയാണ് ഉണ്ടാക്കേണ്ടത് പറഞ്ഞിട്ടാണ് കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത്. അതെന്താ വെച്ചാൽ നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊരു ഹാർഡ് റിയാലിറ്റി പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ ആൾക്കാരുണ്ട് അല്ലേ. പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ എനിക്ക് കമ്പനി വലുതാക്കാനുള്ള ത്വര വരുള്ളൂ എന്നൊക്കെ ഉള്ള ഇന്റൻഷനിലാണ് അത് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് പ്രോഫിറ്റ് വരും, നമ്മൾ മര്യാദയ്ക്ക് ബിസിനസ് ചെയ്താൽ മതി എന്ന് പറയുന്ന ആംഗിളേ ഉള്ളൂ അതിൽ. ഈ മര്യാദയ്ക്ക് ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റിലും മാർക്കറ്റിലും ഫോക്കസ് ചെയ്യുക, ക്വാളിറ്റി പ്രൊഡക്ട്സ് നാട്ടിൽ ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർ പൈസ വരും, പ്രോഫിറ്റ് കിട്ടിക്കോളും. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ രണ്ടാളും പറയുന്ന ഒരേ സാധനമാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കുന്ന ആംഗിൾ ഒരു മണി ആംഗിളും ഞാൻ ആലോചിക്കുന്ന ആംഗിൾ ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസിലെ ക്വാളിറ്റി ആംഗിളുമാണ്. രണ്ടാണെങ്കിൽ ഔട്ട്കം എന്ന് പറയുന്നത് മണിയാണ്. മണിയിൽ ഈ പറഞ്ഞ നമ്മളെ എക്സ്പെൻസും കഴിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് പ്രോഫിറ്റാണ്. പിന്നെ മറ്റേ എന്താ പറയുക, ഇപ്പം ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇപ്പം അതിപ്പോൾ ഒരു വലിയ എങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ ട്രെയിൻ ചെയ്യലുണ്ടോ, അതോ അതിനെന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടോ? സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒന്നുമില്ല. നിങ്ങൾ ഡിസിഷൻ എടുത്തോളുക. ഡിസിഷൻ അതെന്താ വെച്ചാൽ നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ഇത് എടുക്കാം എന്ന് പറയുന്ന സാധനം. അതിൽ എത്ര ആൾക്കാർ ഇമ്പാക്ട്ഫുൾ ആണെന്ന് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ ഒരു ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഡിസിഷൻ എടുക്കാൻ ഞാൻ എത്ര ആൾക്കാർ ബാക്കിൽ ഓടണം, ഓക്കെ, അല്ലെങ്കിൽ ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. ചില ഡിസിഷൻസ് ഒക്കെ എനിക്ക് ആക്ച്വലി എടുത്തിട്ട് അതിന്റെ ഇമ്പാക്ട് ചെറുതാണെങ്കിൽ ഞാനത് ഡിസ്കഷനിലേക്ക് ഒന്ന് കൊണ്ടുപോകണ്ട. ഞാൻ ആ ഡിസിഷൻ എടുത്തിട്ട് ആ ഡിസിഷന്റെ ഔട്ട്കം വരുന്ന സമയത്ത് ഒന്ന് ഡിസ്കസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ തൊട്ടേനെടുത്തതിനൊക്കെ ഡിസ്കഷൻ ചെയ്യേണ്ട ആവശ്യം ശരിക്കും ഇല്ല സ്റ്റാർട്ടപ്പിൽ. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഉണ്ടാവും. നമുക്ക്
സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെ തുടക്കത്തിൽ? ഒരാൾ വെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ എൻ്റെ എത്ര ഉണ്ടായിരുന്നു കമ്പനിയിൽ? ഞാനും വേറെ ആരുമില്ല. പിന്നെ ജനറലായി പറഞ്ഞോളെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ ടൈം സ്പാനിൽ വരുന്നതാണ്. ആക്ച്വലി ഞാനും ചെയ്തത് വേറൊരാളും കൂടിയിട്ടാണ്, 3 ആളും കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അവർ പഠിക്കുകയായിരുന്നു കോളേജിൽ, ഫൈനൽ ജൂനിയർ ആയിരുന്നു. പഠിച്ചു കഴിഞ്ഞപ്പോൾ ആക്ച്വലി എന്ത് ഗ്രാജുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ആക്ച്വലി കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്തു. പക്ഷെ ഞാൻ പറയുന്ന സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഡെഫിനിഷൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട് ഹോട്ടൽ എങ്ങനെ വേണം തുടങ്ങാൻ. നമുക്ക് അതിൽ ചെറിയ ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരും. പക്ഷെ ഹോട്ടൽ നടത്തുന്ന ഒരു രീതിയുണ്ട് അല്ലേ. അതേപോലെ നമുക്ക് ഓരോ ബിസിനസ്സിനും അതിൻ്റെതായ രീതിയുണ്ട്. അതിനാണ് ആൾക്കാർ MBA പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെ കേസ് സ്റ്റഡീസ് സെറ്റ് ആക്കാൻ വേണ്ടി. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലെങ്കിലും ഉള്ള കമ്പനീസ് ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഞാനിപ്പോൾ ചെയ്യുന്ന LC എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ നമുക്ക് അണ്ടർസ്റ്റാൻഡ്. ഇത് എവിടെ പോയാലും ഈ സാധനത്തിനെ പറ്റി ഒന്നും പഠിക്കാനില്ല. ഇതിന് നമ്മൾ വേണം എന്ത് ചെയ്യാൻ, ഇത് എങ്ങനെയൊക്കെ സക്സസ് ആക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന പരിപാടിക്ക് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടപ്പ് വേണമെങ്കിൽ വെറുതെ വിളിക്കാം. കാരണം ഇതിനെപ്പറ്റി എവിടെയും പഠിക്കാനൊന്നുമില്ല. ഓക്കെ, നമ്മൾ തന്നെ ചെയ്ത് പഠിച്ചോളുക. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ അനുഭവിക്കുക. അതിന്റെ സക്സസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിന്റെ ഫ്രൂട്ട് നമ്മൾ തന്നെ, അതിന്റെ എല്ലാ കാര്യവും നമ്മൾ തന്നെ എന്ന് പറയുന്ന സാധനത്തിലൊക്കെ വേണമെങ്കിൽ അങ്ങനത്തെ ഡെഫിനിഷൻ ഓഫ് കമ്പനീസ് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാം. അതുകൊണ്ട് നമ്മൾ ഷോപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയാത്ത അല്ലേ. നമ്മൾ സാധാരണ ഷോപ്പ് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടപ്പ്, പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയാത്ത എന്തുകൊണ്ടാണ്? സോ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. ഇത് മൈക്ക് വേണം, ഇങ്ങനെ വേണം, ഈ പറഞ്ഞ പോലെ ക്യാമറ ഉണ്ടാവും, മറ്റേതതില്ല. അതാ പറഞ്ഞ ഇതൊന്നും ഇല്ലെങ്കിൽ ആക്ച്വലി നമുക്ക് അതിന് സ്റ്റാർട്ടപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. മേ ബി അവരായിരിക്കും അതിനൊരു ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഈ മൈക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഈ ഉദ്ദേശിച്ച ധൈര്യമാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ചോദിച്ചത്. ധൈര്യമായിരിക്കും ഇപ്പോൾ പൊതുവേ ഉള്ള വലിയൊരു ലോകത്ത് 15 എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അല്ലേ. നമുക്ക് ഹ്യൂമൻ റേസിന് ഇടങ്ങാറാവാൻ പോകുന്ന 15 പ്രശ്നങ്ങളിൽ 9ാമത്തെ ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പൊ അത് കുറെ ആൾക്കാർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് മെയിൻ ആയിട്ട് ധൈര്യം തന്നെ അല്ലേ. അത് റോങ് ആയാലും അതെ. പക്ഷെ ഒന്നാമത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ആൾക്കാർക്ക് ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ഉള്ള ഒരു ഡെഫിനിഷൻ എന്താ വെച്ചാൽ ഒരു പ്രോബ്ലത്തിന് അൺലിമിറ്റഡ് സൊല്യൂഷൻ ഉണ്ട്. അതിൽ ഈ സിറ്റുവേഷന് മാച്ച് ആവുന്ന സൊല്യൂഷൻ ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ്. ജനറലി ഡിസിഷൻ മേക്കിംഗ് ഡെഫിനിഷൻ വരുന്നത് ആപ്റ്റ് സൊല്യൂഷൻ ഔട്ട് ഓഫ് ദിസ് ഓൾ സൊല്യൂഷൻസ്. ചിലപ്പോൾ ഈ സൊല്യൂഷൻ ഈ ടൈമിന് എടുക്കുന്ന ഈ ഡിസിഷൻ ആയിരിക്കും. ഓക്കെ, കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഈ ടൈമിന് എടുക്കുന്ന ഈ ഡിസിഷൻ ആയിരിക്കും, ചിലപ്പോൾ വേറെ ടൈമിന് എടുക്കുന്ന വേറെ ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ സെയിം പ്രോബ്ലത്തിന് തന്നെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഡിസിഷൻസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കേണ്ടി വരും. സോ ഈ എക്സാക്ട് മൊമെന്റിൽ ഏത് ഡിസിഷൻ എടുക്കുന്നതാണോ ഏറ്റവും ടോപ്പ്, ആ ഡിസിഷൻ എടുക്കുന്ന പ്രോസസ്സിനെയാണ് ആക്ച്വലി ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സാധനം പറയാം. ഓക്കെ, ഇതെനിക്ക് ഏതോ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ വാപ്പ ഏതോ ഇന്റർവ്യൂവിനൊക്കെ പോയപ്പോൾ വാപ്പ ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ വാപ്പ ആക്ച്വലി അവിടെ എഴുതി വെച്ച ആൻസർ വാപ്പക്ക് പറഞ്ഞായിരുന്നു. ആ ഡെഫിനിഷനാണ് ഇപ്പോൾ പറഞ്ഞത്. വാപ്പ UP സ്കൂൾ മാഷാണ്, പക്ഷെ നാട്ടിലെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു പ്രമാണികം പോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞ എഡ്യൂക്കേറ്റീവ് ലെയറിൽ കുറച്ച് മുകളിലിരിക്കുന്ന ആളായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് കോളേജസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇന്റർവ്യൂ ബോർഡിലൊക്കെ വാപ്പ ഉണ്ടാവും. സോ പറഞ്ഞിട്ടുണ്ട്, ഞാനൊക്കെ പോയി ചോദിക്കും നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത് എന്തൊക്കെയാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ഐഡിയ കിട്ടും. അപ്പൊ നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്തതെന്നൊക്കെ പറയും. അപ്പൊ ഒരിക്കൽ പറഞ്ഞ MBAന്റെ ഒരു ഇന്റർവ്യൂക്ക് ഇവര് ചോദിച്ച ക്വസ്റ്റൻ ആണെന്ത് ഈ പറഞ്ഞ എന്താണ് ഡിസിഷൻ മേക്കിംഗ് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാം, കാരണം നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്ന, ഇതിനൊന്നും ഇങ്ങനെ ഡെഫിനേഷൻ ഒന്നും അവിടെ എഴുതിയിട്ടൊന്നും ഇല്ല. പക്ഷെ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓക്കെ എന്നോട് ചോദിക്കുകയാണ് എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ വെച്ചാൽ പറയണമെങ്കിലും ഞാനിങ്ങനെ കുത്തിയിരുന്ന് ആലോചിക്കണമല്ലോ. അതിനെക്കാട്ടി നല്ല ഈ ചോദിക്കുന്ന ആളോട് പോയി ചോദിക്കാം നിങ്ങൾ എന്തൊക്കെ MBA ഇന്റർവ്യൂ ക്വസ്റ്റൻ ചോദിക്കണമെന്നൊക്കെ വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഓക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്ന അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. സോ ഈ രീതിയിലാണ് ആക്ച്വലി ഇതിൻ്റെ വർക്കിംഗ്. ഞാൻ പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഔട്ട് ഓഫ് ദിസ് ഓൾ സൊല്യൂഷൻസ് ഈ എക്സാക്ട് മൊമെന്റിൽ ഏത് സൊല്യൂഷൻ ആണോ ബെറ്റർ ആൻഡ് ആപ്റ്റ്, അങ്ങനെയാണെങ്കിൽ അതിന് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഈ വൃത്തിക്ക് എടുക്കാൻ അറിയുന്ന ആളെ നമ്മൾ ഡിസിഷൻ മേക്കർ എന്ന് പറയും. ഇയാൾ എടുക്കുന്ന ഡിസിഷന്റെ ഓണർഷിപ്പ് ഇയാൾ എടുക്കണം. അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഗെയിം. എന്ത് കൊളായാലും എന്ത് അടിപൊളി, പക്ഷെ എപ്പോഴും ഔട്ട് ഓഫ് 100 ബെസ്റ്റ് ആയിരിക്കുമല്ലോ ഡിസിഷൻ മേക്കിങ്ങിൽ വരിക. ആ ഡിസിഷൻ മേക്കിങ്ങിന്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഇയാൾക്ക് കമ്പനിയിലുള്ള സ്വീകാര്യത കൂടിക്കൊണ്ടിരിക്കും. അല്ല, റിസ്ക് ഇപ്പം അറിയാത്തോണ്ട് ചോദിക്കട്ടെ, ഇപ്പോൾ മസ്കിനിപ്പോൾ അത് പൊട്ടിയില്ല, അത് റോക്കറ്റ് പോയിട്ട് പൊട്ടിയില്ല. അതിലിപ്പം ഔട്ട് ഓഫ് 100 ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഡിസിഷനാണല്ലോ
അത് രണ്ടാമതും പിന്നെ അത് ചെയ്യാന്നുള്ളത്. അതെ, പിന്നെ ഇത് കമ്പനി തുടങ്ങിപ്പോയില്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പൊ അതായിരിക്കും ബെസ്റ്റ് ഡിസിഷൻ. അല്ല, ഞാൻ പറയുന്നത് ഇലോൺ മസ്കിനെ സംബന്ധിച്ച്, ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആക്ച്വലി ഈ പറഞ്ഞ റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ആകാശത്തേക്ക് വിടുക എന്നുള്ള ഇന്റൻഷനിൽ തുടങ്ങിയ ആളല്ല. മൂപ്പർക്ക് മാർസിൽ പോകാന്ന മൂപ്പർ ആഗ്രഹം. മൂപ്പര ഗോൾ തന്നെ മാർസാണ്, ഈ ആകാശത്തേക്ക് വെറുതെ റോക്കറ്റ് പുറത്തലല്ല. അപ്പൊ മൂപ്പര ഗോള് മാർസാണെങ്കിൽ മൂപ്പരെ സംബന്ധിച്ച് മാർസ് എത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മൂപ്പര മനസ്സിൽ സ്ട്രോങ് മൈൻഡിൽ എന്തുണ്ട്, മാർസിൽ പോവാന്നുണ്ട്. അപ്പൊ ആ പ്രോസസ്സിലേക്ക് എന്തൊക്കെ കയറാൻ പറ്റും, അത് നാളെ പോകാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. അതിന് വേണ്ട പല സാധനങ്ങളും ഉണ്ടാകണം. ഈവൻ മൂപ്പര് ഫസ്റ്റ് സെക്കൻഡ് ഹാൻഡ് റോക്കറ്റ് ഇട്ട് നോക്കിച്ചാൽ റഷ്യയിലൊക്കെ പോയിരുന്നു. റോക്കറ്റ് ഇട്ട് റഷ്യയിലൊക്കെ പോയിരുന്നു. മൂപ്പര് സെക്കൻഡ് ഹാൻഡ് റോക്കറ്റ് കിട്ടാൻ വേണ്ടി പോയിട്ട് അവിടെ പോയിട്ട് ആട്ടുത്തുപ്പൊക്കെ കിട്ടി വന്നപ്പോൾ മനസ്സിലായത് റോക്കറ്റ് തന്നെ മര്യാദയ്ക്ക് ഉണ്ടാക്കുന്ന കമ്പനി ഇല്ല, എന്നാൽ നമുക്ക് അത് തുടങ്ങാം എന്ന് പറയുന്ന ആംഗിളാണ് സ്പേസ് എക്സ് തുടങ്ങിയത്. അതാ പറഞ്ഞ ഈ ഇന്റൻഷൻ. അപ്പോൾ സ്പേസ് എക്സ് തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഇമേജ് എന്ന് പറയുന്നത് റോക്കറ്റ് കമ്പനി തുടങ്ങി. ആ റോക്കറ്റ് അടിച്ച് മൂപ്പര് ഇനി ഗവൺമെന്റ് പ്രോജക്റ്റ് ഒക്കെ എടുത്തിട്ട് ആകാശത്തേക്ക് വിടും, വലിയ പൈസക്കാരൻ. മൂപ്പര് ഗോൾ തന്നെ മാർച്ചി പോക്കാണ്. ഓക്കെ, അതാ പറഞ്ഞ നമ്മളെ ഗോള് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റണം എന്നില്ല. അതുകൊണ്ട് ഇലോൺ മസ്ക് മാർച്ചി പോക്കാന്ന് എല്ലാവരോടും പറയുന്നില്ല. അതേപോലെ അയാൾക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നമ്മൾ ഗവൺമെന്റ് പ്രൊജക്ട് എടുക്കാനാണ്, കാരണം അതന്നെ അയാളെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണ്. അതൊക്കെ അത് മതി. അപ്പൊ ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് ആ ഗോളിനെ പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ് ആക്ച്വലി ഈ കമ്പനിയുടെ ഫൗണ്ടർ ചെയ്യേണ്ട ഏറ്റവും അടിപൊളി സാധനം. അത് വൃത്തിക്ക് ചെയ്തു കൊടുത്തതിന് ആക്ച്വലി അവർക്ക് പിന്നെ മനസ്സിലാവും എന്താ ഇതിന്റെ ഗെയിം. അപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇപ്പൊ കറക്റ്റ് മനസ്സിലായ ഗോളും വ്യത്യാസം. ഇപ്പൊ പിന്നെ മാൻ മാനേജ്മെന്റ് ഭയങ്കര ഒരു ടാസ്ക് തന്നെയല്ലേ ശരിക്കും. മാൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കമ്പനി തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കമ്പനി തുടങ്ങുമ്പോൾ ആക്ച്വലി എന്നെ സംബന്ധിച്ച് ആരും ഹയർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് റൂള്. ഓക്കെ, ഹയർ ചെയ്യണ്ട. എന്തിനാ ഹയർ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഹയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതാണ് മെയിൻ എന്ന് പറയുന്ന പോലെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ചെയ്യുന്ന ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ കമ്പനി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സോളാണ് കമ്പനി. ഓക്കെ, നമ്മൾ ഫുൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുള്ളൂ. നമ്മൾ രാവിലെ രാത്രി ഒക്കെ ഫുൾ അതിൻ്റെ മുകളിൽ നമ്മൾ ജിമ്മിന് പോകുന്ന സമയത്തൊക്കെ നമ്മൾ ആദ്യം ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. അതൊന്നും കമ്പനിയിൽ നടക്കില്ല. കമ്പനി ഉണക്കിന് എല്ലാ ദിവസവും ഡിസിപ്ലിൻ ആയിപ്പോവും നമ്മൾ. കാരണം വേറെ കുഴപ്പമില്ല, കാരണം നമ്മളെല്ലാം ഉള്ളൂ, വേറെ ആരും നോക്കാൻ കൊടുക്കേണ്ട സമയം. അതെ, അതങ്ങ് കൊടുത്ത് നമ്മളെ ഹെൽത്തും ടൈമൊക്കെ എടുത്ത് അങ്ങ് വിട്ടുകൊടുത്തിട്ടുള്ളത്. ഇനി മൊത്തത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റായി. അതുകൊണ്ട് പറഞ്ഞാൽ ആൾക്കാർ പ്യുവർ ഇൻറ്റൻഷനിൽ കമ്പനി തുടങ്ങുന്നുണ്ടെങ്കിൽ ഏറ്റവും ഏർലി സ്റ്റേജിൽ ഒരു കമ്പനി തുടങ്ങുക, പെട്ടെന്ന് നിർത്തുക, പോവുക. ഇതാണ് പരിപാടി. മനസ്സിലായോ? ഓക്കെ, ആഗ്രഹം വരുമ്പോൾ തന്നെ കമ്പനി തുടങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പൊട്ടന്റെ സക്സസ് ആണ് സക്സസ്, നേരെ പോകും. അതാണ് ഗോൾഡൻ റൂള്. ഇതന്നെയാണ് ചെയ്യാൻ അല്ലേ നമ്മൾ. ഓക്കെ, നമ്മളൊരു അല്ല അതല്ലേ ഞാൻ വിചാരിച്ചു കുറെ സമയം എടുത്തുമ്പോൾ അതിന് ഭയങ്കരമായിട്ട്, പക്ഷെ ആ റിസ്ക് ആണ് അതിന്റെ ഇതില്ലേ, ആ റിസ്ക് അതിന് കൂടുതലുള്ള. അല്ല, ഞാൻ പറയുന്നത് സമയം എടുത്തിട്ട് അനാലിസിസ് ചെയ്യുന്ന കാര്യമല്ല. ഞാൻ പറയുന്നത് ചില ആൾക്കാർ പറയും കമ്പനി പോയി വർക്കൊക്കെ ചെയ്ത് അതിനെ പറ്റിയിട്ട് ഒരു കോർപ്പറേറ്റ് കൾച്ചറൊക്കെ പഠിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് കൾച്ചർ പഠിച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല, കാരണം നമ്മൾ കോർപ്പറേറ്റ് കമ്പനി അല്ല തുടങ്ങാൻ പോകുന്നത്. കോർപ്പറേറ്റ് കൾച്ചർ സീനാണ്. അതെ, അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണോ കമ്പനി തുടങ്ങാൻ ആഗ്രഹം വരുന്നത്, ആ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നുണ്ട് നമുക്കിത് എന്തായാലും സക്സസ് ആവുന്നുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കുന്ന ഒരു ബഞ്ച് ഓഫ് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഉണ്ടെങ്കിൽ ആക്ച്വലി നമ്മളൊന്ന് അനാലിസിസ് നടത്തുക. ഓക്കെ, ഇത് എന്തൊക്കെ എവിടെ എനിക്ക് കമ്പനി, ഓക്കെ ഈ പണി ഞാൻ എടുക്കാൻ പോവാം, എപ്പം ഞാൻ ഇത് നിർത്താം. ഓക്കെ, ഞാൻ ചിന്തിക്കുകയാണ് ഇപ്പോൾ, ഓക്കെ ഇതൊരു മാർച്ചാണ്, അങ്ങനെയാണെങ്കിൽ ഒരു ഓഗസ്റ്റ് വരാൻ ട്രൈ ചെയ്യും. ഓഗസ്റ്റിനിടയ്ക്ക് ഇതായില്ലെങ്കിൽ ഞാൻ കമ്പനി തുടങ്ങും. ഓഗസ്റ്റിനിടയ്ക്ക് ഇതായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നിർത്തും. അപ്പോൾ ഓഗസ്റ്റ് വരെ ഓൻ ട്രൈ ചെയ്യാണ്. ഓഗസ്റ്റിനിടയ്ക്ക് ഓൻ രാവിലെ ഉച്ചക്കൊക്കെ ഇതിൻ്റെ മുകളിൽ ഇരിക്കുക. ചിലപ്പോൾ മെയ് ഒക്കെ ആകുമ്പോൾ ഇപ്പൊ അല്ലേ മാർച്ച് ഏപ്രിൽ മെയ് ആകുമ്പോൾ തന്നെ മതി തന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നില്ല എന്ന് പറയുന്ന സാധനത്തിലേക്ക്. അപ്പൊ ഗെയിം എന്താ വെച്ചാൽ ഒരിക്കലും നേരെ പോയി കമ്പനി സ്റ്റാർട്ട് ചെയ്യരുത്. കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ലാസ്റ്റ് ആയിരിക്കും. അല്ലെ, എന്തിനാ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്? കസ്റ്റമർക്ക് ബില്ലിട്ട് കൊടുക്കാനാണ്. കസ്റ്റമർ ഉണ്ടെങ്കിലല്ലേ ഈ പണി ആവശ്യമുള്ളൂ, അല്ലാണ്ട് അതിന് മുമ്പ് എന്തിനാ കമ്പനി. സത്യം, വെറുതെ ഇതൊക്കെ ശരിയാണ്. ആ വെറുതെ കമ്പനി അതിന്റെ ബാക്കിലൊക്കെ എത്രയോ എല്ലാരും ഫസ്റ്റ് കമ്പനിന്റെ പേരിടാന്നൊക്കെ. എന്താ ചെയ്യേണ്ടത്? കമ്പനിയൊക്കെ എന്നെ സംബന്ധിച്ച് ലാസ്റ്റ് ബില്ലിട്ട് കൊടുക്കുന്ന തന്നെ തലേന്ന് പോയിട്ട് തുടങ്ങിയാൽ മതി. അത്ര ഉള്ള അതിന്റെ ഇതല്ലേ. ബാക്കിയുള്ളതൊക്കെ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എല്ലാം കൂടി പഠിച്ചിട്ട് ഇപ്പൊ എങ്ങനെ നടക്കാതെ, പിന്നെ എല്ലാം ആ പ്രോസസ്സിൽ പഠിക്കുക കാരണം അല്ലേ, അങ്ങനത്തെ ഒരു പ്രോസസ്സല്ലേ. അല്ല, വേറെ വകുപ്പില്ലല്ലോ ഇതില്. ഇതിപ്പോ ഞാൻ ആരോട് ഡൗട്ട് ചോദിക്കും? ഒന്നുമില്ല. എല്ലാവർക്കും ഡിഫറെന്റ് ആണല്ലോ ബിസിനസ്സിലും തന്നെ.
നമ്മൾ ഗട്ട് ഫീലിംഗിൽ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്തിട്ട് നമ്മൾ ആൾക്കാരെ കൺവിൻസ് ചെയ്തിരുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ഗെയിം. ഈ ആൾക്കാരെന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡർ ആവാം, ഇൻവെസ്റ്റർ ആവാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ എക്സ്റ്റേണലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആവാം, ആരും ആണെങ്കിൽ ആവാം. പക്ഷെ ഇവർക്കൊക്കെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അല്ലേ, നമുക്ക് എല്ലാ കാലവും എക്കാലം എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സാധനം പോലെയാണ് സ്റ്റാർട്ടപ്പ്. നമുക്ക് എപ്പോഴും എല്ലാവരെയും പറ്റിക്കാം, ആരും പറ്റിക്കാൻ പറ്റില്ല. എനിക്ക് നല്ലോണം സംസാരിക്കാൻ അറിയെങ്കിൽ എനിക്ക് ഇൻവെസ്റ്ററിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കാം, പക്ഷെ എനിക്ക് അടുത്ത പ്രാവശ്യം ഫണ്ട് പിടിക്കാൻ പറ്റില്ല. അതെ അതെ, പുള്ളിയാണ് സാധനം, പ്രൊഡക്ട്സ് വരണം അല്ലേ. നമുക്ക് പ്രൊഡക്ട്സ് വരണം എന്നല്ല, പ്രൊഡക്ട്സ് ഉണ്ടാവണം കമ്പനി തുടങ്ങണമെങ്കിൽ. പ്രൊഡക്ട്സ് ഉണ്ടായി എന്നിട്ട് അതിന് ശേഷം ഞാൻ പറയാം, ഞാൻ ആക്ച്വലി കുറച്ചും കൂടി പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ട് സംസാരിക്കുന്നത്. നാട്ടിൽ പ്രൊഡക്റ്റ് കമ്പനീസ് കുറവാണ്. ഓക്കെ, അത് വന്നോട്ടെ എന്നുള്ള ഇന്റൻഷനിലാണ്. എനിക്ക് സർവീസ് കമ്പനിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ഇപ്പം തരുന്നത്. പക്ഷെ ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നത് വൺസ് ഈ സർവീസ് കമ്പനി തരുന്ന റവന്യൂവിനേക്കാളും എത്രയോ ഫോൾഡ് എൻ്റെ പ്രൊഡക്റ്റ് കമ്പനി എന്ത് ചെയ്യും, റവന്യൂ ഉണ്ടാക്കി തരും എന്നുള്ളത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അത് ശരിക്കും ഇപ്പോൾ ഒരു എന്താണ്, ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റൊക്കെ നോക്കുമ്പോൾ പ്രൊഡക്റ്റ് കമ്പനി അല്ലേ, ലൈക്ക് സർവീസ് ഉണ്ടാവും, പക്ഷെ എന്നാലും കുറച്ചുകൂടി എളുപ്പത്തിൽ. അതെ, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവീസ് കമ്പനി എന്ന് പറയുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്താ, ഞാനൊരു സർവീസ് ഉണ്ടാക്കി കൊടുക്കുന്നു, സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി സക്സസ് ആവും എന്ന് പറയുന്ന ആംഗിളാണ് ഞാൻ സർവീസ്. അപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ എന്ത് തന്നെ ഞാൻ ഈ സർവീസ് സെല്ല് ചെയ്യുന്നത്, അടുത്ത കസ്റ്റമർ വന്ന് അടുത്ത സർവീസ്, ഈ സർവീസ് അയാൾക്ക് സെല്ല് ചെയ്യുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ഞാൻ സെയിം പണി തന്നെ എടുക്കണം അല്ലേ. സോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു പണി എടുത്താൽ മതി, ഇതിന് ആൾക്കാർ വരുമ്പോൾ കൊടുത്താൽ മതി അല്ലേ. ഇപ്പൊ ഞാൻ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു സർവീസ് കമ്പനിയാണ്, പക്ഷെ അടുത്തേക്ക് പുട്ടുപൊടി കൊടുക്കുക എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് കമ്പനിയാണ്. ഓക്കെ, അപ്പൊ ആ പുട്ടുപൊടിന്റെ ആൾ എന്ത് ചെയ്താൽ മതി, എല്ലാ സൂപ്പർ മാർക്കറ്റിലേക്കും സാധനം എത്തിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇയാൾ പുട്ടുണ്ടാക്കുന്ന പ്രോസസ്സിൽ എന്ത് ചെയ്താൽ മതി, കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇയാൾ ഈ ഡിസ്ട്രിബ്യൂഷനും പുട്ടുണ്ടാക്കുന്ന പണി ഓണാക്കി കൊടുത്താൽ ബാക്കി നോക്കിക്കോളും. പക്ഷെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നവനിക്ക് വേറെ പല പണി ഉണ്ടാവും, പലതും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉണ്ടാവും. അപ്പോൾ പ്രൊഡക്റ്റൊക്കെ ഇപ്പോൾ ചൂസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്നേ, ഞങ്ങൾ ഫ്രണ്ട്സ് കൂടിയിരുന്നപ്പോൾ ഇപ്പോൾ ഒരു മിഠായി ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ ഏത് മിഠായിയാണ് ഇപ്പോൾ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മിഠായിയുടെ ഫ്ലേവർ ഉള്ളത്. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഒരുത്ത പറഞ്ഞു മണ്ണിൻ്റെ ടേസ്റ്റുള്ള മിഠായി ഉണ്ടെന്നാലോ, നൊസ്റ്റാൾജി അടിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ ചൂസ് ചെയ്യാന്നുള്ള ഒരു സാധനമുണ്ട്. സർവീസ് ആണെങ്കിൽ കുറച്ച് എളുപ്പമല്ലേ, ഒരാൾ വിചാരിച്ചത്. പുതുമണ്ണിന്റെ മണ്ണുള്ള മുട്ടായി ആണെങ്കിൽ വർക്കൗട്ടാ അല്ലേ, ആ മഴ ചെയ്യുമ്പോഴുള്ള ഒരു സ്മെല്ലില്ലേ, ഭീകര സ്മെല്ലേ. അതായിരുന്നു ഡിസ്കഷനിലൊരു മിഠായിയുടെ ഐഡിയ. അതെ, ഞാൻ പറഞ്ഞ ഓക്കെ, നമുക്ക് അത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ മൂന്നാളും കൂടിയാ തുടങ്ങുന്നതെന്ന് വിചാരിക്കുന്നത് മുട്ടായിന്റെ കമ്പനി. അപ്പൊ ഞാൻ പറയണത് ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ഈ മുട്ടായി എങ്ങനെ നാട്ടുകാരത്തേക്ക് എത്തിക്കാൻ പറ്റും നോക്കാം. ഓക്കെ, അത് എന്ത് മുട്ടായി ആണെങ്കിലും ഇത് എത്തിക്കണമല്ലോ. അപ്പൊ അതെന്തായാലും നോക്കാൻ ഒരാൾ വേണ്ടേ അല്ലെ. അപ്പൊ ഞാൻ അത് മാത്രം നോക്കിക്കോളാം. ഓക്കെ, ഷായ്മ എന്ത് നോക്കിയാൽ മതി, മുട്ടായിന്റെ ക്വാളിറ്റി എന്താ നോക്കണ്ടേ, മുട്ടായി ഓക്കെ ഇത് പൊളി മുട്ടായി ആയിരിക്കണം, അത് ഷായ്മ നോക്കുമെന്ന് പറയാം. ഓക്കെ, ദിലീപ് എന്താ ചെയ്യുന്നത്, ദിലീപ് ചെയ്യേണ്ടത് ആക്ച്വലി പറഞ്ഞ പോലെ ഈ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് സാധനം ഏറ്റവും ചീപ്പായിട്ട് എനിക്ക് എത്തിക്കുക എന്നുള്ള പണി എനിക്ക് വേണമെങ്കിൽ ദിലീപ് എടുക്കേണ്ടത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഷൈമിൻ്റെ പണി എടുക്കാണ്ട് എടുക്കൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ഓണർഷിപ്പ് എടുക്കലാണ്. ഓക്കെ, ഒരു ഇഷ്യൂ വന്നാൽ ആരാണ് ഇതിൻ്റെ ഓണർഷിപ്പ് എടുക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ വൈക്ക് ഓടുകയാണ്. ഏത് ആൾക്കാർക്ക് ഞാനൊക്കെ പലയിടത്തും പോയിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സാധനം തുടങ്ങുന്നുണ്ട്, ഇങ്ങനെ ഞാൻ അതിനെപ്പറ്റി പഠിക്കുകയാണ്, ഏതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചാനലുണ്ട്. എന്നിട്ട് ഞാൻ വന്നിട്ട് വൈകുന്നേരം നിങ്ങളോട് പറയണത് ഞാൻ ഇന്ന സ്ഥലത്തേക്കൊക്കെ പോയി, എനിക്ക് ഇന്നത് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നീ എന്താ അവിടെ പോകാൻ, ഞാനത് വിട്ടുപോയി, എന്നാൽ ഞാൻ നാളെ അവിടെ പോകാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ദിലീപിൻ്റെ പെർസ്പെക്റ്റീവിൽ പഠിച്ച സാധനങ്ങളൊക്കെ പറഞ്ഞുതരും. ഈ ഡിസ്കഷൻ ആൻഡ് ലേണിംഗ് ആണ് ആക്ച്വലി സ്റ്റാർട്ടപ്പിന്റെ ബേസിക്സ്. ഇതൊന്നും അധികാളും ചെയ്യില്ല. അധികാളും നേരെ പോയിട്ട് എന്തൊക്കെയാ, എല്ലാവരും കൂടി മുട്ടായി ഉണ്ടാക്കാൻ പോകും. എന്നിട്ട് മുട്ടായി ടോപ്പായിട്ട് മുട്ടായി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് പിന്നെ മുട്ടായി കുറെ പേർക്കുണ്ടാവും. ഞങ്ങളൊരു രീതി അതാണ്. പിന്നെന്ത് ചെയ്യാൻ, നമ്മുടെ പരിപാടിക്ക് വരുന്ന ആക്കെല്ലാം മുട്ടായി കൊടുത്തിട്ട് പരിപാടി സത്യം സൗണ്ട്സ് ലൈക്ക് അസ് അല്ലേ. സത്യം. കാരണം കച്ചവടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇടയ്ക്ക് റീലിലൊക്കെ മോട്ടിവേഷൻ ആയി പോകും, നിങ്ങളെ കൊണ്ട് പറ്റും, ഇത് എല്ലാവരും കൊണ്ട് പറ്റുന്നതാണെന്നൊക്കെ അറിയാൻ ആകെ മോട്ടിവേറ്റഡ് ആയിട്ട് നാളെ തന്നെ കമ്പനി തുടങ്ങണം പറഞ്ഞിട്ട് പിന്നെ അങ്ങനത്തെ ഐഡിയകളോ പറയാം. എന്നെ സംബന്ധിച്ച് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പനി തുടങ്ങാനല്ല വേണ്ട, കമ്പനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും കമ്പനി പോയി അല്ലേ. ഇപ്പം എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് പോഡ്കാസ്റ്റ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് പകരം ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാമെന്ന്, നിങ്ങൾക്ക് ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് തരാം, എനിക്ക് ചെറിയ എന്തെങ്കിലും ശതമാനം തന്നാൽ മതി കമ്പനിയുടെ. അപ്പോൾ മേ ബി നിങ്ങൾ കമ്പനി തുടങ്ങിയിട്ടുണ്ടാവും, നിങ്ങൾ അന്നേരിക്കും കമ്പനി തുടങ്ങിയിട്ടുണ്ടാവുക. ഓക്കെ, നമ്മൾ ഉണ്ടെന്നൊക്കെ പറയും. ഓക്കെ, 10 ആൾക്ക് ഡയലോഗ് അടിക്കും, പക്ഷേ ആ ഒരു ചെറിയ ശതമാനം തന്നാവും എന്ന് പറയും.
എനിക്ക് എന്തൊക്കെ പഠിക്കാം, ഞാനൊരു പൈസ ഉള്ള ആളാണെങ്കിൽ എനിക്ക് ആക്ച്വലി എനിക്ക് ഇവിടെ വന്നിരിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് പഠിക്കുക, കുറയ്ക്കുക, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് എന്നെ കൊണ്ട് പറ്റുന്ന സാധനമാണോ അല്ലയോ എന്നുള്ളത്. ഇതല്ലാണ്ട് ഞാൻ എൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ പോയി തുടങ്ങണം നിർബന്ധമൊന്നുമില്ല. കാരണം കുറേ മെത്തേഡ് ഉണ്ട് നമുക്കിത് അനലൈസ് ചെയ്യാൻ, ഇത് വർക്കൗട്ട് ആവുമോ എന്ന്. കാരണം ഇതൊക്കെ സമയം ലാഭിക്കുന്ന സാധനമാണ്, നമുക്കില്ലാത്തതും സമയമാണ്. പക്ഷെ നമ്മൾ ബിലീവ് ചെയ്ത് നമുക്ക് കുറേ സമയം ഉണ്ട് എന്നാണ് ഒരു വേണ്ടാത്ത ബിലീഫാണ്. അതെ, സത്യം. സമയം ശരിക്കും ടൈം ഈസ് മണി എന്നാണ് പുറത്തൊക്കെ പറയല്. ഇവിടെ അതന്നെ ആയിരിക്കും. അല്ല, ഇവിടെ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ പേയിൽ ഒരു 10 രൂപ കിട്ടാൻ വേണ്ടി 3 മണിക്കൂർ വേണമെങ്കിൽ ഇങ്ങനെ ചുരണ്ടി കളിക്കാൻ ആൾക്കാർ റെഡിയാണ്. ഈ ചങ്ങായിക്ക് 10 രൂപേന്റെ വാല്യൂ ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇതല്ല, പക്ഷെ എന്താണ് നാട്ടിൽ കച്ചവടം തുടങ്ങാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണെന്നാണ്. അല്ല, ഞാനിത് എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത്. ഇതൊന്നും സംഭവം വെച്ച് കഴിഞ്ഞാൽ ജനറലി ഇത് ഫിഗർ ഔട്ട് ചെയ്യും. ഈ എന്റർപ്രണർ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ ഭയങ്കര കുറവാന്നല്ലേ പറയുന്നത്. സ്റ്റഡീസോ സ്റ്റഡി കണ്ടിട്ടുണ്ട്. ചിന്തിക്കുന്ന ആളുണ്ടാവും ഒരു ലൈക്ക് എന്റർപ്രണേഴ്സ് ആവുന്നല്ലേ. അതെ, ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. പക്ഷെ എത്ര ആൾക്കാർക്ക് ഇതിനെ പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഗെയിം. ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞ എല്ലാ അറ്റ്മോസ്ഫിയറും ഒരുമിച്ച് വരണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കോളേജിന്റെ ലാസ്റ്റ് ഇയറിൽ ഈ ഒരു പ്രോസസ്സിന്റെ പാർട്ടായില്ലെങ്കിൽ മേ ബി ഞാൻ കമ്പനി തുടങ്ങുമായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ എത്തുമെന്നൊക്കെ അറിയില്ല. ഓക്കെ, എനിക്ക് ഇത്രയും ഡെപ്ത് ഓഫ് നോളജ് ഇല്ല എങ്ങനെ ഫിഗർ ഔട്ട്. എനിക്ക് ക്ലാരിറ്റി വേണം, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ വേണം ഇത് ചെയ്യാൻ, ഇതെങ്ങനെ വേണം നാട്ടിലെത്തിക്കാൻ, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഈ നോളജ് ഉണ്ടാവണം എന്ന് പറയുന്ന സാധനമാണ്. അല്ലേ, നമ്മൾ പറയില്ല ഇവനിക്ക് ഓക്കെ ഇപ്പം നമ്മൾ മറ്റേ മർമ്മ അറിയുന്നവന് പണിയെടുക്കില്ല എന്നൊക്കെ പറയുന്ന പോലെ, അതേപോലെ ഇത് മർമ്മ അറിഞ്ഞിട്ട് പണിയെടുക്കുന്ന ആളാണ്. ഓക്കെ, നമുക്ക് അറിയാം ഇത് ടഫാണ്, സെയിൽസ് ടഫാണ്, മാർക്കറ്റിംഗ് ടഫാണ്, ഇത് ടഫാണ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. അതാ പറഞ്ഞത്, അത് ആ ഗട്ട് ഫീലിംഗ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറയുന്നത് ആക്ച്വലി അത്രയും എന്തായിരിക്കണം, ഒറ്റ മൈൻഡുള്ള മനുഷ്യനായിരിക്കണം. എന്നാലേ ഫുൾ ടൈം അതിന് കൊടുക്കേണ്ടി വരില്ലേ? അത് ഉറപ്പാ. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ആൾക്കാർ പറയുന്നൊന്നുമില്ല, വീട്ടിലൊക്കെ ഫുള്ള് റേഷൻ കാർഡിൽ നിന്നൊക്കെ കട്ടാവുന്നുള്ളതൊക്കെ മസ്റ്റ് സാധനമാണ്. അതെ, ഞാനെന്റെ ഫേസ് കൂടെ പോയിട്ടോ റേഷൻ കാർഡ് നട്ടത്. അപ്പൊ ഒരു സ്റ്റേജ് 3 കൊല്ലം വരെയൊക്കെ ഞാൻ കമ്പനി തുടങ്ങിയിട്ട് തുടങ്ങി ബാബ PSC സാധനം കഴിച്ചു നമുക്ക്. ഓർക്ക് എന്നാലും ജോലി വേണമെന്നായിരിക്കില്ല. അതെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം അതല്ലേ എന്ന് പറഞ്ഞാൽ, ഓക്കെ ഞാനൊരു റിസ്ക് എടുക്കുമ്പോൾ എൻ്റെ ചുറ്റുപാടുള്ളവർക്കുള്ള മേജർ ആവലാതി എന്താ, ഞാൻ അതിലെന്തെങ്കിലും പോയി തലട്ട്. അല്ലെ, ഞാൻ ബൈക്ക് റൈഡ് പോവാ ജമ്മുവിലേക്ക് എന്നൊക്കെ പറയും ആൾക്കാരുടെ പ്രശ്നം. ഞാൻ ബൈക്ക് റൈഡ് പോകുന്നതാണ്, ഞാൻ ബൈക്ക് എടുത്തിട്ട് മലക്കത്തിന് പറയുന്നുണ്ടോ, അതൊന്നും ആൾക്കാർക്ക് ഇഷ്യൂ അല്ല. പക്ഷെ ഞാൻ ജമ്മു പോകുമ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനിയിപ്പോൾ ഇവൻ വേണ്ടേ ഹെൽപ്പ് ചെയ്യാൻ, അപ്പം നീ പോണ്ടെന്ന് പറയുന്നതല്ല ഏറ്റവും നല്ലത്. അതേപോലെ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് എന്താണ് ജനറലി നമ്മുടെ നാട്ടിൽ ട്രെൻഡിലില്ലാത്ത സാധനം. കാരണം റിസ്ക് എടുക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ വേണം. അല്ലെ, ഇപ്പം ഞാൻ ജമ്മു വരെ പോയാലാണെങ്കിൽ ഞാൻ ഇപ്പം ഷായ്മ പോകുമ്പോൾ ഞാൻ പോയിക്കോ എന്താ, കാരണം വല്ല സീനൊന്നും ഇല്ല അറിയും. ഇത് ഞാൻ ഇന്നേ വരെ ജമ്മു പോകാത്ത ആളാണ്. അല്ലെ, അങ്ങനത്തെ ആളെടുത്താണ് ഷായ്മ പോയിട്ട് എന്തോ പറയുന്നത്, ഞാൻ ജമ്മു പോക്കാം, നീ എന്തിനാ ഓക്കെ. ഇത് ഈ വശം മാത്രമല്ല, പക്ഷെ ഈ വശമാണ് ഇതിലെ മേജർ റോൾ എന്ന് പറയുന്നത്. അതായത് പറഞ്ഞത് ആൾക്കാരെ സപ്പോർട്ടുള്ള ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര പാടാണ്. അത് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇനീഷ്യൽ ഫേസിലൊക്കെ കമ്പനി റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കൺഫ്യൂസിങ് എലമെന്റ്സ് ഉണ്ടാവും. ഇത് ശരിയാവോ, അത് ശരിയാവോ, ഇത് ചെയ്യുന്നതിന് ശരിയാണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത് ആ തോന്നൽ വന്നതിന് അപ്പം കമ്പനി നിർത്തുക എന്നുള്ളതാണ്. അതൊരിക്കലും തോന്നാൻ പാടില്ല. കാരണം നമ്മൾ ഡൗട്ട് ചെയ്താൽ പിന്നെ പോയി തീർന്ന് നമ്മളെപ്പോഴും ഗ്രാഫ് നോക്കിയാൽ മതി. നമ്മൾ ഗ്രാഫ് എപ്പോഴും സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിർത്തുന്നതായിരിക്കും ചിലപ്പോൾ നല്ല ലോങ് റണ്ണിൽ. കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും ഗ്രോത്ത് ഉണ്ടാവണം, കമ്പനി എപ്പോഴും ഗ്രോത്ത് ഉണ്ടാവണം. നമ്മൾ ഓവർ ദ ടേമിൽ നമ്മൾ ഗ്രോത്ത് ഇല്ലെങ്കിൽ ആക്ച്വലി അല്ലേ, നമ്മൾ ചെറിയ ഗ്രോത്ത് ആണെങ്കിലോ മതി, ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലേ, ഇപ്പം നിങ്ങൾ പോഡ്കാസ്റ്റ് നടത്തുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെപ്പം നോക്കുമ്പോൾ 100K ഫോളോവേഴ്സ്, ഇതെന്താ 100K കൂടുന്നില്ലേ എന്ന് പറയുന്ന സാധനത്തിൽ, അപ്പോൾ 100K തന്നെ ഒരു 10 കൊല്ലം നിങ്ങൾ ഇതൊരു 100K തന്നെ വരുന്നത്. അപ്പോൾ ഈ 100K ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കണമെന്ത്, ഇതിൽ നിന്ന് എന്ത് റവന്യൂ വരുന്നുണ്ട്, ഈ റവന്യൂ സ്റ്റേബിളായിട്ട് വരുന്നത് വിചാരിച്ചോ. അപ്പോൾ സ്റ്റേബിളായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ കൊല്ലത്തുള്ള എക്സ്പെൻസ് അല്ല ഈ 10ാമത്തെ കൊല്ലം ഉണ്ടാവുക. സോ നമ്മളിത് അറിയൂല. അപ്പൊ നമ്മൾ ആക്ച്വലി അപ്പൊ നമ്മൾ എന്താണ് ഇത് നോട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ LCUT എന്ന് പറയുന്ന പോലെ ബിസിനസ് പ്ലാറ്റ്ഫോം ഒക്കെ ഫിഗർ ഔട്ട് ചെയ്തത്. ഇതിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ബിസിനസ് ഓണേഴ്സിന് അവരെ ഗ്രാഫ് കാണാൻ പറ്റും, കമ്പനി ഇങ്ങനെ പോകുന്നുണ്ടോ അല്ല താഴേക്കാണോ പോകുന്നത്. ചില ആൾക്കാർ പറയുന്നത് എനിക്ക് നിങ്ങളെ സോഫ്റ്റ്വെയർ വേണ്ടത്, പേടിയാവുന്നത് എന്താണ്. അത് LCUT ശരിക്കും ഞങ്ങൾ നോക്കിയപ്പോ ദിലീപ് നോക്കിയതിനെ പറ്റി നിങ്ങൾ നോക്കിയാൽ ബിസിനസ് ഭയങ്കര ലഘൂകരിക്കുന്നാണ് ഇപ്പൊ കണ്ടിട്ട് മനസ്സിലാക്കി. അതെ, അത് LCUT ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ബിസിനസിന്റെ ഫൈനാൻസ് ഫസ്റ്റ് ഇതിലേക്ക് കയറും. ബേസിക്കലി എൻഡ് ടു എൻഡ് ബിസിനസ്സിൽ എന്തും കയറും. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നത്
ഫണ്ടമെന്റലി ഫൈനാൻസ് കയറും. ഫൈനാൻസ് കയറിക്കാൻ എന്താ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനാലിസിസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ എക്സാമ്പിൾ എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നുകയാണ് അടുത്ത മാസം ഒരു പ്രിന്റർ മേടിക്കണം, 2 ലക്ഷം റുപ്യൻ്റെ പ്രിന്ററാണ്. ഇത് മേടിക്കാൻ എൻ്റെ അടുത്ത് ഫണ്ട് വേണം. ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ പുറത്തുനിന്ന് ഫണ്ട് എടുക്കണോ അല്ലെങ്കിൽ കസ്റ്റമർ ആരെങ്കിലും തരാനുണ്ടോ, ഇതൊക്കെ എനിക്ക് അറിയണമെങ്കിൽ എനിക്ക് ഡാറ്റ വേണം. ഈ ഡാറ്റ എവിടെയുള്ള ഡാറ്റ അക്കൗണ്ടൻ്റ് അടുത്തുള്ളത്. അക്കൗണ്ടൻ്റ് അടുത്ത് ഞാൻ ഫോം വിളിച്ച് ചോദിക്കണത് ഈ ഡാറ്റ ഒക്കെ തന്നു. അപ്പോൾ ആ അക്കൗണ്ടൻ്റ് അറിയില്ല പ്രിന്ററിന് വേണ്ടിയിട്ട് ഇത് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടൻ്റ് ഒരു ഇൻറ്റൻഷൻ ഒന്നും ഇല്ലാണ്ട് വെറുതെ കുറേ ഡാറ്റ തരും. അക്കൗണ്ടൻ്റ് ചിലപ്പോൾ ഞാൻ ഇന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നാളെ ആയിരിക്കും തരിക, ചിലപ്പോൾ ഇന്ന് ഉച്ചയ്ക്കായിരിക്കും തരിക. എനിക്ക് ഇപ്പം കിട്ടണം. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഈ അക്കൗണ്ടന്റ് തരാനാക്കുന്നത്, എനിക്ക് തന്നെ നോക്കാൻ പറ്റുമെങ്കിലോ, ഓക്കെ എനിക്ക് എൻ്റെതായ രീതിയിൽ നോക്കാൻ പറ്റുമെങ്കിലോ. സോ ബിസിനസ്സിലെ എല്ലാ സാധനവും ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ ഓർ അക്കൗണ്ടന്റിന് വേണ്ട പണിയെടുക്കാം, എനിക്ക് എൻ്റെ പണിയെടുക്കാം. ബിസിനസ് ചെയ്യുന്ന എൻ്റെ പാർട്ട്നേഴ്സിന് അല്ലേ, നമ്മളിപ്പോൾ അധികം ബിസിനസ് തുടങ്ങുമ്പോൾ ചില സൈലന്റ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. സൈലന്റ് പാർട്ട്നേഴ്സിൻ്റെ പ്രശ്നം എന്താ, അയാൾ ആദ്യമായിരിക്കും സൈലന്റ്, പിന്നെ അയാളായിരിക്കും ഏറ്റവും വയലന്റ്. അതെ. അപ്പൊ ഗെയിം കൊടുക്കുന്ന വെച്ചാൽ ഈ സൈലന്റ് പാർട്ട്നേഴ്സിന് കറക്റ്റ് ആയിട്ട് ഡാറ്റ കൊടുത്താൽ മതി. അപ്പൊ എന്താ മൂപ്പര് വായ കൂട്ടി നിന്നോളും, പ്രശ്നമില്ല. മൂപ്പര് അതിന് ആദ്യം പറഞ്ഞിട്ടുണ്ടാവും, ഇത് നിങ്ങൾ എന്താ വെച്ചാൽ ചോദിക്കാൻ ഞാൻ ഒന്നും നോക്കില്ല എന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടാവും ഫസ്റ്റ്. അപ്പൊ നമ്മളാണോ സൈലന്റ് പാർട്ട്ണർ ആലോചിക്കേണ്ട അവസ്ഥയൊക്കെ. അതെ. അപ്പൊ ഗെയിം ആണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാൻ പറഞ്ഞ പാസ് ചെയ്യാന്നുള്ളത് തന്നെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അല്ലെ, നമുക്ക് ആ പ്രോബ്ലം തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റുമെങ്കിലോ. ഇയാൾക്ക് ഒരു ആക്സസ് കൊടുക്കുകയാണ് ഈ സോഫ്റ്റ്വെയറിൽ, എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് എന്നിട്ട് കൊടുക്കണം അയാൾക്ക് ഇന്നത് മാത്രം കണ്ടാൽ മതി അല്ലെ. അയാൾ സൈലന്റ് പാർട്ട്ണർ, അയാൾ മേ ബി ചിലപ്പം പറയുണ്ടാവും എനിക്ക് ഇൻവെന്ററി മാത്രം അറിഞ്ഞാൽ മതി എന്താന്നുള്ളത്. അപ്പോൾ നമ്മൾ ദിവസം ഇരുന്നിട്ട് ഇൻവെന്ററിന്റെ കണക്ക് എഴുതി കൊടുക്കാനൊക്കെ ആദ്യം പറ്റും. പിന്നെ ഇൻവെന്ററി ഒക്കെ കോംപ്ലക്സ് ആകുമ്പോൾ പിന്നെ അത് നമ്മൾ മറന്നു പോകും, ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. ചിലപ്പോൾ ഈ ചങ്ങായി മനസ്സിലാവുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ കൊടുക്കുന്നുണ്ടാവുക, ചിലപ്പോൾ ഡിസ്കഷൻ നടത്തേണ്ടി വരും. അതിനൊന്നും ആവശ്യമില്ല. ഈ ചങ്ങായിക്ക് ഇൻവെന്ററി കാണുന്ന ഒരു ആക്സസ് കൊടുക്കുക, ഇൻവെന്ററിയിൽ ഒന്നും അനക്കാനുള്ള ആക്സസ് കൊടുക്കണ്ട, കണ്ടാൽ മതി, കണ്ടോട്ടെ, പ്രശ്നമില്ലല്ലോ. അപ്പം എന്താ വെച്ചാൽ എപ്പോഴും ഡാറ്റ ട്രാൻസ്പെറന്റ് ആണ്. വേണ്ട ആൾക്കാർക്ക് വേണ്ട സാധനം എപ്പോൾ വേണമെങ്കിലും കാണാം, എവിടുന്നും കാണാം. ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഇല്ലേ, അവർക്കിത് ഈ ഒരു കപ്പാസിറ്റി ജനറലി ലാക്ക് ചെയ്യുന്നുണ്ടോ എല്ലായിടത്തും? അതൊരു കോറിലേഷൻ ഉണ്ടോ? ആർട്ടിസ്റ്റിന്റെ ഒരു ടോപ്പിക് ഇപ്പൊ വരാനുള്ള അതല്ല, അതുകൊണ്ടല്ല ഈ ലഘൂകരിച്ച് പറയോ ഇല്ല എന്നുള്ളതല്ല, ഈ കച്ചവടത്തിന്റെ മൈൻഡ് സെറ്റിലും പോയിട്ടില്ല എന്നുള്ളത്. അല്ല അതല്ല ഞാൻ ചോദിക്കണപ്പോ ഈ എല്ലായിടത്തും ഇങ്ങനെ എക്സാമ്പിൾ വെച്ചോരാ, ആർട്ടിസ്റ്റുകൾ ഭയങ്കരമായിട്ട് ഇത് ലാക്ക് ചെയ്യുന്ന പറഞ്ഞേക്കാലോ. ഈ മെയിൻ ആയിട്ടുള്ള ഈ ഒരു നിങ്ങളിപ്പോ ഇതുണ്ടല്ലോ ഈ ആ പ്ലാറ്റ്ഫോം, അത് ശരിക്കും ഈ ആർട്ടിസ്റ്റൊക്കെ നല്ലതാണ്. അതായതിപ്പോ എന്ത് ചെയ്യുന്ന ആർട്ടിസ്റ്റ്, ഒരു പെയിന്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ്, അയാൾക്ക് അത് ആവശ്യമുണ്ടോ എന്നുള്ളതാ ഫസ്റ്റ്. നമ്മൾ ചില സാധനങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നത് ആർട്ടിസ്റ്റുകൾക്ക് ആണ് ആവശ്യം, അറിയാത്ത ആൾക്കാർ അവർക്ക് അറിയില്ല. അല്ല ഈ പ്ലാറ്റ്ഫോം വിറ്റൂലല്ലോ, വിൽക്കാൻ എന്തായാലും പുറത്തിറങ്ങണ്ടേ. അതെ ഞാൻ പറഞ്ഞ ഇത് നടക്കുന്ന പരിപാടിനെ പറ്റി ക്ലാരിറ്റി ഉണ്ടാവുക പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാറ്റ്ഫോം നമുക്ക് വിറ്റില്ലെങ്കിൽ പിന്നെ ഞാനിത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന. അല്ല ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പൊ എങ്ങനെയാ അവരെ സെല്ല് ചെയ്യാനുള്ളൊരു, ഞാൻ ഇതിലൊക്കെ വായിച്ചേ ഞാൻ ചോദിക്കുന്നത് ഇപ്പം കൊറിയയിലൊക്കെ പ്രൈമറി സ്കൂളിൽ തന്നെ അവരെ ഈ ഒരു സ്കില്ലും കൂടെ വളർത്തുന്നുണ്ട് എന്നൊക്കെ വായിച്ച്. ലൈക്ക് നമുക്കിവിടെ തീരെ ഇല്ലാത്തൊരു, നമുക്ക് ഒരു കഴിവുണ്ടായാൽ പോലും നമ്മൾ പല ഭയങ്കര എക്സലന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കാണുന്നുണ്ട്, അവർക്ക് ആ സെല് ചെയ്യാനുള്ള സ്കില്ലില്ലാത്ത ആൾക്കാരെ കാണും. ആർക്കും ഇല്ലെന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ആർക്കും സെല് ചെയ്യാനുള്ള സ്കിൽ. അപ്പൊ അത് എവിടെ കോർ എവിടെ കിടക്കുന്നത്? അതിന്റെ ഒരു കോർ എടുക്കുന്നത് എക്സ്പോഷറിലാണ്. എന്തിനു ഞാൻ സെല് ചെയ്യണം ഇനീഷ്യലി? ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ എന്റെ ജീവിതത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ളിൽ ഞാൻ പീടികയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഞാൻ അയാൾ പറയാന്ന് ഓക്കെ ബ്രെഡിന് 20 റുപ്യാണ്. അപ്പം ഞാൻ പറയുന്നത് 19 റുപ്യേ ഉള്ളൂ, പ്ലീസ് തരാൻ പറ്റുമോ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് 20 റുപ്യ ഉണ്ട്. അപ്പോൾ മൂപ്പര് പറയുന്നത് 19 അല്ല 20 ആണ്, MRP 20 അല്ല എന്നാലും 19 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഉറുപ്പ്യക്ക് വേണ്ടി ഞാൻ ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യം നമ്മുടെ നാട്ടിൽ ആയിരിക്കും ഉള്ളത് അല്ലേ. അപ്പം ആ മൈൻഡ് സെറ്റ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ആ മൈൻഡ് സെറ്റ് ഉണ്ടാവണമെങ്കിൽ ആ മൈൻഡ് സെറ്റിലാണ് ഈ ഗെയിം നടക്കുന്നത്. ആ മൈൻഡ് സെറ്റ് കൾട്ടിവേറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് ആക്ച്വലി സെയിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. മനസ്സിലായി, അവിടെ പിടിക്കണം. മണി ഫ്ലോ നമ്മളെ കയ്യിലുണ്ടാവണം, നമുക്ക് കൺട്രോൾ. കാരണം എല്ലാം നെഗോഷിയേറ്റബിളാണ്. കാരണം എന്തുകൊണ്ടാണ് ഇപ്പം ഞാനൊരു സ്ഥാപനം തുടങ്ങി, എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയാണ് എടാ ഇപ്പം എനിക്ക് സാധനം വേണമെന്ന് പറയുമ്പോൾ എനിക്ക് ഡിസ്കൗണ്ട് കൊടുക്കില്ല. ഞാൻ
അപ്പൊ ഓനിക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ എനിക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്നല്ല അർത്ഥം അല്ലെ? അപ്പൊ എനിക്ക് കസ്റ്റമർക്ക് ഇന്റലിജന്റ് കസ്റ്റമർക്ക് വന്നിട്ട് എന്ത് ചെയ്യും, എന്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷെ പാവപ്പെട്ടവർ പോയിട്ട് എന്ത് ചെയ്യും, പറയുന്നത് കേട്ടിട്ട് പൈസ കൊടുത്തിട്ട് ഇങ്ങ് വരും. ഈ പാവപ്പെട്ടവർ ഞാൻ ഉദ്ദേശിച്ചത് പൈസ ഇല്ലാത്ത ആളാണ് കേട്ടോ. ഈ നമ്മുടെ നാട്ടിലെ മിഡിൽ മാൻസിലെ ആൾക്കാർ ജനറലി പോയിട്ട് ആ മൈൻഡ് സെറ്റ് അവർക്ക് കൾട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫണ്ട് ഉണ്ടാക്കുന്നത് ഫണ്ട് സേവ് ചെയ്തിട്ടല്ല, ആ മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ്. ഫണ്ട് നമ്മൾ സേവ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ സേവ് ചെയ്തിട്ട് കാര്യമില്ല ഉദ്ദേശിച്ചത്, ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് ഉള്ള ഫണ്ടല്ലേ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അതെ, ഞാൻ സ്പെൻഡ് ചെയ്യാൻ പോവാ. എനിക്ക് അറിയാം MRP 20 റുപ്യാന്ന് അല്ലെ? ഞാൻ വാപ്പ എനിക്ക് 20 റുപ്യ എന്നിട്ട് ബ്രെഡ് മേടിക്കാൻ പറയുമ്പോൾ ഞാൻ അവിടെ 19 റുപ്യക്ക് 1 റുപ്യ ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് തുടങ്ങുന്നുണ്ട് ഈ ഒരാളെ സെല് ചെയ്യാനുള്ള അയാളുടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. എന്റെ ഒരു പ്രശ്നം നെഗോഷിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ പിടിച്ചേക്കാൻ ഭയങ്കര പാടാണ്. നമുക്ക് പറയാം 1-2 ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടി സെല്ലായി പോവുമായിരിക്കും. പക്ഷെ ജനറലി അത് കുറച്ച് പാടാണ് അല്ലേ? ഇപ്പൊ ഇതേ ചിത്രം തന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതേ ചിത്രം തന്നെ നമ്മൾ വരച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ 100 റുപ്യക്ക് വിറ്റ് പോകുന്നുണ്ടാവാം. പക്ഷെ അത് വേറെ ആരെങ്കിലും വരച്ചാൽ ചിലപ്പോൾ അത് 1 ലക്ഷത്തിന് വിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെ അയാൾക്ക് വിൽക്കാൻ പറ്റുന്നത്? അയാളും ഇത് തന്നെയല്ലേ വരച്ചിന് അല്ലെ? അതേ പറഞ്ഞ ആ ലെവറേജ് എടുക്കാൻ അറിയുന്ന ആളാണ് ഗെയിം. ആ മൈൻഡ് സെറ്റ് ഉണ്ടാവണമെങ്കിൽ ആക്ച്വലി പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ഇറങ്ങണം. നമുക്ക് മനസ്സിലാവണം എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താ പരിപാടി. നമ്മുടെ നാട്ടിൽ മണി എന്ന് പറയുന്ന ചർച്ചയേ ഇല്ല. നമ്മൾ മണി സ്പെൻഡ് ചെയ്യാന്നുള്ളത് ചർച്ചയേ ഉള്ളൂ. അതായത് എന്തിനു ചിലവാക്കാം, നിന്റെ അടുത്തില്ല എന്നാൽ നീ ഇപ്പോൾ പൈസ ഉള്ളപ്പോൾ നമുക്ക് ചിലവാക്കാം, ഡിസ്കസ് ചെയ്യാം. സ്കൂളിലൊന്നും നമുക്ക് കൺസെപ്റ്റ് കിട്ടുന്നില്ലല്ലോ മണിയുടെ. ഞാൻ പറഞ്ഞത് ആര് പഠിപ്പിക്കും? ഈ ഒരു നമ്മളെ ഈ സെക്സ് വാങ്ങിച്ചൊരു സാധനമാണ് മണീനെ കുറിച്ചുള്ള സംസാരം. അതായത് ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് പോയി കഴിഞ്ഞാലേ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടെങ്കിലേ നമുക്കത് പറയാൻ ഒരു മടിയുള്ള ഒരു സംഭവമില്ലേ? അല്ല, പൊതുവെ നമ്മളൊക്കെ ഒരു ഏജ് വരെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. നമുക്കൊരു ഭയങ്കര മോശം പരിപാടി സ്പ്ലിറ്റ് മോശല്ലേ നമ്മൾ കൊടുക്കണ്ടേ. അത് എന്താ പറയുക, ഞാൻ എൻ്റെതായ കുറച്ച് തിയറി ഉണ്ടാക്കി വെച്ചിന്. ഇപ്പം എനിക്ക് തോന്നിയൊരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ബ്രദറും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ജനിച്ചത്. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ വീട്ടിൽ വാപ്പ നമ്മളെ മിൽക്ക് ബിസ്ക്കറ്റ് ഇല്ലേ, ഏത് നമ്മളെ ടൈഗറോ മറ്റേത് നമ്മളെ ആ കണ്ണുമൂക്കൊക്കെ ഉള്ള അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേ ബി പണ്ട് 10 റുപ്യക്ക് എനിക്ക് ഒരു 10 ഉള്ള സാധനം കിട്ടുമായിരിക്കും. വാപ്പ അത് വാങ്ങിച്ചിട്ട് വരും. വാപ്പക്ക് അത് വാങ്ങിക്കാനുള്ള കഴിവേ ഉള്ളൂ. വാപ്പ അത് വാങ്ങിച്ചു വരുന്നേക്ക്. ഇത് ഇതാട്ടോ എക്സാമ്പിൾ പറയട്ടോ. ഓക്കെ, നേരെ വരുന്നു. അപ്പം ഞാൻ ഈ 10 മുക്കി തിന്നും. വാപ്പ എന്ത് ചെയ്യും, അടുത്തൊരു കുട്ടി വരും, എൻ്റെ ബ്രദർ വന്നത്. ബ്രദറിനും കൂടി ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാനുള്ള കഴിവ് വാപ്പക്കില്ല. പക്ഷെ വാപ്പ ഇതേ ബിസ്ക്കറ്റേ മേടിക്കുള്ളൂ. അപ്പം ഞാനിനി എന്ത് ചെയ്യണം? ഞാനിപ്പോൾ പകുതി ഓനിക്ക് കൊടുക്കണം. ഇതിനെ നാട്ടുകാർ എന്ത് പറയും, ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറയും. വാപ്പ ഉണ്ടാക്കിയ പ്രശ്നമാണിത്. അതെ, അപ്പം എന്താ പ്രശ്നം വെച്ചാൽ നമ്മളെല്ലാം കൊടുക്കും. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് കൊടുത്തിട്ടാണ് ശീലം, വാങ്ങിച്ചിട്ട് ശീലമില്ല അല്ലേ? നമ്മൾ കൾച്ചറിൽ നമ്മളെന്താ ചോദിച്ച് വാങ്ങിക്കുന്ന ശീലമുള്ളത് ഇല്ല. അത് ചോദിച്ചു വാങ്ങുന്ന ശീലമില്ലാത്ത ഇതാണ് നമ്മൾ മൂല്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ കൾച്ചർ മൂല്യം എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഈ പറഞ്ഞ കമ്പൈൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് സാധനം ചെയ്യുന്നത് അല്ലേ? ഇപ്പം എൻ്റെ ഈ കമ്പൈനിൽ ഏതെങ്കിലും ഒരുത്തിനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ ഈ ഹോൾ നിങ്ങൾ തന്നെയാണ് നോക്കിയാൽ മതി. നിങ്ങളൊരു ഫാമിലി ജനറേഷനിൽ നിങ്ങൾ ഏതെങ്കിലും ഒരാളെടുത്ത ഡിസിഷനിലായിരിക്കും നിങ്ങളെ ഫാമിലി മെച്ചപ്പെട്ടിട്ടുണ്ടാവുക ജനറലി. അതാ പറഞ്ഞത്, ആ ഒരാൾ എടുക്കാൻ ആ ഫാമിലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഈ കമ്പൈനായിട്ട് നിൽക്കുമ്പോൾ ഇത് ഓക്കെയാണ്, ഈ പറഞ്ഞ സാധനം ഓക്കെയാണ്. ഒരാളെടുത്ത് ഫണ്ട് ഉണ്ടാവും, ഒരാൾ നല്ലോണം എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്കും പ്രശ്നം ഉണ്ടാവില്ല. കുറേ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഫാമിലി എടുക്കുകയാണെങ്കിൽ ഒരു 5 ആളുണ്ടെങ്കിൽ അതിൽ 5 ആളിൽ ഞാൻ മാത്രമേ ഒന്നും മെച്ചപ്പെടാത്തുള്ളൂങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ സ്ഥലത്താണ് ജീവിക്കുന്നതായിരിക്കും, എനിക്കിപ്പോൾ അത് പ്രശ്നമാണ്. കാരണം വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവരില്ല, മനസ്സിലായി? അപ്പോൾ എനിക്ക് ഈ സ്കില്ലില്ല. മറ്റേന്ന് വെച്ചാൽ കമ്പൈനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ആ സ്കില്ലിൻ്റെ പ്രശ്നം ഉണ്ടായില്ല. ഇപ്പം എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് ആ സ്കില്ലിൻ്റെ ആവശ്യമുണ്ട്. അത് എനിക്ക് ആണെങ്കിൽ ഇവർ പഠിപ്പിച്ചു തന്നിട്ടുമില്ല. അതാണ് ഇതിൻ്റെ ഫണ്ടമെന്റൽ പ്രോബ്ലം എന്ന് എനിക്ക് തോന്നുന്നത്. മണി മാനേജ്മെന്റ് ശരിക്കും ഞാൻ 30 കഴിഞ്ഞിട്ടാണ് ഞാൻ കേൾക്കുന്നത് മണി മാനേജ്മെന്റ്. അതിന്റെ മുന്നേ പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെ പറയുന്ന വെച്ചാൽ സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ആപത്ത് കാലത്ത് കൈപ്പത്ത് തിന്നാം, എത്താമത് ഒന്ന് പോയി പണിയാക്കാൻ പറഞ്ഞാണ് അതൊക്കെ കേട്ടിട്ടുള്ളത്. ഞാനെപ്പോഴും ഫസ്റ്റ് ചോദിക്കല് ക്രെഡിറ്റ് കാർഡ് നല്ലതാണോ ചോദിക്കാം. ക്രെഡിറ്റ് കാർഡ് ഹറാം, അപ്പൊ നമുക്ക് മനസ്സിലാകുന്നു മൂപ്പർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ധാരണ. ക്രെഡിറ്റ് കാർഡ് ശരിക്കും യൂസ് ചെയ്യാൻ പഠിച്ചാലേ അത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഷൗട്ട് ഔട്ട് സാനൽ, അവൻ ഇങ്ങനത്തെ എല്ലാ സാധനവും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണതാണ്. ലൈക്ക് അത് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വാങ്ങും,
എന്നിട്ട് വേഗം ഫണ്ട് ആക്കി കിട്ടും, എന്നിട്ട് ആ പോയിന്റ്സ് കളക്ട് ചെയ്യുന്നിട്ട് പോയിന്റ്സ് കൊണ്ട്. അതെ ഞാൻ പറഞ്ഞ ഓരോരുത്തർ ഓരോ ഗോളല്ലേ, അതാ പറഞ്ഞ ചില ആൾക്കാർ ആ മോഡലിൽ പോകും. ഞാൻ പറഞ്ഞു നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഗെയിം പോലെ നമുക്ക് എന്താ ഉണ്ടാക്കണം, നമ്മളെ ഗോൾ എന്താ, ഫണ്ട് ഉണ്ടാക്കലാണോ, എന്നാൽ ഫണ്ട് ഉണ്ടാക്കുന്നതിൽ ടോപ്പ് കളി കളിക്കണം. നമ്മളെ ഗോൾ കമ്പനി തുടങ്ങുകയാണോ, കമ്പനി തുടങ്ങാൻ പറ്റുന്ന ടോപ്പ് ഉണ്ടാക്കണം. നമ്മളെല്ലാത്തിലും എല്ലാം ആവാൻ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പോഡ്കാസ്റ്റിൽ വന്നിരിക്കാം. നമ്മൾ എല്ലാത്തിലും എല്ലാം നോക്കാൻ, കാരണം എന്താ വെച്ചാൽ നമുക്ക് ആൾക്കാർ നമ്മളെ കൂടെ വരും, നമുക്ക് ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനനുസരിച്ചുള്ള ആൾക്കാരുണ്ട് അല്ലേ. ഞാൻ എൻ്റെ കമ്പനി അടിപൊളിയായിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടും. നല്ല പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി ബാങ്ക്സ് ഇങ്ങോട്ട് വന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എങ്ങനെയാണ് ലോൺ എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എടുക്കേണ്ടത്. ഞാൻ എൻ്റെ പണി വൃത്തിക്ക് എടുത്താൽ മതി, ആൾക്കാർ ഇങ്ങോട്ട് വന്ന് പഠിപ്പിച്ചു തരും എന്തൊക്കെയാണ്. ഇപ്പൊ ആൾക്കാർ എൻ്റെ വീട്ടിലെ പണിയെടുക്കണില്ലെങ്കിലും ആൾക്കാർ വന്നിട്ട് നിങ്ങളെ വീട്ടിൽ പണിയെടുക്കുകയാണെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്ത് തരും, ഇതൊക്കെ പഠിപ്പിച്ചു തരും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഇന്റൻഷനിലും ചെയ്യുന്ന ഒരു ആഗ്രഹം ഉള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അത് എന്തോ ആവാം, അതിൽ ഏറ്റവും ടോപ്പ് ആവാൻ ശ്രമിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി ബാക്കിയൊക്കെ നമുക്ക് നാട്ടുകാരും സൊസൈറ്റിയൊക്കെ തന്നെ പഠിപ്പിച്ചു തരും. പിന്നെ ഈ ആൾക്കാരെ എത്ര ആൾക്കാരെ ഹയർ ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ? ഇപ്പൊ ടോട്ടല് 130 ആൾക്കാർ. എങ്ങനെയാണ് ഹയറിംഗ് പ്രോസസ്സ്? എങ്ങനെയാണ് നിങ്ങളെ ഹയറിംഗ് പ്രോസസ്സ്? സീക്രട്ടാ. എന്നാലും ശരിക്കും ആൾക്കാരെ ഇപ്പൊ എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള റൈറ്റ് ആൾക്കാരെ എടുത്തിട്ട് റൈറ്റ് സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് പിന്നത്തെ. കമ്പനിയിൽ ഓരോ ഫേസ് ഉണ്ടല്ലോ. കമ്പനി ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹയർ ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഹയർ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അത്രയും ശ്രദ്ധിക്കണം. ഈ ഒറ്റ എടുത്താൽ മതി കമ്പനി കൂട്ടിക്കാൻ. ഓക്കെ, റോങ് ആയിട്ടുള്ള ഹയർ മതി. നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ടുള്ള സമയത്ത് എടുക്കുന്ന ഡിസിഷൻസിൽ മണ്ടത്ര ആൾക്കാരൊക്കെ ഹയർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഓനെ കൊണ്ട് പറ്റാവുന്നതിന് അപ്പുറം പണി നമ്മൾ കൊടുക്കും. എന്നിട്ട് ഓൻ നിർത്തിപ്പോകുമ്പോൾ ഇവിടെ ഫുള്ള് കൊളന്നുകൊണ്ടിട്ടാ പോവാ. അപ്പൊ മൊത്തം കൊളായി കിട്ടും. ഒരു റോങ് ഹയർ മതി കൊളാവാൻ. പക്ഷെ കമ്പനി വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വൺസ് ഒരു ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വൺസ് ഒരു മൂവ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്ച്വലി ഗ്രോ ചെയ്യേണ്ട ഒരു ഫേസാണ്. ഈ ഗ്രോ ചെയ്യേണ്ട ഫേസിൽ ആക്ച്വലി നമ്മൾ ഹയർ ചെയ്യുന്നത് കുറച്ചധികം കോൺസെൻട്രേറ്റ് ചെയ്യണം. ആ സമയത്ത് ആക്ച്വലി നമ്മൾ ഹയർ ചെയ്യുന്ന വൃത്തിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പണിയാണ്. പക്ഷെ ഇനീഷ്യൽ ഫേസിൽ ഒന്നും ആലോചിക്കുകയേ വേണ്ട. ഇനീഷ്യൽ ഫേസിൽ ടൈം എടുത്താലും കുഴപ്പമില്ല, പണി നടക്കട്ടെ. ഓക്കെ, കുറച്ച് ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഇതൊരു 6 മാസം എന്നുള്ളത് 3 മാസം ആക്കാൻ പറ്റും, കുഴപ്പമില്ല. അത് 6 മാസം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി, തിരക്കാക്കണ്ട. ഓൻ വന്നിട്ട് ചിലപ്പോൾ അത് കമ്പനിയെ പൂട്ടിക്കേണ്ട അവസ്ഥ വന്നാലും. പിന്നെ എന്നാലും ആൾക്കാരുടെ സ്വഭാവമൊക്കെ ഇപ്പോൾ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റും ഇന്റർവ്യൂല്. ആൾക്കാരെ മനസ്സിലാക്കി എന്താ നോക്കുന്നത്. അത് ഞാൻ പറയുന്നത് കമ്പനിയിൽ ആളെ ഹയർ ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയിട്ട് അയാൾ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഞാനിപ്പോൾ ഒരാളെ ഹയർ ചെയ്യും, ഞാനിപ്പോൾ ദിലീപിനെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയണം ദിലീപ് ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് അല്ലേ. ഇപ്പോൾ ദിലീപ് എനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഞാനാണ് അൾട്ടിമേറ്റ്ലി ഡിസിഷൻ എടുക്കേണ്ടത് ദിലീപ് വേണോ വേണ്ടോ എന്നുള്ളത് അല്ലേ. അപ്പം ഞാൻ തന്നെ പറയണെന്ത് ഇല്ല, ദിലീപിനൊപ്പം സംസാരിക്കുമ്പോൾ ദിലീപിനെ ഞാൻ വിചാരിച്ച ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ക്വാളിറ്റി എക്സീഡ് ചെയ്യുന്നുണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ സൈഡ് ഓക്കെയാണ്. എൻ്റെ സൈഡ് ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവരെ ഓക്കെ ആക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ പണിയാണ് ഇപ്പോൾ ദിലീപിനെ ഹയർ ചെയ്യുക എന്നുള്ളതിൻ്റെ മെയിൻ എന്തുള്ളത് ഇൻറ്റൻഷൻ ഉള്ളത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരോട് ദിലീപ് പൊളി മനുഷ്യനാണ് വന്നിങ്ങനെ ടോപ്പാവും ഇത് പറയാനുള്ള ധൈര്യം നമ്മുടെ നാട്ടിൽ അധികം ആൾക്കാർക്കും ഇല്ല. കാരണം എന്താ വെച്ചാൽ ദിലീപ് വന്ന് കൊളാക്കിനെങ്കിൽ എൻ്റെ റെപ്യൂട്ടേഷൻ അടക്കം പോകും. അതെ, ഡിസിഷൻ എടുക്കണം. അപ്പോൾ ആ ഓണർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗെയിം. അതേ പറഞ്ഞേ അൾട്ടിമേറ്റ്ലി ഈ ഡിസിഷൻ എടുക്കുന്നതിൽ ഓണർഷിപ്പിലാണ് ഗെയിം കിടക്കുന്നത്. ഞാൻ എടുക്കുന്ന അപ്പോൾ കമ്പനീൻ്റെ ഉള്ളിൽ കമ്പനി വീട്ടിൽ ഇതാവും. ഇപ്പോൾ 100+ ആൾക്കാരുള്ള കമ്പനിയൊക്കെ ആകുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ കുറേ സെറ്റ് ഓഫ് അപ്രൂവൽസ് ഒക്കെ കയറി വരും. ഇയാൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇയാൾ അപ്രൂവൽ വേണം, ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യണം, ഇങ്ങനെ വേണം, ഈ ബഡ്ജറ്റ് നോക്കണം, ഈ ബഡ്ജറ്റ് എക്സീഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം എനിക്ക് സ്കില്ല് നോക്കണം, ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് കയറി. പക്ഷേ നമ്മുടെ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല. സ്റ്റാർട്ടപ്പിൻ്റെ ആംഗിൾ നോക്കുകയാണെങ്കിൽ വെരി സിമ്പിളാണ്. ഓനെ കൂടെ വരാം, എന്നിട്ട് ഓനോട് പറയാം നമ്മളിതൊക്കെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ എല്ലാ പണിയും എടുക്കേണ്ടി വരും, നിങ്ങൾക്ക് പറ്റുമോ. ഈവൻ എയർബിഎൻബിൻ്റെ ഫൗണ്ടർ ഹയർ ചെയ്യുന്ന സമയത്ത് പറയുന്നതൊക്കെ ഉള്ളത് മൂപ്പര് ചോദിക്കും, നിങ്ങൾ അടുത്ത കൊല്ലം മരിക്കും ഓക്കെ എന്ന് വിചാരിക്കുക, നിങ്ങളിവിടെ വർക്ക് ചെയ്യും, അത്രയും ഡെഡിക്കേഷൻ ഇവിടെ നിൽക്കണം ഓക്കെ, എന്നാലേ നിങ്ങൾ ഇവിടെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആ ലെവലൊക്കെയാണ് കമ്മിറ്റ്മെന്റ് വേണ്ടത് സ്റ്റാർട്ടപ്പിൽ. പറഞ്ഞ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താ വെച്ച് കഴിഞ്ഞാൽ
ഒരു 4-5 മാസമൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൾക്കാർ ഹയർ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ നേരെ പോയി ഓക്കെ നീ നാളെ വാന്ന് പറഞ്ഞിട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ഫ്രീഡം ഉണ്ടാവും. പക്ഷെ എന്നാലും ആ ചങ്ങായിൻ്റെ അടുത്ത് കൂടുതൽ സംസാരിച്ച് നമ്മളെ വൈബൊക്കെ മാച്ച് ആക്കി നമ്മളെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇന്റർവ്യൂ സെഷൻസ് വരുന്നതല്ലേ. അല്ല അത് കോർപ്പറേറ്റിൽ ഇന്റർവ്യൂ സെഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ അധികം ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് സ്റ്റാർട്ടപ്പിന് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ നാളെ ഇപ്പം പറയുന്ന ഒരു ആങ്കർ ആണ് ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ആങ്കർ നമ്മൾ വേണമെങ്കിൽ ആരെ വെച്ചായിട്ട് ഹയർ ചെയ്യും, എന്നിട്ട് ആങ്കർ വെച്ച് പരിപാടി എടുക്കും. ഞാൻ പറയുന്നത് സ്റ്റാർട്ടപ്പിൽ അങ്ങനെയല്ല ഫിഗർ ഔട്ട് ചെയ്യേണ്ടതെന്നാണ്. സ്റ്റാർട്ടപ്പിൽ നമ്മൾ ഒരാളെ എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പെർട്ടിക്കുലർ പേഴ്സൺ വന്നു കഴിഞ്ഞാൽ എല്ലാ ആംഗിളിലും നമുക്ക് മാച്ച് ആവുന്ന ആളാണോ അല്ലേ. ഇപ്പോൾ ഒന്നും മിണ്ടാത്തൊരു ചങ്ങായി വരുന്നത്, പക്ഷെ എനിക്ക് ആരൊക്കെ സ്കില്ലുണ്ട്. പക്ഷേ ഈ ഒന്നും മിണ്ടാത്ത ചങ്ങായി നമുക്ക് ചിലപ്പോൾ ഓനെയും കൂട്ടിയിട്ട് ട്രിപ്പ് പോകാൻ പറ്റില്ലായിരിക്കും. ഓക്കെ എന്ന് പറഞ്ഞാൽ ടീം വൈബിന് മാച്ച് ആവില്ലായിരിക്കും. അപ്പം നമ്മൾ പല ഫാക്ടേഴ്സ് നമ്മൾ നോക്കുമെന്ത് ഫിഗർ ഔട്ട്. ഇത് നമുക്ക് ഡേ 1 കിട്ടൂല. ഡേ 1 നമുക്ക് വന്നിട്ട് സംസാരിക്കുമ്പോൾ കിട്ടില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കമ്പനി തുടങ്ങിയിട്ടല്ല എന്ത് ചെയ്യണ്ടേ, നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങണ്ടേ. പ്രൊഡക്റ്റ് അതേപോലെ ഈ ചങ്ങായിനെ 100% പഠിച്ചിട്ട് ഓൻ്റെ കൂടെ നിന്ന് സംസാരിച്ചിട്ടൊക്കെ വേണം ഓനെ ഹയർ ചെയ്യാൻ. അല്ലാണ്ട് ആദ്യമേ പോയി ഹയർ ചെയ്യരുത്. അതെ. അപ്പോൾ മനസ്സിലാവുന്ന ചോദ്യങ്ങളും ചോദിക്കേണ്ടി വരും അല്ലേ ഇൻ്റർവ്യൂ ഒക്കെ. അപ്പോൾ കാരണം എന്താ അറിയോ, ഈ പല കമ്പനികളിലും ഇപ്പോൾ ആൾ കുറഞ്ഞ കമ്പനിയാണെങ്കിൽ ആൾക്കാർ തമ്മിലൊരു ബന്ധം ഉണ്ടാവും. പിന്നെ ഈ കുറേ ആൾക്കാരായി കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ആൾക്കാർ ഈ സംസാരിച്ച് കയറി നിൽക്കാൻ പറ്റുന്നവരൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മളെ ചെക്കന്മാരൊക്കെ പറയുന്നതാണ് ബാംഗ്ലൂരിൽ ഒക്കെ പഠിക്കുന്നത്, പണിയെടുക്കാത്ത കുറേ ആൾക്കാരുണ്ടാവും മേലെ നിന്നിട്ട്. അവർ എല്ലായിടത്തും കയറിയിട്ട് അടിച്ച് അതങ്ങനെ എടുക്കുന്ന ഇങ്ങനെ അടക്കുന്ന പറഞ്ഞിട്ട് പറയും ചെയ്യും. ഇവരാണെങ്കിൽ എന്താ ഓല ചെയ്തന്നെ പറയാൻ പറ്റില്ല. അതിപ്പോ ഒരു കോർപ്പറേറ്റ് കമ്പനി ഞാൻ കോർപ്പറേറ്റ് കമ്പനി ആവാൻ വിടൂല. അല്ല കോർപ്പറേറ്റ് കമ്പനി നമ്മളെ കമ്പനിയിൽ ആക്ച്വലി ലീവൊക്കെ അൺലിമിറ്റഡ് ലീവാണ്. നമ്മുടെ അറ്റൻഡൻസ് ഒക്കെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. കോർപ്പറേറ്റ് കമ്പനി ആക്കണമെന്നില്ല. കോർപ്പറേറ്റ് കമ്പനി ആവുന്നതാണ്, ഞാനായിട്ട് ഉണ്ടാക്കേണ്ടത്. അതാ പറഞ്ഞ ആഗ്രഹം നമ്മൾ എനിക്ക് എൻ്റെ ആഗ്രഹം കോർപ്പറേറ്റ് കമ്പനി ഉണ്ടാക്കലല്ല. എൻ്റെ ആഗ്രഹം ഈ പ്രൊഡക്റ്റോ സർവീസ് ബെറ്റർ ആക്കലാണ്. അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മേ ബി കോർപ്പറേറ്റ് ആവേണ്ട വന്നേക്കാം. കോർപ്പറേറ്റ് ആവുമ്പോൾ പിന്നെ ഗെയിം വേറെ ലെവലാണല്ലോ, പൊളിറ്റിക്സ് അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതെന്ന് വെച്ചാൽ കമ്പനീൻ്റെ ഉള്ളിൽ നമ്മൾ ഹയർ ചെയ്യുന്ന ആൾക്കാർ വൃത്തിക്ക് ഹയർ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങളാണ്. ഇനീഷ്യലി ഹയർ ചെയ്യുന്ന ആൾക്കാർ അതാ ഞാൻ പറഞ്ഞ കമ്പനി കോളാക്കാൻ അവർ മതി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയിലുള്ള താഴെത്തട്ടിലുള്ള ആൾക്കും ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ഏറ്റവും കുറവ് വേജ് എടുക്കുന്ന ആൾക്കാർ മുതൽ ഏറ്റവും ടോപ്പ് വേജ് എടുക്കുന്ന ആൾക്കാർ കുറേ പേഴ്സണലി എന്നെ വന്ന് മീറ്റ് ചെയ്ത് എന്ത് വിഷമം വേണമെങ്കിലും പറയാം. ഓക്കെ അപ്പം ഞാൻ അവരോടത്ത് അവരെ കാണുമ്പോൾ ഒക്കെ സംസാരിക്കും, എന്തോ യു ഓൾ ഗുഡ്, ഓക്കെ അല്ലേ, കാര്യങ്ങളൊക്കെ വൃത്തിക്ക് പോകുന്നില്ലേ എന്ന് വയ്ക്കും. കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാനത് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവർക്കൊരു ഫ്രീഡം കൊടുക്കുകയാണ്. അവർക്ക് ഇപ്പോൾ ഒന്നും പറയില്ല, പക്ഷെ ഞാനത് ചോദിക്കുമ്പോൾ അവർക്കൊരു അല്ലേ നമ്മളിങ്ങനെ കെയർ ചെയ്യുന്ന ഒരാളോട് പറയുമ്പോൾ ആ വിഷമം ഹിറ്റ് ചെയ്യുമ്പോൾ അവരെൻ്റെ അടുത്ത് വരും. ആ വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ ഓണാക്കി ഇടണം എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി കമ്പനി വലുതാവുമ്പോൾ നമുക്ക് എല്ലാ ഏരിയയിലേക്കും നമുക്കൊരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. കാരണം ഡിസിഷൻ എടുക്കേണ്ട ആൾക്കാർ അയാൾ കൊളായിട്ടാണ് ഡിസിഷൻ എടുക്കുമ്പോഴാണ് കമ്പനി പൊട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കോർപ്പറേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ കാണുന്ന പോലെയല്ലേ കോർപ്പറേറ്റ് ആകുന്ന സമയത്ത് എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ കുറേ എണ്ണം കയറി വരും. ഈ എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ അവരെ കുറേ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ കുറേ സാധനങ്ങൾ ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ കമ്പനിയിൽ ആദ്യം ഹയർ ചെയ്ത് ചങ്ങായിക്കൊന്നും മനസ്സിലാവും കൂടിയില്ല എന്തിനും നമ്മൾ ചെയ്യുന്ന ഡിസിഷൻ എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടി ഡിസ്കഷൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച ഇരുന്നാൽ തീരാത്തത്രയും പറയാനുണ്ടാവും എനിക്ക്. അതെ അതാ പറഞ്ഞ ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കമ്പനികൾ നമ്മളെ നാട്ടിലുണ്ടാവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഗോൾ. ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനെ നമുക്ക് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം, പേഴ്സണലി ഇഷ്ടം. നമ്മുടെ എന്ത് പ്രൊഡക്റ്റോ ഇപ്പം നാളെ ഇപ്പം എനിക്ക് മൈക്ക് ബെറ്റർ അല്ലാന്ന് തോന്നുകയാണ്, പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. സോ ഞാൻ നാളെ എന്ത് ചെയ്യുക കുത്തി തന്നിട്ട് ഈ മൈക്ക് എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് പഠിക്കാം. എന്നിട്ട് ആ മൈക്ക് ബെറ്റർ ആക്കുന്ന സാധനം അല്ലേ ഞാൻ ആലോചിക്കുക. ഈ കമ്പനി ചില കമ്പനീസ് എനിക്കറിയുന്ന ചില ആൾക്കാർ കമ്പനി തുടങ്ങുന്ന തന്നെ അക്വയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ബെറ്റർ മൈക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ എൻ്റെ അടുത്തൊരു ബെറ്റർ മൈക്ക് ഉണ്ട്, ഞാനത് സെല്ല് ചെയ്തിട്ട് സെറ്റാക്കാൻ പോവാണ്, ഞാൻ ഇത്ര ആൾക്ക് സെല്ല് ചെയ്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ അല്ല ഇവൻ വലുതായ കൊളാവോ എന്നാൽ ഇവനെ നമുക്ക് മേടിക്കാം. അപ്പോൾ ഓനടക്കം ചിലപ്പോൾ ഈ കമ്പനിയിലേക്ക് എനിക്ക് ഇന്റർവ്യൂ പോലും നേരെ പോയി കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടൂല. പക്ഷെ ഈ മെത്തേഡ് ത്രൂ നമുക്ക് ആ കമ്പനീൻ്റെ മുകളിലത്തെ പൊസിഷനിലേക്ക് വേണമെങ്കിൽ ജോലി കിട്ടും. നേരെ എന്നെ അവർ അക്വയർ ചെയ്യണം. അപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്യാം. പ്രൊഡക്റ്റ് ആംഗിളിലേക്ക് ചിന്തിച്ചു തുടങ്ങുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ പ്രൊഡക്റ്റ് ആംഗിൾ ആൾക്കാർ ചിന്തിക്കാത്തത്? നമ്മളെ നാട്ടിൽ ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയട്ടെ, ഞാൻ നമ്മുടെ നാട്ടിൽ ഇത് മറ്റേതാണ് എളുപ്പം തോന്നിക്ക് സർവീസ്. അത് മാത്രമല്ല പ്രൊഡക്റ്റ് ആംഗിളിൽ നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തിലേ
ചെറുപ്പത്തിൽ നമ്മളെ ഇവിടുത്തെ ഈ കമ്പനികളൊക്കെ പൂട്ടിപ്പോകുന്ന കണ്ടിട്ടില്ലേ, ഈ തൊഴിലാളി പ്രശ്നം എന്തൊക്കെ കാരണം. അതൊരു ഫേവറിങ് ആയിട്ടുള്ള ഇതാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഞാനിപ്പോഴും പ്രൊഡക്റ്റ് ആംഗിൾ പ്രൊഡക്ട്സ് ഇറങ്ങുന്ന കമ്പനികൾ നാട്ടിൽ കുറവാന്ന് പറയുമ്പോൾ എനിക്കറിയുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് പക്ഷെ ഇതൊന്നും നാട്ടുകാരെല്ലാവരും അറിയില്ല. ജനറൽ ചിന്താഗതി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ആൾക്കാർ സർവീസ് ഇപ്പോൾ ദിലീപ് പറഞ്ഞ പോലെയാണ് ആക്ച്വലി ഇതിൻ്റെ ഫണ്ടമെന്റൽ കിടക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് കമ്പനി സക്സസ് ആകുന്ന എപ്പോഴാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കമ്പനിയിൽ നമ്മൾ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് എപ്പോഴാണ്, നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നത് എപ്പോഴാണ്, ഇതെന്നൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ കുറേ അധികം ഫേസസിലൂടെ നമ്മൾ കടന്നു പോകണം. അതിന് കുറേ സമയം എടുക്കും. എനിക്ക് നല്ല ആൾക്കാർ വേണം ടീമിൽ. ഇതിനെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫണ്ട് വരുള്ളൂ. ഫണ്ട് വന്നിട്ട് പരിപാടി നടക്കുള്ളൂ. സർവീസ് കമ്പനിയിൽ പണി എനിക്ക് എടുക്കാൻ അറിയെങ്കിൽ എനിക്ക് കസ്റ്റമർ പേയ്മെന്റ് തന്നിട്ട് ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്രീഡം ഉണ്ട് സർവീസ് കമ്പനിയിൽ. പക്ഷെ പ്രൊഡക്റ്റ് കമ്പനിയിൽ വേണ്ടത് ഈ പറഞ്ഞ പോലെ. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ നാട്ടിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ. എനിക്ക് ആക്ച്വലി എൻ്റെ അടുത്തൊരു അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് പോയി പിച്ച് ചെയ്യാം. അവരെനിക്ക് ഫണ്ട് തരും. ഞാൻ അല്ലെങ്കിൽ ആ ഫണ്ടിന് കൂടെ അവർ കുറേ സ്റ്റേക്ക് എടുത്തോട്ടെ. നമ്മളടുത്ത് ഫണ്ടില്ലാത്തല്ലോ പ്രശ്നം. ഒന്നും കൊടുക്കരുത് പറഞ്ഞാണ്ട് പിടിച്ചു. അതെ, എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നുന്നത് ഐഡിയാസ് ഡിസ്കസ് ചെയ്യാം. ഓ, ഇവനിത് എടുത്തോണ്ട് പോയാലോ. പക്ഷെ അത് ഈ സോഷ്യൽ നെറ്റ്വർക്ക് കണ്ടപ്പോൾ ഒരു ഐഡിയ എത്രത്തോളം ആ ഒരു പടല്ലേ ഫേസ്ബുക്കിന്റെ. അതെ, ഞാൻ പറഞ്ഞ അത് സോഷ്യൽ നെറ്റ്വർക്ക് സുക്കംബർഗിന്റെ ഐഡിയ എടുത്ത് മറ്റേ ആ ട്വിൻസിന്റെ ഐഡിയ എടുത്ത് ഞാൻ പറയുന്നത് ഐഡിയാസ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഐഡിയ ഷായ്മിന് ഉണ്ടാക്കാൻ പറ്റില്ല. ഷായ്മിൻ്റെതായ വേർഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഐഡിയൻ്റെ ഷായ്മിൻ്റെ വേർഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെ വേർഷനാണ് സക്സസ് ആവുന്നതെങ്കിൽ ഷായ്മിൻ്റെ ഐഡിയ ഞാൻ ഷായ്മിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതായത് പറഞ്ഞത് എനിക്ക് ഐഡിയാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ്റെ ത്രെഡേ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും എൻ്റെ പ്രോസസ്സ് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പ്രോസസ്സൊക്കെ എഴുതിയ ഫുൾ ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഷായ്മിന് തരണം എന്നല്ലല്ലോ ഞാൻ പറയുന്നത്. അല്ലേ, ഞാൻ ഐഡിയാസ് ഡിസ്കസ് ചെയ്യല്ലേ. ഐഡിയാസ് ഡിസ്കസ് ചെയ്യാൻ എന്താ പ്രശ്നം? ഞാനോ ഉണ്ടാക്കുന്നില്ല, ഷായ്മ ഉണ്ടായിക്കോട്ടെ. അപ്പൊ നിങ്ങളിപ്പോ ഐഡിയ ഡിസ്കസ് ചെയ്തിട്ട് ഒരാളെ പോയി ഉണ്ടാക്കി അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാനെന്ന് എന്തിനു പറയണോ ഞാൻ ഉണ്ടാക്കിയോ? അത് ഇല്ല, പിന്നെന്ത് പ്രശ്നം? ഞാൻ ഉണ്ടാക്കിയ ഒരു ഐഡിയ ഞാനത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരുത്തം കണ്ടിട്ട് ഓൻ അതിനേക്കാളും ബെറ്റർ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നിയേക്കാം. മറ്റേലൊന്നും ഒരു കഥയില്ലാതെ തോന്നിയേക്കാം. അതിന് വേറെ കുറെ പറയണ്ടോ. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളത് ഉണ്ടാക്കാനേ പോകുന്നില്ല. നമ്മൾ ഇരുന്നിടത്ത് എണീക്കാൻ തന്നെ പോകുന്നില്ല. ഇങ്ങനത്തെ ഒരാളെ ആക്ച്വലി പറഞ്ഞ പോലെ അയാളുടെ അടുത്ത് ഐഡിയ ഡിസ്കസ് ചെയ്യുന്നതിന് നമുക്ക് എന്താ പ്രശ്നം? അതാണ് ഈ ടെസ്ലേന്റെ ഒക്കെ ഡിസൈൻ. ഏതിന്റെയൊക്കെ ഡിസൈൻ ഫുൾ ആയിട്ട് ഔട്ട് ചെയ്ത് അതാ പറഞ്ഞ ഇവരൊക്കെ ഗോള് ചെറിയ ഗെയിം ഒന്നും അല്ല. എടുത്തിട്ടുണ്ട്, അതിന് പൈസ തരണം, ആ കഴിക്കൊന്നും നിൽക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കിക്കൂടിയാണ്. എനിക്കറിയുന്ന എത്രയോ ആൾക്കാർ MBA ഹയർ ചെയ്തില്ല. എന്നിട്ട് അവർ കമ്പനി കൊണ്ടുപോകുന്ന വിചാരിച്ചിട്ട്. MBA പണിക്കാരാണ്, വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് വർക്ക് ചെയ്യപ്പോ എല്ലാ MBA കമ്പനി തുടങ്ങാൻ വേണ്ടി നടന്നല്ല. ഇനി അങ്ങനെ തുടങ്ങിക്കോട്ടെ. അത് ഈ ആമസോണൊക്കെ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം, ഓനോണെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. എന്താ പ്രശ്നം? നമ്മളിവിടുത്തെ ആമസോൺ എങ്ങനെ ചെയ്യുന്നത്? നേരത്തെ ഐഡിയകള് ഇവിടുത്തെ ഇത് പറഞ്ഞാൽ ഒന്നും കൂടി ജോലിയാണ് ആൾക്കാർക്ക്. അത് നമ്മളെ മുന്നത്തെ ജനറേഷനിൽ നിന്ന് വന്ന റൂട്ടിക്ക് പോടാ. ഫസ്റ്റ് ഇംപ്രഷൻ നമുക്കൊരു വർക്ക് കാണുമ്പോൾ ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഭയങ്കര ലേസി ആയിട്ടാണ് ഫസ്റ്റ് തന്നെ വർക്കിനെ സമീപിക്കണമെന്ന്. പക്ഷെ ശരിക്ക് ഈ പുറത്തുള്ള ആൾക്കാർ അറിയുമ്പോൾ മനസ്സിലാവില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ വേറെ. അത് അതിന്റെ റൂട്ടിലേക്ക് പോകും. അത് കച്ചവടത്തിന്റെ മൈൻഡ് എന്ന് പറയുമ്പോഴേ റൂട്ടിലേക്ക് പോകും. എല്ലാവർക്കും ആ കച്ചവടത്തിന്റെ മൈൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കിട്ടണം എന്നില്ല എന്നുള്ളതാണ്. അതിനൊരു ഡിഫറെന്റ് ആംഗിളിൽ കാണുന്നോണ്ടാണല്ലോ പലരും എല്ലാവരും ജോലി ചെയ്തിട്ട് സേഫ് ആവാനുള്ള കൺസിസ്റ്റൻസിയാണ് പരിപാടി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം വൃത്തിക്ക് ടൈം എടുത്ത് ഡിസിപ്ലിനിൽ ചെയ്യാന്നുള്ളതാണ്. കൺസിസ്റ്റന്റ് ആയി എന്ന് വെച്ചാൽ സക്സസ് ആയി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പക്ഷെ കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ എന്തായാലും ഫെയിൽ ആണ്. അതിന് ഈ സെയിൽസിന്റെ അത് ശരിക്കും ബ്രെയിനിലേക്ക് തന്നെ പോവാം, ബയോളജിക്കും ഒക്കെ പോകുന്നു തോന്നിക്കും. കാരണം നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്ത ഉണ്ടല്ലോ, അത് ഭയങ്കര എനർജി കലോറീസ് ബേൺ ആവുന്ന ഒരു പരിപാടിയാണ്. ഫോളോ ചെയ്യുന്ന തന്നെ മാതിരിയല്ലല്ലോ. നമ്മൾ വേറെ എന്തൊക്കെ ആലോചിച്ചു കലോറി കളയുന്നുണ്ട്. അതല്ല, പക്ഷെ ഇങ്ങനെ ഒരു സാധനത്തിന്
നമ്മളൊരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, അല്ല ഞാൻ പറയട്ടെ, അത് ഭയങ്കര പണിയുള്ള പരിപാടി. അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരെ ചെയ്യണുള്ളൂ. അത് അങ്ങനത്തെ ഒരു പാറ്റേണിൽ ചിന്തിക്കാൻ പറ്റാത്തോണ്ടാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞത് എന്തിനാ. ഓക്കെ, ഞാൻ ഈ കമ്പനിയിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും നോക്കുമ്പോൾ അതിൽ സെയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റൂല എന്ന് വിചാരിച്ചോ. പിന്നെ ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് പഠിക്കുന്ന, സെയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അറിയുന്ന ആളൊപ്പം ഉണ്ടായ പോരെ അല്ലേ. നമ്മളെല്ലാം ചെയ്യണമെന്ന് വാശി പിടിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ഏരിയയിൽ മോർ ഫോക്കസ് ആവുക, അതിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആവുക, അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കുക, അതിനെങ്ങനെയൊക്കെ ലെവറേജ് ചെയ്യാൻ പറ്റും നോക്കുക, ആ ഏരിയയിലെ വേൾഡിലെ ടോപ്പ് വോയിസ് ആകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മാത്രം ഞാൻ ചെയ്താൽ മതി. ഞാൻ സെയിലിൽ ബെറ്റർ അല്ലെങ്കിൽ സെയിലിൽ ബെറ്ററായ ഒരുത്തനെ ഹയർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ചെയ്തോട്ടെ. എല്ലാവരും ചെയ്യണമെന്ന് വാശി പിടിക്കരുത്, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാം എന്താണ് എംപ്ലോയീസിന് ശരിക്കും ആ ഒരു ഫ്രീഡം വേണമല്ലേ ശരിക്കും. ഇപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ചെയ്യണം എന്ന് പറയുന്നതും അത് ആക്ച്വലി എൻ്റെ ക്ലാരിറ്റി പോലെയാണ്. അപ്പം എനിക്കൊരു ക്ലാരിറ്റി ഉണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത്. ആ ക്ലാരിറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാരിറ്റി എൻ്റെ എംപ്ലോയിക്ക് ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കും. ഇംപ്രൂവൈസേഷൻ അലൗഡ് ആണ്. അതെ, ഞാൻ പറഞ്ഞത് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലാരിറ്റി ഉണ്ടോയെന്ന് നമ്മൾ അസ്യൂം ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ ആകെ ചെയ്യേണ്ട സാധനം. നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യുക, അയാളുടെ അടുത്ത് അതിൻ്റെ ത്രെഡ് ഇട്ട് കൊടുക്കുക, അയാൾ അതിനെ ഇംപ്രൂവൈസ് ചെയ്യുന്ന രീതി നോക്കുക, അയാൾ മേ ബി ഇതിനേക്കാളും ബെറ്റർ ത്രെഡ് ഉണ്ടാക്കി തരും. പക്ഷേ ഇയാൾക്ക് എൻഡ് ഗോൾ എന്താ അറിയുണ്ടാവില്ല. എൻഡ് ഗോളിൽ ഇപ്പോൾ നമുക്ക് മാത്രമേ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. സോ ഇയാൾ പോകുന്ന വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ലാഭം ഉണ്ട് നോക്കാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മാർസിൽ പോകാൻ എനിക്ക് ഇലോൺ മസ്കിന് വേണ്ടേ, അതിന് ചിലപ്പോൾ ഗവൺമെന്റ് പ്രൊജക്ട് എടുക്കലിരിക്കും നല്ലേ, എന്നാൽ ഗവൺമെന്റ് പ്രൊജക്ട് എടുക്കാൻ കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷേ മാർസിൽ പോക്കെന്നുള്ള ഗോള് ഇത് ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളതാണ് ഇലോൺ മസ്ക് നോക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അതാ പറഞ്ഞ ആൾക്കാർ ഈ പറഞ്ഞ എംപ്ലോയീസിന് നമ്മൾ ഇംപ്ലോയീസ് എടുക്കുക. ഞാൻ പറഞ്ഞ എംപ്ലോയീസ് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പറയുന്നത് സ്റ്റാർട്ടപ്പിൽ എപ്പോഴും എംപ്ലോയീസ് നമ്മൾ പറയില്ല, നമ്മളെപ്പോഴും മച്ചാ സാധനം. അതെ, അപ്പൊ ആ ഫ്രീഡം എന്തായാലും ഉണ്ടാവും. ഞാൻ എൻ്റെ കമ്പനിയിലൊക്കെ ഇനീഷ്യലി ഹയർ ചെയ്ത ആൾക്കാരൊക്കെ CEO എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ പോയിട്ടുണ്ട് പല ആൾക്കാർക്കാണ്. നമുക്ക് തന്നെ തോന്നി ഒരു പ്രശ്നമില്ല, പരിപാടി നടക്കാന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. കാര്യങ്ങൾ നടക്കാന്നുള്ളത് നേരെ പോവാ സാധനം. ഞാൻ ഈവൺ ആലോചിച്ച് നോക്കിയപ്പോ ഞാൻ CEO എന്ന് എഴുതിയിട്ട് എനിക്ക് സെയിൽസിന് പോകാൻ പറ്റില്ല. CEO സെയിൽസിന് പോകും ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, സെയിൽസ് മാനേജറിന് എഴുതണം. അങ്ങനെ അപ്പൊ 2 കാർഡുണ്ടോ എൻ്റെ അടുത്ത്, CEO എന്നിട്ട് കാർഡുണ്ടോ, സെയിൽസ് മാനേജർ കാർഡുണ്ടോ. ഇതാ പറഞ്ഞത്, ഇങ്ങനെ ഒരിക്കലും MBAക്ക് പോയിട്ടുള്ള കോർപ്പറേറ്റ് ലൈഫിൽ ഇല്ല. കോർപ്പറേറ്റ് ലൈഫിലൊക്കെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്, ഇത് ഇങ്ങനെ ചെയ്താൽ സക്സസ് ആവും. അവരവിടെ എഴുതിയിട്ടുണ്ട്, അതിന് കുറേ മാനേജ്മെന്റ് രീതികളുണ്ട്. സ്റ്റാർട്ടപ്പിൽ ഫുൾ ഹാക്കിംഗ് ആണ്. എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് സക്സസ് ആവാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് നോക്കുക. മാക്സിമം പെട്ടെന്ന് ഫെയിൽ ആവുക, എന്നിട്ട് എണീച്ച് വരിക, എന്നിട്ട് സക്സസ് ആവുക എന്നുള്ളതാണ് പരിപാടി. ഫെയിലിയേഴ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ബിസിനസ്സിൽ. അത് ഫെയിലർ കമ്പനിയിലുള്ള ആൾക്കാർക്ക് ഒരു ബോധം ഉണ്ടാവാൻ ഫെയിലർ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വീക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഫെയിലർ ഉണ്ട്. മേ ബി ആസ് എ ഫൗണ്ടർ എനിക്ക് ചിലപ്പോൾ അത് ആദ്യം ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, ഇത് പൊട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനുള്ള അടുത്ത പണിയെടുത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഞാൻ ഇവരുടെ ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് പൊട്ടിയിട്ട് എണീക്കുമ്പോൾ ആക്ച്വലി ഇവർക്ക് മനസ്സിലാവും ഓക്കെ നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇപ്പം ഞാൻ ആക്ച്വലി പോകുന്ന ജിമ്മിൽ ട്രെയിനർ പറയുകയായിരുന്നു, നമ്മൾ ഈ പറഞ്ഞ ഒരു സ്ഥലത്ത് ബോക്സിങ് പഠിക്കാൻ പോകും. ഒരു ബോക്സറാണ്. സോ ബോക്സ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ടോപ്പ് ആയി കഴിഞ്ഞാൽ മൂപ്പർ എന്ത് ചെയ്യും, മൂപ്പർ ഒരു അഹങ്കാരം വരുന്നത് ഞാനാണ് അടുത്ത ടോപ്പ്. അപ്പം എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ ഓടും. അപ്പോൾ എനിക്ക് മനസ്സിലാവും നാട്ടിൽ കുറേ അടിപൊളി ആൾക്കാരുണ്ട്. അതെ അതെ, അപ്പം എന്ത് ചെയ്യും, അടുത്ത ഒരു മെച്ചപ്പെടണം എന്നൊക്കെ പറയും. എന്നിട്ട് അതൊരു പോയിന്റ് എത്തുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതിനൊന്നും വല്ല കഥയില്ല. അതേപോലെയാണ് ഗെയിമും മൊത്തമുള്ള പരിപാടി. നിങ്ങളിപ്പോ ഇത് പരിപാടി തുടങ്ങിയിട്ട് ഇപ്പൊ 6 കൊല്ലക്കാലാവണല്ലോ ഈ പരിപാടി. അവധിക്ക് 150 എംപ്ലോയീസ് ഉള്ള പരിപാടിയായി. അങ്ങനെ കൊറേ കേട്ടില്ല. ഞാൻ തന്നെ 120+. അടിപൊളി മച്ചാ, അടിപൊളി. നമ്മളൊക്കെ ഞാൻ 9 കൊല്ലത്തെ ബിസിനസ് കൊണ്ടുവരുന്നത്. ഞാൻ പറയുന്നത് കമ്പനിയിൽ ആൾക്കാർ കൂടിയിട്ട് ചെയ്യുന്ന ബിസിനസ് എന്റെ പ്രൊഡക്റ്റ് കമ്പനി അല്ല, എന്റെ സർവീസ് കമ്പനിയാണ്. ഞാൻ പറയുന്നത് പ്രൊഡക്റ്റ് കമ്പനിയിൽ എപ്പോഴും കുറച്ച് ആൾക്കാർ മതി. അതേ പറഞ്ഞ കമ്പനിയിൽ ആളെ ഹയർ ചെയ്യുന്നത് ഒരിക്കലും ഡസന്റ് മീൻ ദ സക്സസ്. ആ ഒരു മെട്രിക്സിന് ഒരിക്കലും എന്താവുന്നില്ല. അത് മാച്ച് ആക്കാൻ നിങ്ങൾ ഒരിക്കലും ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് ഒറ്റ ഒരുത്തനോ 2 ആളോ വെച്ചിട്ട് ഉണ്ടാക്കിയ കമ്പനി ഹാപ്പി ആയിട്ട് ഓടിക്കണം. എനിക്ക് അവരെ കാണുമ്പോൾ മറ്റേ അസൂയോ. കാരണം അവര് ആ 2 ആൾക്കാർ വെച്ചിട്ട് സാധനം ഓടിക്കുന്നുണ്ടല്ലോ, ഞാനിത് 50 ആൾ വെച്ചിട്ട് ഓടിക്കണേ. എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇത്? അപ്പൊ ചെറുപ്പത്തിൽ എവിടെ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ട്? അല്ല അപ്പൊ എങ്ങനെ ആവണത്? നിങ്ങൾക്ക് ഞാൻ എവിടുന്നോ സെറ്റ് ചെയ്തില്ലേ പരിപാടി, ബിസിനസ് ആണ് അതെന്നൊക്കെ ഉള്ളത്? ഇതൊക്കെ കോമൺ ഇൻഡ്യൂഷൻ. നമ്മളിപ്പോ യാത്ര ചെയ്യാൻ പോവാ, നമ്മൾ എന്തൊക്കെയോ മേടിച്ചിടും അല്ലേ. നമ്മളിപ്പോ ഞാൻ ഫസ്റ്റ് ടൈം ദുബായി പോയ സമയത്ത് സ്വെറ്ററൊക്കെ മേടിച്ചു. സമ്മറായിരുന്നു.
എന്നിട്ട് ആടെ വന്നാടെ വെക്കുന്നുണ്ട് സമ്മറിൽ സ്വെറ്റർ ഇട്ടിരുന്ന ആയത്താളെ ഞാൻ കാണുന്നത്. നമ്മള് ആദ്യം ചെയ്യുമ്പോൾ നമ്മള് പല മണ്ടത്തരം ചെയ്യും. അല്ല ചെയ്യാൻ തോന്നുന്ന മൈൻഡാണ് ചോദിക്കണത്. അതെ ഞാൻ പറഞ്ഞ ആ ഒരു ബ്ലെൻഡർ ഹാൻഡിൽ ചെയ്യാൻ അറിയണമെന്നേ ഉള്ളൂ അല്ലെ. അല്ല അതൊക്കെ ഞാൻ ചോദിക്കണതല്ല, നിങ്ങൾക്ക് ആ ഒരു ഇനീഷ്യൽ തോട്ട് വരുന്നുണ്ടല്ലോ, അത് അത് നിങ്ങൾക്ക് ചെറുപ്പം മുതലേ അത് മേ ബി എനിക്ക് തോന്നുന്നു ഞാൻ ഇനീഷ്യലി സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിച്ചിരുന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിച്ചിരുന്നു. അല്ല അത് പ്ലസ് ടു കഴിഞ്ഞ മുതൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ മുതൽ ഞാൻ ആക്ച്വലി ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിച്ചിരുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ മലപ്പുറത്താ പഠിക്കുകയാണെങ്കിലും ഞാൻ എല്ലാ മാസവും എല്ലാ ആഴ്ചയും നാട്ടിൽ പോക്കില്ല. ഞാൻ ഹോസ്റ്റലിൽ തന്നെ ചില ദിവസം വാപ്പ തന്നെ പറയും നീ വാച്ച്മാനോട് വേണമെങ്കിൽ എന്താ പറഞ്ഞു ലീവിന് പോകാൻ പറഞ്ഞു. നീ അവിടെ നിൽക്കുന്നുണ്ടല്ലോ കോമഡിയാണ്. അപ്പൊ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഞാനവിടെ ഹോസ്റ്റലിലുള്ള എല്ലാവരും ഓൺടർപ്രണർ ആയിട്ടൊന്നും ഇല്ല ആ സമയത്ത്. ഓക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയത് കൊണ്ടാണ് എനിക്ക് ആക്ച്വലി കുറച്ച് റിസ്ക് എടുക്കാനുള്ള അപ്പറ്റൈറ്റ് വന്നിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുഴപ്പമില്ല നിൽക്കാൻ. പക്ഷെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്താ കാര്യം? ഞാൻ ഒന്നും ചെയ്യാണ്ട് ഹോസ്റ്റലിൽ നിന്ന് ഇപ്പൊ നാട്ടിൽ പോകേണ്ട മടിയേച്ചിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്നുണ്ടെങ്കിൽ എന്താ കാര്യം? അതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. ഒരു ആളെ കേട്ടിട്ടുണ്ടോ? ഈ അൾട്രാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ക്ലാസ് എടുക്കുന്ന ഒരാളുടെ ക്ലാസ് കണ്ടിട്ടുണ്ടോ? ആൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ മസ്കിൻ്റെ ഇവരെയൊക്കെ പറ്റിയാ പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് പറക്കാനാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ആരും കൂടെ കൂട്ടരുത്, എല്ലാവരും വേ ഡൗൺ ചെയ്യും, ബന്ധങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു പറയുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ടൈം വേറെ എന്തെങ്കിലും കൊടുക്കാനില്ലേ? ഇല്ല, അതെന്താ സംഭവിച്ചാൽ നമ്മൾ എത്തേണ്ട ഗോളിലേക്ക് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് മനസ്സിലായി അടുത്ത കൊല്ലം ഈ ടൈമിന് ദുബായിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. മേ ബി ഇക്കൊല്ലം തന്നെ. ഇക്കൊല്ലത്ത് ജൈടെക്സ് ഒക്ടോബറിലാണ്. ഓക്കെ, എല്ലാ കൊല്ലം ഒക്ടോബറിൽ നടക്കുക. ജൈടെക്സ് ഒക്ടോബറിൽ നടക്കാൻ പോകണ്ടാവും. അപ്പോൾ അതിന് പോകാനൊരു എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ അല്ലേ? ദുബായി പോയി നിൽക്കാനൊരു എക്സ്പെൻസ് ഉണ്ടാവും, അടുത്ത വിസക്ക് ഒരു എക്സ്പെൻസ് ഉണ്ടാവും, ടിക്കറ്റ്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും പോകാൻ പറ്റുള്ളൂ അല്ലേ? ഇത് മൂന്നും ഞാൻ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ആ ജൈടെക്സിൻ്റെ പരിപാടിൻ്റെ തലേന്നെങ്കിലും എനിക്കത് ഉണ്ടാക്കി തീരണം അല്ലേ? അല്ലാണ്ട് ജൈടെക്സിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളെ ക്ലാരിറ്റി ഓഫ് വിഷനിൽ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഈ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടും ഓക്കെ ഇന്ന ചെയ്ത് ഇന്ന സമയത്ത് ഇന്ന ചെയ്യാൻ പറ്റും, ഇന്ന രീതിയിലേക്ക് മൈൽ സ്റ്റോൺ എത്താൻ പറ്റും. ഈ ക്ലാരിറ്റി ഓഫ് വിഷനിലാണ് ഗെയിം. ആ വിഷൻ എത്രത്തോളം സ്ട്രോങ് ആണോ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ആക്ച്വലി മേ ബി ചിലപ്പോൾ അതൊന്നും മൈൻഡ് ആക്കുന്നുണ്ടാവില്ല. കാരണം എന്നെ സംബന്ധിച്ച് ആ വിഷനിൽ എത്തലായിരിക്കും എൻ്റെ ഡോപ്പമിൻ ഹിറ്റ്. അപ്പോൾ ഞാൻ അതിലേക്ക് എത്താൻ വേണ്ടി എല്ലാ പണിയും എടുക്കും. പക്ഷെ ബാക്കിയുള്ളവർ വിചാരിക്കുന്നുണ്ടാവുക ഞാൻ അവരെ മൈൻഡാക്കാത്തതാണ്. എന്നെ മൈൻഡാക്കാത്തല്ല, അതിനുള്ളതില്ല, ഫുള്ള് എൻഗേജ്ഡ് ആണല്ലേ. അവരിങ്ങോട്ട് വന്നാൽ ഞാൻ മൈൻഡാക്കാൻ എടുക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഞാനായിട്ട് പോയിട്ട് മൈൻഡാക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് ആക്ച്വലി എൻ്റെ സപ്പോർട്ട് സിസ്റ്റത്തിൽ എനിക്ക് വേറെയും കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാനുണ്ടാവും. ഇത് എന്നെ ഒന്ന് പഠിക്കാനും സെറ്റാക്കണം അല്ലേ? എനിക്കിപ്പോൾ പിയാനോ അല്ലെങ്കിൽ കീബോർഡ് സെഷൻ പഠിക്കണമെങ്കിൽ ഞാൻ വീക്കെൻഡിൽ ഇരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് വേറെ യൂട്യൂബിലൊരു സാധനം കണ്ടാൽ നടക്കില്ലല്ലോ. ഞാൻ അതിന് വേണ്ടി പഠിക്കണ്ടേ? എന്നാണ് എൻ്റെ ഫ്രണ്ട് പറയണത് നീ എന്താ ട്രിപ്പിനൊന്നും വരാത്ത. ഒക്കെ ഒന്നില്ല, എൻ്റെ ഡിഷാണ്. ഒന്നില്ല ഞങ്ങൾക്ക് കീബോർഡ് പഠിക്കാൻ നിൽക്കാം, അല്ലെങ്കിൽ ട്രിപ്പിന് പോവാം. അപ്പോൾ ട്രിപ്പ് ഒരു ദിവസം പോകുന്നതിന് പ്രശ്നമില്ല. എല്ലാ വീക്കെൻഡിലും ട്രിപ്പ് പോകണ്ടെന്ന് വിചാരിക്കാം, എല്ലാ വീക്കെൻഡിലും കീബോർഡ് സെഷൻ. അപ്പോൾ എൻ്റെ ഡിസിഷനാണ് എന്ത് ഞാൻ എന്താവണം എന്നുള്ളത്. ഞാൻ കീബോർഡ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ 5 അല്ലെങ്കിൽ ഞാൻ ടോപ്പ് എന്താവും കീബോർഡ് പഠിക്കുന്ന ആളാവും. പക്ഷെ എനിക്ക് എന്തായി കുറെ ട്രിപ്പ് മിസ്സായി. അപ്പൊ ഈ ട്രിപ്പ് മിസ്സായ ആളെ സംബന്ധിച്ച് എന്താ ഇവൻ ട്രിപ്പിനൊന്നും വരാത്ത ആള്. അതാ പറഞ്ഞേ എന്തായാലും ഒരു എന്തുണ്ട് സാധനമുണ്ട്, ഒരു ബാലൻസ് ഗെയിം ഉണ്ട്. അതിൽ ഏതാ വേണ്ടെന്നുള്ളതാണ് നമ്മൾ പിച്ച്. ഈ ആൾക്കാർ ട്രിപ്പ് പോകുമ്പോഴും കീബോർഡ് പഠിക്കാനുള്ള ത്വരയാണ് ഓൺടർപ്രണർഷിപ്പ്. അതാണ് സാക്രിഫൈസ് അല്ലേ? അതാണ് സാക്രിഫൈസ്. പക്ഷെ അയാളെ സംബന്ധിച്ച് സാക്രിഫൈസ് അല്ല, അയാളെ സംബന്ധിച്ച ഫുൾ ഫണ്ണാണ്. നമുക്ക് മൊത്തത്തിൽ ഫണ്ണാണ്, ആൾക്കാർക്ക് മാവാത്തൊരു ഫണ്ണാണ്. ഒരു ഗെയിം കളിക്കുന്ന പോലെയാണല്ലേ? എങ്ങനെയാണത്? പ്ലേഫുൾ അല്ലേ? ബിസിനസ് ഡിഫറെന്റ് ആയിരിക്കും. അല്ല ആക്ച്വലി ഗെയിം കളിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യാം നമുക്ക്. നമ്മൾ കരിക്കിൾ നീക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ കരിക്കിൾ നീക്കണം. അപ്പോൾ ഇന്റേണലി കമ്പനിയുടെ ഉള്ളിൽ നിന്ന് വേറെ ആൾക്കാർ വേറെ കരിക്കിൾ നീക്കുന്നുണ്ടാവും. പല കരിക്കിൾ നീക്കുന്ന പരിപാടി തന്നെയാണ് ബിസിനസ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ കരിക്കിളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഗോൾ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ആക്ച്വലി ആൾക്കാർ എന്ത് കാര്യം നോക്കിയാൽ നമുക്ക് ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മളതായ കരിക്കിൾ നീങ്ങിയാൽ മതി എന്നുള്ള ഫോക്കസ് മാത്രമാവും. അത് പറഞ്ഞാൽ കമ്പനീൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഡിസിഷനിൽ പോയിട്ട് ഞാൻ തലയിടുകയാണെങ്കിൽ ആക്ച്വലി എൻ്റെ കമ്പനി ഇപ്പോൾ ഒന്നും വലുതായിട്ടുണ്ടാവില്ല. ഞാൻ മാക്സിമം ഫ്രീഡം കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട ചെയ്തോ, കൊളാവുകയാണെങ്കിൽ ഞാൻ ഇടപെടാം എന്നുള്ള കേസസിൽ മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ കോൺഫിഡൻസ് തരാം. നിങ്ങൾ ചെയ്യുന്നില്ല ഞാൻ ചെയ്യാം എന്നുള്ള കേസ് മാത്രമേ ഉള്ളൂ. അത് അല്ലാണ്ട് ഞാൻ ഈച്ച് ആൻഡ് എവറി സാധനത്തിലും ഞാൻ പോയി തലയിടുക എന്ന് പറയുന്നത് ആക്ച്വലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന് സമയം ഉണ്ടാവുള്ളൂ. അപ്പം എനിക്ക് കമ്പനി എപ്പോൾ വലുതാക്കാൻ പറ്റും?
ഇതന്നെ ഞാൻ LC കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോക്കസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഈ പറഞ്ഞ പലതിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മറന്നു പോകുന്നു. ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ മറന്നുപോയിട്ട് ആൾക്കാർ ഈ പറഞ്ഞ കണക്കിലും ബാക്കി സാധനങ്ങളും കുറെ പെൻഡിങ് പണികളും മറ്റേത്. അപ്പോൾ ഒരു 5-6 ദിവസം പെൻഡിങ് തുടങ്ങിയിട്ട് 5-6 മാസത്തെ പെൻഡിങ് തലവേദനകളൊക്കെ തലയിലുണ്ടാവുക. അപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡിമോട്ടിവേഷൻ വരാം. ആ ഡിമോട്ടിവേഷൻ നമുക്ക് ചിലപ്പോൾ ചെയ്യുന്നൊക്കെ മണ്ടത്തരങ്ങളിലേക്ക് പോവാം. മണ്ടത്തരങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും പണ്ടും ആ ചങ്ങായി മണ്ടത്തരം തന്നെയാണ് ചെയ്യലുണ്ടാവും. പക്ഷെ പണ്ട് ആ ചങ്ങായിക്ക് അത് ആലോചിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു, എന്തൊക്കെ നമുക്ക് റീതിങ്ക് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ അത് ആലോചിക്കാനുള്ള സമയമില്ല. അതാ പറഞ്ഞു LC പ്ലാറ്റ്ഫോം ഞാൻ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഫണ്ടമെന്റൽ ആക്ച്വലി ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാന്നുള്ള കേസിലാണ്. എത്ര ഇപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എത്ര എങ്ങനത്തെ കമ്പനികൾക്ക് യൂസ് ചെയ്യാം? ഏത് ഈ പ്രൊഡക്റ്റാണ് ജനറലി പറഞ്ഞ ഞാൻ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു പോയിന്റ് വരുന്നുണ്ടോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് തൊട്ട് തുടങ്ങാം. ഇതൊക്കെ ഇതിലും പിടിക്കലൊക്കെ ആയിട്ട് കുറച്ച് പണിയുണ്ട്, ഇതാക്കലുണ്ട്, പിടിക്കൽ, ഇതൊക്കെ തന്നെ എൻ്റെ കൺട്രോൾ, എൻ്റെ ഡെയിലി സമയത്തിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് സമയം എനിക്ക് ബിസിനസ്സിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റണില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഏത് കമ്പനി ആയിക്കോട്ടെ, അതിനി ഫ്രം എ ഷോപ്പ് ടു ഏറ്റവും ടോപ്പ് മുതൽ ഏത് കമ്പനി ആണെങ്കിലും അന്ന് തൊട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. അവർക്ക് എല്ലാ അനാലിസിസും സാധനങ്ങളും. എങ്ങനെയുള്ള പരിപാടി പൈസ ഇതൊക്കെ? അത് ആക്ച്വലി പറഞ്ഞ പോലെ ഒരു പെർ മന്ത് കോസ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 1300-1400 പെർ മന്ത് ഒക്കെ ഈ സോഫ്റ്റ്വെയറും പെർ മന്ത് തൊട്ടിട്ട് മുകളിലേക്ക് ഒരു നമുക്ക് തോന്നുന്നത് മാക്സിമം ഒരു ഇയർലി ബില്ല് നോക്കുകയാണെങ്കിൽ 50,000-60,000 പെർ ഇയർ ഒക്കെ. ഞാൻ പറഞ്ഞ ഐഫോണോ എല്ലാ കൊല്ലം മാറ്റുണ്ടോ 1.5 ലക്ഷം രൂപയ്ക്ക്. അത്ര അല്ലേ നമ്മൾ കാര്യങ്ങൾ സ്പീഡാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഫോൺ വാങ്ങിക്കുന്ന എന്തിനാ? ഷടപടേ നടക്കാൻ. അപ്പോൾ ഓൻ്റെ കാര്യങ്ങൾ ഷടപടേ നടക്കാൻ ഐഫോൺ മേടിക്കണ്ട്. കമ്പനിയുടെ കാര്യങ്ങൾ സ്മൂത്ത് ആവാൻ എനിക്ക് ഐഫോൺ മേടിക്കാനില്ല. ആ പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് ഞാൻ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. കാരണം ആൾക്കാർ അത് പറഞ്ഞാൽ UAE എൻ്റെ മെജോറിറ്റി കസ്റ്റമേഴ്സ് മിഡിൽ ഈസ്റ്റിലുള്ള. കാരണം മിഡിൽ ഈസ്റ്റിലെ ആൾക്കാർക്ക് സമയത്തിന് വില ഉണ്ട്, ഇവിടുത്തെ ആൾക്കാർക്ക് സമയത്തിന് വിലയില്ല എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എല്ലാവരും കേസുമല്ല, മിഡിൽ ഈസ്റ്റിൽ പോകുമ്പോൾ സമയത്തിന് വില കൂടുകയാണെന്നുള്ളതാണ്. അതെ, കാരണം എന്ന് വെച്ചാൽ ഞാൻ അത്ര കോസ്റ്റ് കിട്ടും സമയത്തിന് ഇല്ല, ഒരു മണിക്കൂറിന്. ഇവിടെ കോസ്റ്റ് കിട്ടാന്ന് പറയുന്നത് അങ്ങനത്തെ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ കാലിക്കറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കലുണ്ട്, കാലിക്കറ്റിൽ ഇത്രയും പ്രീമിയം കാറുകളുണ്ട്, ഇതൊക്കെ ഏടുന്ന ഇയാൾക്കൊക്കെ ഇതിനുള്ള പൈസ കിട്ടുന്നുണ്ടോ? ജനറലി ഞാൻ ആലോചിക്കുന്ന മാർക്കറ്റ് ഉണ്ട് എല്ലാ സ്ഥലത്തും, പക്ഷെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഏരിയ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കാലിക്കറ്റിലെ ബിസിനസ്സിനെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫ്രൂട്ട്ഫുൾ ഔട്ട്പുട്ട് കിട്ടുന്നതിനേക്കാളും എനിക്ക് മിഡിൽ ഈസ്റ്റിലോ UK ഓസ്ട്രേലിയയിലോ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി US പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി സ്പീഡിൽ എൻ്റെ പ്രൊഡക്റ്റ് പോകും. നമ്മൾ ചില പ്രൊഡക്റ്റ് ചില ഏരിയയിൽ ചില ടൈമിങ്ങിന് ഇറക്കിയിട്ടേ കാര്യം ഉണ്ടാവുള്ളൂ. യൂട്യൂബൊക്കെ ഇറങ്ങുന്നതിന് മുമ്പേ യൂട്യൂബ് ഇറക്കിയിരുന്നു പല ആൾക്കാരും, പക്ഷേ യൂട്യൂബ് ആ ഇൻ്റർനെറ്റ് ബൂം വന്നപ്പോൾ ഇറക്കിയപ്പോഴാണ് എന്തായത് സക്സസ് ആയത്. സിമിലർലി ഇറക്കണ സാധനം ചിലപ്പോൾ ഹെഡ് ഓഫ് ടൈമോ ആവരുത്, ബിഹൈൻഡ് ഓഫ് ടൈമോ ആവരുത്. അപ്പൊ അതാണ് ടൈം എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരുന്നല്ലോ മണി മാനേജ്മെന്റിനെ പറ്റി, അതായത് എന്താ വലിയ ധനികരെ പഠിച്ചിട്ട് സൈക്കോളജി ഓഫ് മണി അല്ലേ, സൈക്കോളജി ഓഫ് മണിയിൽ പറഞ്ഞിരുന്നല്ലോ ലക്ക് ഭയങ്കര ഫാക്ടർ എന്ന് പറയുന്നുണ്ട്. കാരണം ആ ടൈം കറക്റ്റ് ആവണം. അതെ, അത് ഞാൻ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ എടുത്ത് വരുമ്പോൾ ആ ഐഡിയ നേരെ തുടങ്ങുന്നതിന് പകരം അത് എഴുതുക, ഒരു 6 മാസം വെറുതെ അടയ്ക്കുക. ഞാൻ കോളേജിലുണ്ടാകുമ്പോൾ കൊടുക്കുന്ന അസസ്മെൻ്റ് ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 6 മാസം റൺ ചെയ്യുന്നെന്ന് വിചാരിക്കുക. ഓരോ ദിവസം നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യും, നാളെ നിങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഒരു 6 മാസമെങ്കിലും നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യാൻ പോലും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഇത് ചെയ്ത് എന്താ ആവണ്ടേന്നുള്ളത്. മേ ബി 2ാമത്തെ ദിവസം നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അങ്ങനെയൊന്നും ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഉണ്ടാക്കാൻ ടൈം എടുക്കും, അത് ഉണ്ടാക്കേണ്ട സ്കില്ലുണ്ടാവും. അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട ആൾക്കാർ നിങ്ങളുടെ അടുത്തുണ്ടോ, അതിന് എന്തൊക്കെ സ്കില്ല് നമ്മുടെ അടുത്തുണ്ട്, എന്തൊക്കെ നമ്മൾ ഔട്ട് സോഴ്സ് ചെയ്യണം, എന്തൊക്കെ നമ്മൾ കോൺട്രാക്റ്റിന് കൊടുക്കണം, എന്തൊക്കെ ഫ്രീലാൻസിന് കൊടുക്കണം, ഇതിനൊക്കെ പറ്റിയിട്ട് വലിയ ധാരണ ഇല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ക്ലിയർ ആയിട്ട് കമ്പനി തുടങ്ങിയാൽ മതി. അതെ, നേരെ പോയി കമ്പനി തുടങ്ങേണ്ട ആവശ്യമില്ല. അതാണ് ആൾക്കാർ ഏറ്റവും വലിയ പ്രശ്നം എന്താ പേരിടുക നോക്കണം. അതൊക്കെയാണ് പേരൊക്കെ ലാസ്റ്റാണ് പറയുമ്പോൾ പേര് ആക്ച്വലി നമ്മൾ തുടങ്ങിയ കമ്പനിയുടെ ഒരു എലിസ്റ്റോ എന്നാണ്, EALLISTO എലിസ്റ്റോ എന്നാണ്. സോ എലിസ്റ്റോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എലിസ്റ്റോയുടെ EALും SUITയും കൂടിയിട്ട് സ്യൂട്ട് ഓഫ് പ്രൊഡക്ട്സ്, സ്യൂട്ട് ഓഫ് ബിസിനസ്സിലെ എല്ലാ സാധനങ്ങളും ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് സ്യൂട്ട് റൂം എന്നൊക്കെ പറയും, സ്വീറ്റ് റൂം എന്ന് പറയും നാട്ടിൽ, സ്വീറ്റ് റൂം എന്ന് പറയും. അതെ, അപ്പോൾ അവിടെ LSUIT എന്ന് പേര്. പുറത്തൊക്കെ പറയുമ്പോൾ LSUIT എന്ന് പറയും. പിന്നെ എന്താണ് ഇപ്പോൾ വേറൊരു കാര്യമാണ്, ഇപ്പം ഇങ്ങനെയൊക്കെ എക്സ്പോഷർ ഉണ്ടാകുമ്പോഴേ പിന്നെ ഈ മണി ആൻഡ് പൊളിറ്റിക്സ് റോങ് ആയിട്ടുള്ള ആൾക്കാരാണ്
അട്രാക്ട് ചെയ്യാന്നുള്ളത്? ഫ്രണ്ട്ഷിപ്പും ഇതൊക്കെ സെറ്റായിട്ടുണ്ടോ മുന്നേ? ഇങ്ങനത്തെ അല്ല ഇത് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഡൈനാമിക്സ് ആണ്. ഞാൻ പറയുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ചെറിയ രീതിയിൽ ഈ പറഞ്ഞ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും ടോപ്പ് പൈസ കൊടുക്കുന്ന ഒരു ജിമ്മിൽ പോയി ചേർന്നാൽ മതി. ആ ജിമ്മിൽ പോയി ചേർന്നാൽ അവിടെ വരുന്ന ആൾക്കാർ അത്രയും ടോപ്പ് പൈസ കൊടുത്തിട്ടൊന്നും ചേരണ്ടേ. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ആൾക്കാർ ഈ പൈസ ഉള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവർ പൈസനെ കൊണ്ട് സംസാരിക്കലേ ഇല്ല ജനറലി. അവർ സാധാരണയൊക്കെ, പക്ഷെ അവർ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അവർ ഈ പറഞ്ഞ പോലെ ടൈമിങ് അവരെ പണികളൊക്കെ വൃത്തിക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ ജിമ്മിലേക്കൊക്കെ വരുന്നതന്നെ ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ ഓക്കെ നമ്മളെന്തായാലും പൈസ കൊടുക്കുന്നില്ല, എന്നാൽ കറക്റ്റ് ടൈമിൽ ജിമ്മിൽ പറഞ്ഞ അതൊന്നും അവർക്കില്ല. അവരെ സംബന്ധിച്ച് കാര്യങ്ങൾ വൃത്തിക്ക് നടക്കണം, മെനയിൽ നടക്കണം, കാര്യങ്ങൾ നടക്കണം. വൺസ് മണി ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. വൺസ് മണി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആക്ച്വലി മെറ്റീരിയൽ തിങ്സ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി ലെസ് ഇമ്പോർട്ടൻ്റ് ആയി തോന്നും. അല്ല ഇപ്പം എനിക്ക് എൻ്റെ ഒരു ഫോണുണ്ട്. ഫോണിൻ്റെ സ്ക്രീൻ പൊട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി അതിന് മാറ്റണം. ഇപ്പോൾ ഐഫോൺ ആണെങ്കിൽ മാറ്റാൻ ചിലപ്പോൾ 40,000-40,000 റുപ്യ ആവുമായിരിക്കും. ഈ 40,000 റുപ്യ ആവുന്നുള്ള നോളജ് എനിക്ക് ഉണ്ടാവില്ല എന്ന് ഫസ്റ്റ് വേണ്ടത്. ഇനി 40,000 ഉണ്ടാക്കാൻ എനിക്ക് അറിയെങ്കിലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് ഐഫോൺ സ്ക്രീൻ ഗാർഡ് ഇടാണ്ട് നടക്കാൻ ധൈര്യം വരും. അപ്പോൾ ഇതാണ് ഗെയിം. അപ്പോൾ ഇതിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ മണി മാനേജ്മെന്റിന്റെ എക്സ്റ്റെൻഡഡ് സാധനം എന്ന് പറയുന്ന സാധനം. അത് അവിടത്തേക്ക് എത്തിപ്പെടണ്ടേ. നമുക്ക് മണി ഒരു ഇമ്പോർട്ടൻ്റ് ആകുന്ന ഒരു ഫാക്ടർ ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് തോന്നും നമുക്ക് വേറെ പലതും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉണ്ടാവും. മണി കുറേ അല്ലേ, നമ്മൾ കുറേ പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസനല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മൾ സാധനങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ പൈസനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനാണ് പൈസ ഉണ്ടാക്കേണ്ടത് അല്ലേ? അതങ്ങനെ ആവും. നമ്മൾ അങ്ങനെ പൈസനെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോഴാണ് കൊളായി കിട്ടുക. പൈസനെ പറ്റി മാത്രം ചിന്തിക്കുമ്പോൾ പ്രശ്നമാണ്. ഞങ്ങള് പക്ഷെ അതിന്റെ ടോക്ക് വരേണ്ടതെന്നുള്ളതാണ്. പൈസനെ കുറിച്ചിട്ടോ? പൈസ അല്ല, ഇങ്ങനത്തെ ഐഡിയാസ്, പേടിയുള്ള ആൾക്കാർ ഐഡിയാസ്. എന്താ അവസ്ഥ? സമയം എത്രയായി? എത്ര ഇതായി? റെക്കോർഡിങ് എത്രയായി? എന്താ അവസ്ഥ? ചീഞ്ഞില്ലേ? 1 മണിക്കൂറായോ? ഗൂഗിള് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് ഒന്ന് നോക്കിക്കോളാം. ഓൻ പറഞ്ഞു 2-3 ഓക്കെ. ആര് മൂപ്പരെന്നെ പറഞ്ഞോ? അതാണ് പോഡ്കാസ്റ്റിന്റെ ഞങ്ങള് എന്താ പറയാ, ഇത് പോഡ്കാസ്റ്റിൽ ആദ്യം മനസ്സിലാക്കിയത്, ആദ്യം ഒരു പ്രാവശ്യം പോഡ്കാസ്റ്റ് എടുത്തപ്പോഴേ പോരാ നമുക്കിത് പറഞ്ഞു പോവാം. പോഡ്കാസ്റ്റ് എടുത്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് വന്നിരുന്നു. അപ്പോൾ ഓൻ പറയണൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. സർപ്രൈസ് വരുന്നില്ല, ലൈക്ക് മനസ്സിലായി എനിക്ക് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ കോൺവെർസേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് പറയുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവുന്നുണ്ട് പറയുമ്പോൾ അത് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് പിന്നെ പുതിയ ഒരാൾ കേൾക്കണ മാതിരി ആവണം എന്നുള്ള. അതെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആൾക്കാരോട് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഞാനിതൊരു പോഡ്കാസ്റ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പോഡ്കാസ്റ്റ് കേൾക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആള് അയാൾ എന്താ വേണ്ടത് എന്നുള്ളതിനെ പറ്റി നമുക്ക് നല്ല ക്ലാരിറ്റി. അയാൾ എന്ത് കാണാനാണ് ഈ പോഡ്കാസ്റ്റ് വരുന്നത്? വസീമിനെ കാണാനാണോ, അല്ലെ വസീം പറയുന്നത് കേൾക്കാനാണോ, അല്ലെങ്കിൽ വസീം പറയുന്നത് എന്തൊക്കെ അയാൾക്ക് കേൾക്കണ്ടേ, അത് അയാൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ കിട്ടണം. ഓക്കെ, വസീം ഈ ഏരിയനെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഈ ഏരിയനെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഈ ഏരിയയെ പറ്റി സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ പിൻ ഡൗൺ ചെയ്തിട്ടുള്ള രീതിയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എന്തൊക്കെ ഞാൻ ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ പിടിച്ചു നിർത്തിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈമിങ്ങിലേക്ക് സെറ്റ് ആക്കാം. അത് എനിക്ക് ആദ്യം സംസാരിക്കാൻ പറ്റുന്ന ഒന്നുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും. കാരണം ഇത് പ്യൂർലി ഫോർ ഓഡിയൻസിനായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ അത് ഭയങ്കര സ്ട്രക്ചേർഡ് ഫോം ആയി പോകില്ല അങ്ങനെ ആകുമ്പോൾ. അല്ല, അത് നിങ്ങളുടെ തലയിലേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൺട്രപ്രണർഷിപ്പ് പോലെയാണ്, നിങ്ങളെ ഗോളാണത്. എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയണമെന്നില്ലല്ലോ. ഞങ്ങൾ ഓഡിയൻസിനെ കട്ട് ചെയ്ത് കഴിച്ചിരിക്കും. ഞങ്ങൾ ഓർക്ക് ഇപ്പോൾ ഇതിലെങ്ങനെ വെച്ചാൽ ഞങ്ങൾ ഓഡിയൻസിനെ കട്ട് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടുക എന്നുള്ളിടത്താണ് ഞങ്ങൾ. അല്ല കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞ എല്ലാവരും പോഡ്കാസ്റ്റ് ചെയ്യുന്നു, നിങ്ങളും പോഡ്കാസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ ഡിഫറെൻ്റ് വേണ്ടേ? അതാണ്. അപ്പോൾ അത് ഇട്ടിട്ട് പിന്നെ അത് അതിൻ്റെ മേലെ നമ്മൾ ഇൻറ്റൻഷൻ പോലെയാണ്. നമ്മൾ എന്ത് ഇൻറ്റൻഷനിലാണ് ഇത് തുടങ്ങിയത്, ആ ഇൻറ്റൻഷൻ്റെ ഒരു അർത്ഥം ഉണ്ടോ, അതിന് സോള് നിങ്ങൾ കാണുന്നുണ്ടോ? സോള് കാണുന്നുണ്ടെങ്കിൽ സോള് കാണുന്ന ആൾക്കാരെ ടീമിൽ കയറ്റുക, മൂവ് ഓൺ ചെയ്യുക. അതൊക്കെ ഒരു പോയിന്റ് എത്തുമ്പോൾ മണി ഇൻവോൾവ് ആവും. ഈ പോയിന്റ് എത്തുമ്പേ ഇൻവോൾവ് ആവുള്ളൂ. ഇപ്പം നമ്മുടെ ചിലപ്പോൾ ഉണ്ടാവും. ആ ഇൻവോൾവ് ആവുന്ന പോയിന്റ് ആകുമ്പോഴത്തേക്ക് ഇതിനൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി.
ഇപ്പൊ ഇല്ല. അതെ, ഞാൻ പറയുന്നത് ആ പോയിന്റ് എത്തുന്ന ആ പീക്ക് ആവാൻ കാത്തിക്കരുത്. അതിന് മുമ്പേ മണി ജനറേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും നോക്കിയാൽ മതി. ആ സമയത്ത് ജനറേറ്റ് ചെയ്താൽ അതും ഹാപ്പി ആവും. ഇല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ കൂട്ടി വരാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഒരാളത്തിനെ പിടിച്ചിട്ട് നീ നമ്മുടെ മെയിൻ പോഡ്കാസ്റ്റ് ഇൻവെസ്റ്ററെ കൂട്ടി വരുമ്പോൾ ഇപ്പോൾ നീ പറഞ്ഞ പോലത്തെ പേടി എനിക്കും ഒക്കെ ഉണ്ടാവലുണ്ട്. കാരണം എന്താ വെച്ചാൽ ആദ്യം സൈലന്റ് പാർട്ട്ണർ ആയിരിക്കും, പിന്നെ സംസാരിക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് എല്ലായിടത്തും അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അല്ല, ഇതെന്താ പറയുക, നമ്മൾ കാണുന്ന ഇൻവെസ്റ്റേഴ്സ് അല്ല റിയൽ ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ കാണുന്ന ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ പൈസ ഉള്ള കുറച്ച് ആൾക്കാരാണ്. റിയൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഗെയിമേ കളിക്കുന്നതാണ്. നമുക്ക് ആ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ഞാൻ തിരിച്ചു വരില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കുമ്പോൾ എന്തിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കുന്നതെന്നൊരു ക്ലാരിറ്റി വേണം. ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചിട്ട് ഇനി ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ആ ചെയ്യാൻ പോയിട്ട് ഈ പൈസ തീർന്നതിന് പിന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇയാളുടെ അടുത്തേക്ക് തന്നെ പോകേണ്ടി വരുമോ എന്നൊക്കെ പറ്റി നമുക്ക് ചെറിയൊരു ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് ആക്ച്വലി എത്ര ഫണ്ട് റേസ് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടും. ആ ഫണ്ട് കിട്ടുന്ന ആൾ ആരാണോ, ഒരു 5 ആളാണോ 10 ആളാണോ കൂടിയിട്ടാണോ ഫണ്ട് വരുന്നത് എന്നാലേ നമുക്ക് ഈ പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ ഒരാളിപ്പോൾ ലെറ്റ്സ് നമുക്ക് വേണ്ട ഒരു 10 lakhs ആണ്, 1 ലക്ഷം തരുന്ന ആളുണ്ടെങ്കിൽ എന്നാൽ 1 ലക്ഷം വെച്ച് തുടങ്ങാമെന്ന് പറയുന്ന പണി ചെയ്യരുത്. 10 ലക്ഷം ഉണ്ടാക്കിയിട്ടേ തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഗെയിം. അപ്പോൾ നമുക്ക് കുറച്ച് കൺട്രോൾ ഉണ്ടാവും ബിസിനസ്സിൽ ചെയ്യുന്നതിൽ. നമ്മൾ ഇങ്ങനത്തെ കൺട്രോൾ ഇല്ലെങ്കിൽ, ഈ കൺട്രോൾ ഉള്ള ആളാണ് ഇൻവെസ്റ്റർ എങ്കിൽ ഇയാൾ നമ്മൾ എന്ത് ചെയ്യും, ഓവർ പവർ ചെയ്യും, അല്ലെങ്കിൽ ഓവർ ത്രോ ചെയ്യും എന്ന് പറയുന്ന പണിയെടുക്കും. അതൊക്കെ കൂടി ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്താ ഡിസിഷൻസിനെ പറ്റി നമ്മൾ കുറേ സംസാരിച്ചു. എങ്ങനത്തെയൊക്കെ ഡിസിഷനാണ് എടുക്കാൻ പറ്റാത്തതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ സ്കില്ലിൽ ഞാൻ കോൺഫിഡൻ്റ് അല്ലാത്ത ഒരു ഡിസിഷനും ഞാൻ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എനിക്കിപ്പോൾ പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഞാൻ ഡ്രസ്സ് എടുക്കാൻ അങ്ങനെ പോകാറില്ല. ഞാൻ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഡ്രസ്സ് എടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ ഒറ്റയ്ക്ക് പോയി ഡ്രസ്സ് എടുത്ത് ഓവറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെൻ്റെ ലൈഫിൻ്റെ ഒരു തരത്തിലൊരു പാർട്ടാകുന്ന സാധനമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ അറിയുന്ന ഫ്രണ്ട്സിനെ കൂട്ടി പോയി ഡ്രസ്സ് എടുത്താൽ മതിയല്ലോ. അതേപോലെ ചില ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നും, നമ്മൾ ഈവൻ ദോ നമ്മളാണ് ഡിസിഷൻ എടുക്കേണ്ടെങ്കിൽ പോലും ഈ ഡിസിഷൻ എടുക്കാൻ നമ്മൾ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ക്വാളിഫൈ ചെയ്ത ആൾക്കാരുടെ അടുത്ത് കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് അവരും കൂടി ചോദിക്കുക, ഈ ഡിസിഷൻ്റെ അപ്സും ഡൗൺസും ഒക്കെ പഠിക്കുക, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക ഡിസിഷൻ എടുക്കുക. പക്ഷേ ഞാൻ പറയുന്നത് ചില ഡിസിഷൻസ് ഒക്കെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എന്നോട് പറയാൻ ഒരുത്തൻ അവൻ്റെ വീട്ടിലെ ഒരു ലെറ്റ്സ് ഫാമിലിയിൽ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ട്, സോ അതിനൊരു ഫണ്ട് ആവശ്യമുണ്ട്, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊരു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഡിസിഷൻ ഞാൻ എടുക്കണം. ഞാനിപ്പോൾ ഫൈനാൻസ് ഗൈ ആയിരിക്കും, ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഫൈനാൻസിൽ ഫണ്ട് ഇൻവോൾവ് ചെയ്യുന്ന ഭയങ്കര, അപ്പോൾ എനിക്കത് ഡിസിഷൻ എടുക്കാൻ ഹാർഡായിരിക്കും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡിസിഷൻ ഏറ്റെടുക്കാൻ പറ്റുന്ന നമ്മുടെ ടീമിൽ ആരാ ഉള്ളത് എനിക്ക് ഞാൻ ഡെലിഗേറ്റ് ചെയ്യാം. ടോനോട് പറയാം, നീ എന്ത് ഡിസിഷൻ എടുത്തോ, ഞാനത് എന്ത് ചെയ്തോളാം, ട്രസ്റ്റ് ചെയ്തോളാം, കുഴപ്പമില്ല, എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സാധനത്തിൽ. അപ്പോൾ ഡിസിഷൻ എപ്പോഴും തന്നെ എടുക്കണം എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊക്കെ തന്നെ ആ ഡിസിഷൻ എടുക്കാൻ നമ്മുടെ ടീമിൽ ആരെങ്കിലും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാനും റെഡി ആയാൽ മതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളെയും കൂടി അസിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുത്താൽ മതി. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ കമ്പനിയിൽ ഏറ്റവും കുറവ് സ്വന്തമായി ഡിസിഷൻ എടുക്കുന്ന ആളിപ്പോൾ ഞാനായിരിക്കും. ഞാൻ എൻ്റെ അടുത്ത് വരുന്നതിൽ എനിക്കറിയുന്ന ഏരിയയിൽ മാത്രമേ ഞാൻ ഡിസിഷൻ എടുക്കാൻ നിൽക്കാറുള്ളൂ. ഇല്ലെങ്കിൽ ഞാനൊക്കെ ഡെലിഗേറ്റ് ചെയ്യും. എനിക്കറിയാത്ത ഇപ്പോൾ ലെറ്റ്സ് റെൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡിസ്കഷൻ നടക്കുകയാണെങ്കിൽ മേ ബി ചിലപ്പോൾ ഞാൻ അതിലധികം ഇൻവോൾവ് ചെയ്യാത്ത കാര്യമായിരിക്കും. എനിക്കതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലെങ്കിൽ അതറിയുന്ന ആളെ ഇൻവോൾവ് ചെയ്യട്ടെ. അത് അറിയുന്ന ആൾ കമ്പനിയിൽ ഉണ്ടാവും ഫോർ എ ടൈം ബീങ്. നമ്മളെപ്പോഴും ആലോചിക്കുക, ഇയാൾ നാളെ ഇല്ലെങ്കിലോ, ഇത് ഞാനെല്ലാം എടുക്കണ്ടേ, ഇയാളുണ്ടല്ലോ ഇവിടെ, ബിലീവ് ഇറ്റ് അല്ലേ. നമ്മളൊന്നും ഇല്ലാത്ത ഇന്ന് ഉണ്ടാക്കാൻ കമ്പനി വന്നേ. അപ്പം പിന്നെ അയാൾ ഉണ്ടാവും എന്നൊക്കെ ബിലീവ് ചെയ്യുക, പണി തുടങ്ങുക. ഇല്ലാണ്ട് നിൽക്കുമ്പോൾ എന്തരം പഠിക്കാം. ഇതൊക്കെ തന്നെയാണ് ഡിസിഷൻ മേക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതെ, ആൾക്കാർ ഡിസിഷൻ മേക്കിംഗ് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് പറയുമ്പോഴേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ചെറിയ ഡിസിഷൻസ് എടുത്തിട്ട് അതിൻ്റെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറയുന്നത് നമ്മൾ ഒരു പോയിന്റ് എത്തിക്കാൻ നമുക്ക് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിനൊക്കെ ഇത്ര പവർ ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഓക്കെ, നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസിന് നമ്മളിപ്പോൾ ഞാനിപ്പം പറയുകയാണ് നാളെ മുതൽ എല്ലാവരും വൈറ്റ് ഡ്രസ്സ് ഇടണം. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ തന്നെ എല്ലാവരും ഇട്ടിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൊള്ളാലോ ഞാൻ പറയുമ്പോൾ അങ്ങനത്തെ ഡിസ്റ്റൻസ് ഒന്നും അല്ലല്ലോ ഞാൻ എടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ അറിയില്ല ഈ പറഞ്ഞ കമ്പനി വലുതാന്ന്. അതുകൊണ്ട് പറഞ്ഞാൽ എപ്പോഴും കമ്പനി സ്റ്റാർട്ടപ്പായി കാണാൻ പഠിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. അത് വലുതാവുമ്പോഴും സ്റ്റാർട്ടപ്പായിട്ടുണ്ട്, സ്റ്റാർട്ടപ്പിൻ്റെ കൊണ്ടുപോകണ്ടേ. അത് ആക്ച്വലി ഞാൻ കുറേ അധികം പ്രാക്ടീസസ് ഉണ്ടാവും വേൾഡിൽ. പല സ്റ്റാർട്ടപ്സും വലിയ കമ്പനിയായിട്ടും സ്റ്റാർട്ടപ്പായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേ മോഡൽസ് ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ചെറിയ ഐഡിയാസ് കിട്ടും. എങ്ങനെ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് സ്ട്രക്ചർ ഒന്നും വരാണ്ട് ശ്രദ്ധിക്കാം, നമുക്ക് എങ്ങനെ ഒരു ഡയറക്റ്റ് അപ്രോച്ചുകൾ കൊണ്ടുവരാം, നമുക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ പറയുന്നത്. എന്താ ഈ കോർപ്പറേറ്റ് സ്ട്രക്ചറിനോട് ഇത്ര
ഒരു പ്രശ്നമില്ല. നമ്മൾ ചെയ്യുന്നത് കോർപ്പറേറ്റ് പരിപാടിയല്ലല്ലോ. നമ്മൾ സ്റ്റാർട്ടപ്പ് ഒരു ഇന്നോവേറ്റീവ് ഡിസ്ട്രപ്റ്റീവ് സാധനമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതിനൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഇതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ നോക്കുവാണെങ്കിൽ പ്രശ്നം. കോർപ്പറേറ്റ് അവരുടെ ബുക്കിൽ എഴുതിയ പോലെ അത് ചെയ്യണം ഉണ്ടാവല്ലോ അല്ലെ. ബുക്കിൽ എന്താ ഉള്ളത്, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന അനാലിസിസ് നമുക്ക് നടത്താം. നോക്കാം, സ്വാട്ട് അനാലിസിസ്, മറ്റേ അനാലിസിസ്, നമുക്ക് കുറെ അനാലിസിസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് അതൊക്കെ എന്തായാലും ചെയ്യണം. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഗട്ട് ഫീലിംഗും കൂടി വരും സ്റ്റാർട്ടപ്പിൽ. നമുക്ക് ഓക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും അത് ചെയ്യണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന സാധനം. പക്ഷെ അത് കോർപ്പറേറ്റ് ടൈപ്പ് ഓഫ് ഓടുന്ന കമ്പനികൾക്കാണെങ്കിൽ ആക്ച്വലി ഈ ഗട്ട് ഫീലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഈ ബുക്ക് പറയുന്ന സാധനം ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്താൽ തന്നെ മെജോറിറ്റി ഡിസിഷൻസ് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അതാ പറഞ്ഞത്, ഇന്നോവേറ്റീവായിട്ട് ഡിസ്ട്രപ്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് മെന്റാലിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. സാധാരണ നമ്മൾ തുടങ്ങുന്ന പരിപാടി എടുക്കുന്നു. കാരണം ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന സാധനം തുടങ്ങുന്നത് ഞാൻ. പിന്നെന്താ പ്രശ്നം, മറ്റേത് ആൾക്കാർക്ക് അറിയാത്ത കാര്യം തുടങ്ങുന്നത്. ഓ നൈസ്. പിന്നെ എങ്ങനെയുണ്ട്, എന്താ നാട്ടിൽ കച്ചവടം ചെയ്തിട്ട് അടിപൊളിയാണോ? നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഓഡിയൻസിനെ പോലെയാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഓഡിയൻസ് എങ്ങനെയാണോ അതേപോലെ നമുക്ക് വലുതാവാൻ പറ്റും. ഇപ്പം എൻ്റെ ചൂസ് ചെയ്യുന്ന ഓഡിയൻസ് മേ ബി ചിലപ്പോൾ കുറച്ച് പ്രീമിയം. അല്ലാതെ ഇപ്പോൾ പൊളിറ്റിക്കലി ലൈക്ക് ഇവിടുത്തെ ഇതായിട്ടൊക്കെ എന്തെങ്കിലും ക്ലാഷ് വരുന്നുണ്ടോ, അതാണ് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി ഇൻക്ലൈൻഡ് ആണെങ്കിൽ എനിക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ഗോൾ അതാണോ എന്നുള്ളതോ അതിനെ അലൈൻ ചെയ്യുന്നുണ്ടോ. എനിക്ക് മൾട്ടിപ്പിൾ വേയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഡിസിഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ ചില ഗോൾ എത്താൻ എനിക്ക് പല വഴിയിലോട്ടും പോകും. നമ്മൾ മാത്സിലൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടീച്ചർ അറിയിപ്പോൾ ആൻസർ കിട്ടിയാൽ മതി, വൈ നീ ഏത് വേണമെങ്കിൽ എടുത്തോ എന്ന് പറയുന്ന പോലെയാണ്. എൻ്റെ ഗോൾ എത്താൻ എനിക്ക് പൊളിറ്റിക്കലി ഇൻവോൾവ് ആകുന്നത് ഈ ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻവോൾവ് ചെയ്യാനുള്ള പണി എടുക്കേണ്ടി വരും. ഈ ടൈമിന് ഇമ്പോർട്ടൻ്റ് അല്ലേ, അത് ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ഇരുന്നാൽ മതി എന്ന് പറയുന്നത്. അതാണ് ഈ ബിസിനസ് ഇത്ര ഫ്ലെക്സിബിൾ ആവുന്നതല്ലേ. എല്ലാ പാർട്ടിക്കും അവര് ഫ്ലെക്സിബിൾ ആണ്. കാരണം നമ്മൾ അതിലല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലേ. കാരണം ബിസിനസ്സിനെ സംബന്ധിച്ച് പരിപാടി നടക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പരിപാടി എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ മോർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചാൽ ഒരു പ്രൊഡക്റ്റോ സർവീസോ വാട്ടെവർ ഞാൻ എന്താണ് ഓഫർ ചെയ്യുന്നത് കസ്റ്റമർക്ക്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അത് വൃത്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോൾ എന്നെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ ഓപ്പോസിറ്റ് ആണോ വരുന്നത്, സൈഡിലോട്ടാണോ വരുന്നത്, എനിക്ക് മാറിക്കൊടുത്ത് അവർ പോകുമോ. അങ്ങനെയാണെങ്കിൽ പിന്നെ വെറുതെ അവരോട് അടികൂടേണ്ട ആവശ്യമില്ലല്ലോ. CEO എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എന്തായിരിക്കും പണി? ഇപ്പം നിങ്ങൾ എടുക്കുന്ന, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മേലെ ഇവിടെ ഇരിക്കലാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അത് തന്നെയാണോ ചെയ്യുന്നത്? CEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി CEOൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ജനറലി പറയുകയാണെങ്കിൽ കമ്പനീൻ്റെ ഹോൾ ഇമേജ് ഓഫ് ഫ്രണ്ട് ഫേസ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ ഡെഫിനിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊരു ഭയങ്കര തോൽവിയാണ്. കാരണം എൻ്റെ കമ്പനിയിൽ എൻ്റെ പാർട്ട്ണറാണ് ആക്ച്വലി പറഞ്ഞ മെയിൻ പണികളൊക്കെ എടുക്കുന്നത്. സോ ബേസിക്കലി CEO എന്ന് പറയുന്ന ആ പോസ്റ്റിൽ എടുക്കേണ്ട ഒരു 90% പണിയിൽ അല്ലെങ്കിൽ 100% പണിയിൽ ഒരു 80% പണി ഞാൻ എടുക്കലുണ്ട്. ഈ 80ൽ റിമൈനിങ് 20% ആക്ച്വലി പറഞ്ഞ അതാണ് ശരിക്കും ആക്ച്വലി CEO ചെയ്യേണ്ട പണി. കമ്പനീനെ ഫേസ് ചെയ്ത് മാർക്കറ്റ് ചെയ്തിട്ട് അതിനെ വലുതാക്കുക. നമ്മൾ കേൾക്കുന്ന CEOs, ഗൂഗിളിൽ CEO സുന്ദർ പിച്ചായി എന്ന് പറയുന്നു, മൈക്രോസോഫ്റ്റിൻ്റെ CEO സത്യനാഥെല്ലാം പറയുന്നു. എന്താ അവിടെ വേറെ ആൾക്കാരൊന്നും പണിയെടുക്കില്ലേ അല്ലേ? നമുക്ക് അവരെ ഐക്കണായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആ ഫേസ് ഓഫ് ആ ക്ലാരിറ്റിയിലുള്ള ഒരാൾ പുറത്തിറങ്ങുക എന്നുള്ളതാണ് ആക്ച്വലി CEOൻ്റെ പണി. ബാക്കിയുള്ള നമ്മൾ എടുക്കുന്ന കമ്പനിയൊക്കെ COO, CIO എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ പോസ്റ്റുകളുണ്ട്. ഈ CCO എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുക ആക്ച്വലി വേറെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലത്തെ തന്നെ പരിപാടികളുണ്ട്. ആക്ച്വലി ഇതൊക്കെ നമ്മൾ ഈ IDC പോലത്തെ ഓർഗനൈസേഷനിൽ പാർട്ടാകുമ്പോൾ അവിടെ ഇതിൻ്റെ ഒരു മിനിമൽസ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ട്രൈ ചെയ്യും. ഇപ്പോൾ ഞാൻ ആക്ച്വലി നിങ്ങൾ 2017 MES വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വസീം ആരാന്ന് വെച്ചാൽ വസീം IDCൻ്റെ CEO എന്നാണ് പറയാം. ഓക്കെ, ജസ്റ്റ് ഫീൽ കിട്ടാൻ ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ പണി നടക്കുന്നതെന്ന് പറയുന്ന സംഭവം. എക്സ്പോഷറാണ് ശരിക്കും. ഇതാണ് ലാക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇതൊക്കെ വൃത്തിക്ക് കിട്ടിയാൽ തന്നെ ഒരു ഐഡിയ കിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയാണോ ഇതെന്നുള്ളത്. അതാണ് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ബേസിക്കലി ജോലി നേടുക ആ ഒരു കോളേജിൽ നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ലെവറേജ് ഉണ്ട്. കാരണം ഞാനിപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏത് കമ്പനിയിൽ പോയിട്ട് വേണമെങ്കിലും ചോദിക്കാം എനിക്ക് ഇന്റേൺഷിപ്പ് തരുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലുമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കാം. ആ ആൾ കാണുന്നത് ഒരു ലേൺ ചെയ്യാൻ വരുന്ന ഒരാളെ പോലെയാണ്. ഇവനെ കൊണ്ട് ലയബിലിറ്റി ഒന്നുമില്ല, അയാൾക്ക് ഒരു തലവേനൊന്നുമില്ല. ഇവൻ വന്നത് ഇങ്ങോട്ടേക്ക്. പക്ഷെ വൺസ് ഇവൻ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവൻ വരുമ്പോൾ ആക്ച്വലി ഞാൻ ലയബിളാണ്. ഇവനെ ഇവിടെ വെച്ചിട്ട് ഇവൻ നാളെ പറയാണ് എനിക്കിവിടെ ഒന്നും ശമ്പളം തന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നോട്ടെ. അപ്പോൾ കുറേ അധികം ഞാൻ കൺസേൺ ആണ്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത്രയും അടിപൊളി സപ്പോർട്ട് സിസ്റ്റം ഉള്ള സമയത്ത് ആക്ച്വലി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാക്സിമം ചെയ്യാന്നുള്ളതാണ് നമുക്ക് എക്സ്പോഷർ ഉണ്ടാക്കാൻ പറ്റിയ ഹാക്ക്. അത് മടിച്ചു വെക്കുക എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്
എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ആണ് നമ്മളിത് സംസാരിക്കല് സാധാരണ. ഇപ്പം പറയുന്നത് ആ സ്റ്റേജ് ഉണ്ടായിട്ട് പോകുമ്പോൾ ഒരു പ്രസംഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഞാനൊന്നും ജീവിതത്തിൽ പ്രസംഗിക്കാൻ പോയിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് അത് മാത്രമല്ലല്ലോ, ഞാൻ പറയുന്നത് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ എന്ന് പറയുന്ന ഏരിയ ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ സംഗീതത്തോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. സംഗീതം ഒന്നും പഠിക്കാത്ത കോളേജിൽ പോയിട്ടാണ് അവൻ പഠിക്കുന്നതെങ്കിൽ എനിക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ ഓൻ പുറത്തിറങ്ങിയാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, എൻ്റെ കോളേജിൽ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കിത് അറിയാത്തത്. ആ ഒരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഹണ്ട് ചെയ്യണം എന്തൊക്കെ പറ്റുമെന്നുള്ളത് അല്ലേ. റൈറ്റ് കോൺവെർസേഷൻസിലേക്ക് വന്ന് പെടാഞ്ഞിട്ടായിരിക്കും അല്ലേ ചിലപ്പോൾ. ആ ഇതും ഭയങ്കര ഐഡിയാസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പൂള് വേണ്ടേ. ഞാൻ പറഞ്ഞ ഐഡിയാസ് ഡിസ്കസ് ചെയ്യുന്നൊക്കെ ഒരു ലെയറിന് അപ്പുറത്തേക്കല്ലേ. പിന്നെ വേറെ വെച്ചാൽ എല്ലാവരും ഫൗണ്ടർ ആവണം എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ഇപ്പോൾ ആലോചിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്കൊരു കമ്പനിയുടെ പാർട്ടാണോ, കമ്പനി തുടങ്ങണം, പക്ഷെ എനിക്ക് തുടങ്ങാനുള്ള സ്കില്ലൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ എത്രയോ ആൾക്കാർ കോ ഫൗണ്ടർ തപ്പി നടക്കുന്നുണ്ട്. പോയിട്ട് അവരെ പാർട്ടാവല്ലോ. എന്തിനിപ്പോൾ ഒരു സ്റ്റീവ് ജോബ്സ് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പുറത്ത് സ്റ്റീവ് വോസ്നിയാക്ക് ഉണ്ട്. ഒരു ലാറി പേജ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ലാരി പേജിൻ്റെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ. സോ ബേസിക്കലി എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് ഫേസ് കാണുന്ന ആൾ തന്നെ അല്ല കമ്പനി റൺ ചെയ്യുന്നത്. ജനറലി എപ്പോഴും ഫ്രണ്ട് ഫേസിന് ഞാൻ നിൽക്കണമെന്ന് വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണി നടക്കാന്നുള്ളതിനെ പറ്റി എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതിനുള്ള സ്കില്ലുണ്ടോ നിങ്ങൾ ഫ്രണ്ട് ഫേസിൽ എത്തിക്കോളും. അതെ, അങ്ങനെ എത്തട്ടെ. വേറെ എന്താണ് ഞങ്ങൾ ചോദിക്കാൻ മിസ് ചെയ്ത് പോയിട്ടുള്ളത്? പോഡ്കാസ്റ്റിൽ ചോദിക്കുകയാണ്. ഞാൻ പോഡ്കാസ്റ്റിൽ അതെ, ചോദ്യങ്ങൾ ഭയങ്കര വാലിഡാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ മറ്റേ ഇത് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ഹൗ ടു തിങ്ക്, വാട്ട് ടു തിങ്ക് ആണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്നാണ്. അതിൻ്റെ ഒരു ടെക്ടോക്കിൽ കണ്ടാണ് എന്താ തിങ്ക് ചെയ്യേണ്ടതെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ശരിക്കും ഹൗ ടു തിങ്ക്. ഞാൻ പറഞ്ഞൊരു മെന്റാലിറ്റി ചേഞ്ച് എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. കാരണം വെച്ചാൽ നമ്മൾ ഭയങ്കര കംഫർട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ കംഫർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ചെയ്യേണ്ട പണികൾ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നും എന്തിനാന്നൊക്കെ പറയുന്ന സമയം. പക്ഷെ ഞാൻ പറയുന്നത് കംഫർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പം ഞാൻ പറയുന്നത് എപ്പോഴും ജിമ്മിൽ പോകുന്ന ആൾക്കാർ കമ്പനി തുടങ്ങി സക്സസ് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കൺസിസ്റ്റന്റ് ആവണം എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. ഓക്കെ, പക്ഷെ കൺസിസ്റ്റന്റ് ആവാത്ത ആൾ എന്തായാലും ഫെയിൽ ആവും. കാരണം കൺസിസ്റ്റന്റ് ആവാത്ത ആൾക്കാരാ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തിന് നിൽക്കാൻ. അപ്പം ഞാൻ വൃത്തിക്ക് പണിയെടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആൾക്കാർ വർക്ക് ചെയ്യാൻ റെഡി ആവുള്ളൂ. അല്ലാണ്ട് ഞാൻ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ എന്ത് ചെയ്യില്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരില്ല. അയാൾക്ക് ജോബ് സെക്യൂരിറ്റി വേണം. അപ്പോൾ അതേപോലത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളിയായിരിക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും അടിപൊളി ആയിരിക്കാൻ വേണ്ടി ഞാൻ ത്രൈവ് ചെയ്യും, അതേപോലെ അവരും ത്രൈവ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഔട്ട്പുട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതാണ്. അതെ, അങ്ങനെയാണ് ഫിലോസഫി അങ്ങനെ കിടക്കുന്നു തോന്നുന്നുണ്ട്. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, മറ്റേതൊക്കെ വന്നോളൂ എന്നാ പറയുന്നത്. അതെ, നമ്മള് അതാക്കുന്നു. ജനറേറ്റർ ഇല്ല കേട്ടോ, നമുക്ക് പറയാം, പറയണ്ടേ നമുക്ക് ഇതിൽ പോവാം. ഡാർക്ക് മോഡ് നമ്മളെ ആരതിയിലാണ് പോയിട്ടുള്ളടാ, ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കിത് സ്പോട്ടിഫൈയിലിടാലോ. ആരതാ? വിഷ്ണുവിൻ്റെ അല്ലേ? നീ പറഞ്ഞോ. എന്നിട്ട് കറണ്ട് പോണ അവസ്ഥയിലെത്തി. പറ. അതെ, വേറെന്താ നിങ്ങൾ പറയാൻ ചോദിക്കും. ഞാൻ ഇപ്പൊ ചോദിച്ചല്ലോ, എന്താ ചെയ്യാൻ? ഇത് മറ്റേ ഒരു ഇത് കേട്ടു ഞാൻ, ഈ ത്രൈവ് ചെയ്യാന്ന് പറഞ്ഞത് തന്നെയാണ് എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു മറ്റേ ഹ്യൂബർമാൻ പറയുന്ന കേട്ടി. ഒരു കാര്യത്തിൽ ത്രൈവ് ചെയ്യാന്ന് പറയുന്നത് അത്ര അതിന്റെ എൻഡ് റിസൾട്ട്. നമ്മളെപ്പോഴും അതിനെ പറ്റി ഞാൻ വേറൊരു ആംഗിൾ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്കൊരു ഗോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഗോൾ ഞാൻ അച്ചീവ് ചെയ്തെന്ന് വിചാരിക്കാം. പിന്നെന്താ ഞാൻ ചെയ്യണ്ടേ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പം ഞാനിപ്പോൾ എനിക്ക് ഗോളുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഗോളാണ് ഒരു കാറ് മേടിക്കുക എന്നുള്ളത്. ഞാൻ കഷ്ടപ്പെട്ട് കാറ് മേടിച്ച്. ഇനിയിപ്പോൾ എന്താ എൻ്റെ അടുത്ത ഗോൾ? അപ്പോൾ ജനറലി ഒരു സക്സസ്സിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആ പ്രോസസ്സിനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഗോൾ ഉണ്ടെങ്കിലും കൂടി ഞാൻ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് ആക്ച്വലി ഗോളിലല്ല, ഞാൻ ആ ജേണിയാണ് ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്യുന്നത്. അപ്പം എന്താ വെച്ചാൽ എൻ്റെ ഗോള് ഒരു പോയിന്റ് എത്തുമ്പോൾ എൻ്റെ ഗോളിൻ്റെ ക്ലാരിറ്റി മാറ്റിക്കൊണ്ടേ ഞാനിരിക്കും. ഞാൻ പിവറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ ഗോളിനെ കുറച്ചും കൂടി ചലഞ്ചിങ് ആക്കും ഓട്ടോമാറ്റിക്കലി. സോ ഞാൻ ആ ജേണി എപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ടാവും. ഈ ജേണി എൻജോയ്മെൻ്റ് ആണ് ആക്ച്വലി ഞാൻ ഇങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ആ ഗോളിലേക്ക് ഞാൻ പെട്ടെന്ന് എത്തിയാൽ ഞാൻ ചിലപ്പോൾ കമ്പനി വിറ്റിട്ട് ഞാൻ വേറെ അടുത്ത പണി നോക്കുന്നുണ്ടാവും. ഒരു സാധനം ബെറ്റർ ആക്കുക എന്നുള്ളൊരു ഗോളിന് എൻഡ് ഇല്ലല്ലോ, അതൊരു ഇൻഫിനിറ്റി അല്ലല്ലേ. അതെ, എനിക്കൊരു പോയിന്റ് എത്തുമ്പോൾ തോന്നും ഇതിന് ഞാൻ ആപ്റ്റ് അല്ല, ഇതിന് ആപ്റ്റ് ആവാൻ പറ്റുന്നതിനേക്കാളും ബെറ്റർ ആൾക്കാർ മാർക്കറ്റിലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുക, ഞാൻ അടുത്ത പണിയിലേക്ക് പോകും. ഞാൻ പറയുന്നത് ഇതൊക്കെ മറ്റേതല്ലേ, ആ ലെവൽ ആയാലുള്ള കഥയാണ്. ആ ലെവൽ ആവാൻ ആകെ നമ്മൾ കൺസിസ്റ്റന്റ് ആയാൽ മതി എന്നുള്ളതാണ് ഗെയിം.
അതെ, ഡിസിപ്ലിനെ കൊണ്ടുവരാൻ പറ്റുന്ന ഡിസിപ്ലിൻ്റെ ഗെയിം എന്താ വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണ്ടേ, ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ പോയി സെല്ല് ചെയ്താലേ പൈസ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കി തീർക്കാൻ എനിക്ക് 5 കൊല്ലം എടുക്കുമെങ്കിൽ 2.5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയവന് ആദ്യമേ റവന്യൂ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ജനറലി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ക്വാളിറ്റി കുറയാണ്. ക്വാളിറ്റിയും ഇത് വ്യത്യാസമല്ല, മീൻസ് ക്വാളിറ്റി കൂടുതൽ. ഞാൻ പറഞ്ഞ ടീം സമ്മതിക്കുമോ ഈ ക്വാളിറ്റി കുറച്ചിട്ട് ഈ സാധനം ഉണ്ടാക്കാൻ? അവരെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കില്ല. അതെ പറഞ്ഞു. അപ്പൊ ടീം സമ്മതിക്കില്ല. പക്ഷെ ഒരാളെങ്കിലും വാശി പിടിച്ചാലേ ഇത് പെട്ടെന്ന് ഇറങ്ങുള്ളൂ. അതെ, അപ്പൊ ആ വാശി പിടിക്കുന്ന ആളായാൽ മതി. ഞാൻ ഇതൊക്കെ ഞാൻ അവര് ഫ്ലെക്സിബിളാണ്, ഞാൻ റെഡിയാണ്. പക്ഷെ ഞാൻ വാശി പിടിക്കാനും റെഡിയാണ്. അപ്പൊ ഈ വാശി പിടിക്കുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ഈ ടൈമിനുള്ളിൽ തീർക്കണം. അവർ പറയുന്നത് 6 മന്തിൽ തീർക്കണം. ഞാൻ പറഞ്ഞില്ല 3 മാസം കൊണ്ട് ഇറക്കണം എന്ന് പറയും. ഈ 3 മാസം കൊണ്ട് ഞാൻ പറഞ്ഞാലെങ്കിൽ 4 മാസം കൊണ്ട് ഇത് ഇറങ്ങുള്ളൂ. ഇല്ലെങ്കിൽ 6 മാസം എന്നുള്ളത് ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, 8 മാസം ആയിട്ടുണ്ടാവും. ആ 8 മാസം ആകുമ്പോൾ ആക്ച്വലി അവരെ സംബന്ധിച്ച് 2 മാസം ഡിലേ വന്നിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് ഒരു 10 കോമ്പറ്റേറ്റർ കമ്പനി വന്നിട്ടുണ്ടാവും ആ സമയം കൊണ്ട്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഐട്രേറ്റ് ചെയ്തിട്ട് പരിപാടികൾ തീർക്കുക എന്നുള്ളത് ആസ് എ പ്രൊഡക്റ്റ് കമ്പനി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ പ്രൊഡക്റ്റിന് ശരിക്കും ക്വാളിറ്റിയിലാണോ അതോ ആൾക്കാരെ കയ്യിലെത്തുന്നതിലാണോ, അതായത് എന്താ പറയുക, ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ കയ്യിലേക്ക് എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷനാണോ? അത് ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ പോലെ വേറൊരു സ്ഥലത്ത് കേട്ട പോലെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ലൈക്കബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, ലവബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. ലൈക്കബിൾ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആക്ച്വലി നല്ല ആൾക്കാർ നമുക്ക് ഇനീഷ്യലി കിട്ടും. പക്ഷേ ആൾക്കാരെ ലൈക്ക് വേറൊരു നല്ല സാധനം വരുമ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കോളും. ലവബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കിട്ടാൻ കുറച്ച് പാടാണ്. കാരണം ആൾക്കാരെ ലവ് ചെയ്ത് വരാൻ പാടാണ്. ഈ ലവബിൾ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ആൾക്കാരോട് സംസാരിക്കും. ഓക്കെ, എനിക്ക് എന്തായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടാവും. ഈ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ട്. ഫോൺ പേ വന്നപ്പോൾ ഫോൺ പേ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നീ എന്തിനിപ്പോൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത്, ഫോൺ പേ ഭയങ്കര സിമ്പിൾ അല്ലേ എന്നൊക്കെ പറയുന്നത്. സോ ഇതേപോലെ ഓരോ പ്രൊഡക്റ്റ് നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോഴും പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നതുണ്ടെന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആക്ച്വലി ഇത് എന്തായിക്കോളും, ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ റെഡി ആയിക്കോളും. ഞാനീ പറയുന്ന എൻ്റെ പ്രൊഡക്റ്റ് ആക്ച്വലി B2B പ്രൊഡക്റ്റാണ്. B2B എന്ന് പറയുന്നത് ബിസിനസ് ടു ബിസിനസ് പ്രൊഡക്റ്റാണ്. സോ ഇത് കുറച്ചും കൂടി വേറെ സെഗ്മെൻറ്റിലാണ് കിടക്കുന്നത്. ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഫോൺ പേ എന്നൊക്കെ പറയുന്നത് B2C ആണ് ആക്ച്വലി, ബിസിനസ് ടു കസ്റ്റമർ പ്രൊഡക്റ്റാണ്. സോ ഈ പറഞ്ഞ എന്താണെങ്കിലും പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആക്ച്വലി റാപ്പിഡ് ഐട്രേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാൻ നേരത്തെ പുറത്തുകൊണ്ട് അതിൻ്റെ V1 ഉണ്ടാക്കാം, V1ൻ്റെ ക്ലാരിറ്റി ഉണ്ടാക്കാം. അതുപോലെ ഒറ്റയടിക്ക് തന്നെ V10 ഉണ്ടാക്കേണ്ട പണിയുണ്ട്. നമ്മളെ ഐഡിയ ആക്ച്വലി ഈ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും അല്ലേ. ഞാൻ സ്പേസ് എക്സിൻ്റെ കഥ വായിച്ച സമയത്ത് മൂപ്പര് ഹോൾ റോക്കറ്റ് ഉണ്ടാക്കാനൊന്നും ശ്രമിച്ചില്ല. മൂപ്പര് ആദ്യം അതിൻ്റെ പേലോഡ് മാത്രം, അതിൻ്റെ മെയിൻ ഏരിയ മാത്രം ഉണ്ടാക്കി, അത് ഫിഗർ ഔട്ട് ചെയ്ത് അത് ആകാശത്തോട്ട് പോയി, എന്നിട്ട് അത് പൊട്ടി. മൂപ്പര് ഓരോ പ്രാവശ്യം പൊട്ടിക്കുമ്പോൾ ഫണ്ട് പോകുന്നുണ്ട്. മൂപ്പരോട് ചോദിക്കണം, നിങ്ങൾക്ക് മോഹം മണ്ടനല്ലേ? ഓക്കെ, മൂപ്പര് പറയുന്നത് ഇങ്ങനെ പഠിക്കാനാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, മറ്റേതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ഇത് സെറ്റായല്ലോ, അടുത്തേക്ക് പോയാൽ മതിയല്ലോ. ഓക്കെ, അതേ പറഞ്ഞ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ ആക്ച്വലി കുറച്ചും കൂടി രസമാണ്. അതാണ് ഒന്നും കൂടി. അതെ, പിന്നെ ഈ പുറത്തേക്കൊക്കെ നോക്കുകയാണെങ്കിലോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും പോകാനൊരു നിങ്ങൾ ആലോചിച്ച്. ഞാൻ വേറൊരു ആംഗിൾ ചോദിക്കാം. പ്രൊഡക്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര അടിപൊളി കാര്യമാണ്. ഒരു പ്രൊഡക്റ്റ് കമ്പനിയിൽ ജോലി കിട്ടാന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി കാര്യം. പ്രൊഡക്റ്റ് കമ്പനിയിൽ ചിലപ്പോൾ സാലറി കുറവായിരിക്കും ഇനീഷ്യലി, പക്ഷെ ആ കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഗ്രോ ആവും. പക്ഷെ സർവീസ് കമ്പനി എന്ന് പറയുന്നത് നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് അല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളെ ഹയർ ചെയ്യുമ്പോൾ അവനോട് പറയുകയാണ് ആക്ച്വലി നിന്റെ പണി എന്ന് പറയുന്നത് ഈ ഒരു പേപ്പർ വരും, ആ പേപ്പർ ഇങ്ങനെ സൈൻ ചെയ്ത് അപ്പുറം കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നിന്റെ പണി എന്ന് പറയുന്നത് ഒരു സെയിൽസിനാണ്, നിന്റെ പണി എന്ന് പറയുന്നത് സർവീസ് കമ്പനിയിലെ ജോബുകൾ 90% റീപ്ലേസബിൾ ആണ്. ആ ആളെ സ്കില്ല് കിട്ടുന്ന അല്ലേ. 30 വർഷമായിക്കഴിഞ്ഞാൽ അവനോട് പറയുകയാണെങ്കിൽ നിങ്ങൾ വയസ്സായി, ഓക്കെ നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല, നമുക്ക് കുറച്ചും കൂടി സ്പീഡുള്ള ചെക്കന്മാർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ മാറ്റാം. പ്രൊഡക്റ്റ് കമ്പനിയിൽ ആളെ മാറ്റൽ ഭയങ്കര റെയറാണ്. പ്രൊഡക്റ്റ് കമ്പനിയിൽ ആക്ച്വലി പറഞ്ഞ പോലെ ആ പ്രൊഡക്റ്റിൻ്റെ കൂടെ വളരുന്ന ആൾക്കാരാണ്. സോ അവരൊക്കെ കൂടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്. സോ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു സർവീസ് കമ്പനി ജോബ് പോലെയല്ല പ്രൊഡക്റ്റ് കമ്പനി. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് കമ്പനിയിൽ ജോലി കിട്ടാനും പാടാണ്. സോ ഞാനൊരാളെ ഹയർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്ത ആൾക്കാരെ ഹയർ ചെയ്യണം ഞാൻ ശ്രമിക്കുള്ളൂ. അപ്പോൾ ആലോചിക്കണം, അപ്പോൾ മറ്റേതാ ചിക്കൻ എഗ് പ്രോബ്ലം പോലെ. അപ്പോൾ ആൾക്കാർ എങ്ങനെ ഈ പ്രൊഡക്റ്റ് കമ്പനിയിലേക്ക് എത്തുന്നുള്ളത്. അപ്പോൾ എക്സെപ്ഷനലി ബ്രില്യൻ്റ് ആണെന്ന് തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ തള്ളാനെങ്കിലും അറിഞ്ഞാൽ മതി. മനസ്സിലായോ? അതൊരു കഴിവല്ലേ. അല്ല ഫസ്റ്റ് ഡേ തന്നെ ആയിരിക്കാം ഇത്രയും നമുക്ക് ആക്ച്വലി ഞാൻ ആലോചിക്കുമ്പോൾ ഹയർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ പ്രോസസ്സാണ്. ആയിരിക്കും വൃത്തിക്ക് CV വന്ന് സെറ്റാക്കി വൃത്തിക്ക് അങ്ങനെയൊന്നും വരില്ല. ഞാൻ ആലോചിക്കുന്നത് ആസ് എ കാൻഡിഡേറ്റ്
ഞാൻ പോകുമ്പോൾ ആ കമ്പനി എന്തിനെന്നെ ഹയർ ചെയ്യണമെന്ന് ഞാനൊന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി കൂളായിട്ട് ആ കമ്പനി ജോയിൻ ചെയ്യാൻ പറ്റും. അതായത് പഠിക്കുന്നത് എന്തിനാണ് ആ കമ്പനി എന്നെ ഹയർ ചെയ്യുന്നത്, അതെ, എന്തിനാ അയാൾ എന്നെ ഹയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കൊരു ക്ലാരിറ്റി വേണം അല്ലേ. കാരണം ഉണ്ടെങ്കിൽ അയാൾ എന്നെ ഹയർ ചെയ്യുള്ളൂ. അപ്പം എനിക്ക് ജോലി വേണമെന്നല്ല ഞാൻ ആലോചിക്കണ്ടേ, ഇയാൾ എന്തിനാ എന്നെ ഹയർ ചെയ്യണം, എന്നെ ഹയർ ചെയ്യാൻ മാത്രം ഈ കമ്പനിയിൽ എന്താ എൻ്റെ നീഡുള്ളത്, അതിനൊരു ക്ലാരിറ്റി ആൻസർ എനിക്കുണ്ടെങ്കിൽ എനിക്ക് ആ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എനിക്ക് ആ ജോലി സെക്യൂർഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ ആ കമ്പനിക്ക് അതിൻ്റെ നീഡുണ്ട്. ഇപ്പം ഞാൻ പോയിട്ട് പറയാണ്, അല്ല ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, നിങ്ങളെ കമ്പനിയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ നിങ്ങളെങ്ങനെ സോൾവ് ചെയ്യില്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു അത് നമ്മൾ സോൾവ് ചെയ്തിട്ടില്ല. ഓക്കെ അപ്പോൾ എനിക്ക് സോൾവ് ചെയ്യാൻ അറിയാം, എനിക്ക് ഇന്ന് തന്നാൽ മതി, എനിക്ക് അതിന് മാത്രം ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തരികയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഇവൻ കൊള്ളാം, കുഴപ്പമില്ല. അത് ഞാൻ പോലും കണ്ടുപിടിക്കാത്ത പ്രോബ്ലം ഇവൻ കണ്ടുപിടിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് പറയണത് ഇങ്ങനെ സാധനങ്ങളുണ്ട്. ഹയറിങ് കോളേജ് ഞാൻ കിട്ടേണ്ട ആവശ്യമില്ല, ഇങ്ങനത്തെ ആൾക്കാരെ ഞാൻ ഡയറക്റ്റ്ലി ഹയർ ചെയ്യും. കാരണം നമ്മളെപ്പറ്റി അത്രയും പഠിക്കാൻ റെഡിയായ ആൾക്കാരാണ് അല്ലേ. നമ്മളതിന് ആ വില്ലിങ്നെസ് ടു ലേൺ എന്ന് പറയുന്ന സാധനമാണ് ആക്ച്വലി ഗെയിം. ആ ഫിഗർ ഔട്ട് ആവാം. പ്രൊഡക്റ്റ് കമ്പനിയിൽ കയറാനുള്ള ഏറ്റവും വലിയ ഹാക്കും അതാണ്. ആ പ്രൊഡക്റ്റിൽ എന്താ ലാക്ക് ചെയ്യുന്നത് നോക്കുക. കാരണം ആ കമ്പനി അത്രയും ചെറുതായിരിക്കും, എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനത്തിൽ നമ്മളൊരു എക്സ്പേർട്ട് ആവാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് അത് അവിടെ പോയി സെല്ല് ചെയ്യുക, എന്നിട്ട് അത് വർക്കൗട്ട് ചെയ്യാം, എല്ലാം അതിൻ്റെ ഉള്ളിൽ കയറി പറ്റുക, എന്നിട്ട് നമ്മൾ അടിപൊളിയാന്നൊക്കെ കാണിച്ചു കൊടുക്കുക. പാടാറിയില്ലെങ്കിൽ 2 പാട്ടൊക്കെ പഠിക്കുക, അവിടെ പോവുക, സെറ്റാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് വൈബ് മാച്ച് ആയി കഴിഞ്ഞാൽ വൺസ് വീക്ക് നമുക്ക് ആ ഗെറ്റിൻ ആവാൻ പറ്റും. ഗെറ്റിൻ ആയി കഴിഞ്ഞാൽ ആക്ച്വലി ആ പ്രൊഡക്റ്റ് എത്രത്തോളം അടിപൊളിയാവും, ആ ഗോളിൽ ഓന് ഒരുമിച്ച് തന്നെ എന്തായിക്കോളും, വലുതാവും. അതാ പറഞ്ഞത്, ഇങ്ങനെയും ആക്ച്വലി നമുക്ക് പാർട്ടാവും. എന്നിട്ട് വേണമെങ്കിൽ ലേറ്റർ പോയിന്റിൽ ഇവൻ ഓൺട്രപ്രണർ ആയാൽ മതി. ഒരു കമ്പനി എങ്ങനെ നടക്കുന്നൊക്കെ പഠിക്കാമല്ലോ അല്ലേ, അറ്റ്ലീസ്റ്റ് അവിടെ നിന്നിട്ട്. സ്റ്റാർട്ടപ്പിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും ലേണിംഗ് വേറെ ലോകത്ത് എവിടുന്ന് കിട്ടാൻ പോണില്ല അല്ലേ. എല്ലാത്തിലും എല്ലാം പഠിക്കാം, എങ്ങനെ വേണമെങ്കിലും ഓടാം. മറ്റേ അൺലേൺ ആൻഡ് റീലേൺ ഗെയിമിന്റെ എക്സ്ട്രീമാണ് സ്റ്റാർട്ടപ്പിൽ വേറെ ടീം. നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞ സാധനമായിരിക്കും നാളെ എനിക്ക് ബാക്ക് ഫയർ ആവാം. അപ്പം ടീം എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത് അധികം കോർപ്പറേറ്റിലൊന്നും ഉണ്ടാവില്ല. അവിടെ അധികം അപ്രൂവൽസ് ഒക്കെ നീ അപ്രൂവ് ചെയ്താൽ അപ്പം നീ വേണം അതിൻ്റെ തലവേദന എടുക്കുക. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഞാനോ തലവേദന എടുക്കും, നീയും തലവേദന എടുക്കും. കോർപ്പറേറ്റിലൊക്കെ ഒരാള് സ്മാർട്ടാന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല പണിയിട്ടല്ലാണ്. ലൈക്ക് അങ്ങനെയൊക്കെയാണ് അവിടെ അമ്പത് കൊല്ലുക, ലൈക്ക് ആടെന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ത്രൈവ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആവാൻ റിസ്ക് എടുക്കണം. കോർപ്പറേറ്റിൽ റിസ്ക് എന്ന് പറയുന്നത് അങ്ങനത്തെ റിസ്ക്കുകളാണ്. അപ്പോൾ ആ രീതിയിൽ ഫിഗർ ഔട്ട് ആവും. സോ അതുകൊണ്ട് എനിക്ക് അടുത്ത കമ്പനി പോകുമ്പോൾ എനിക്ക് അതൊക്കെ പറഞ്ഞിട്ട് പോവാം, ആ എക്സ്പീരിയൻസസ് കിട്ടും. പൊളിറ്റിക്സ് പഠിച്ചാൽ കോർപ്പറേറ്റിലൊക്കെ നല്ല ഷൈൻ ചെയ്യാന്നുള്ള. ഞാനൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല, അതാണ് തോന്നുന്നത്. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പം എന്നോട് ഒരാൾ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്ത് അടിപൊളിയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയില്ല, ഞാൻ അതിനൊരു ആൻസർ ചെയ്യേണ്ട ആളല്ല. ഞാൻ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഒരു കമ്പനിയിലും, ഞാൻ ആകെ ഒരു കോളേജ് കഴിയുന്ന സമയത്ത് ഒരു 2 months ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം. അത് കോർപ്പറേറ്റ് ഇപ്പം ആയിട്ടുണ്ട്, പക്ഷെ ആ സമയത്തൊന്നും ആയിട്ടില്ല. ജനറലി പറഞ്ഞ പോലെ നമ്മളൊരാളുടെ ഒരു അഡ്വൈസ് ചോദിക്കുമ്പോൾ ആ അഡ്വൈസ് ചോദിക്കുന്ന ആൾ, ഞാൻ എപ്പോഴും നോക്കൽ അയാൾ അത് ചെയ്തിട്ട് ഫെയിൽ ആയ ആളാണെങ്കിൽ എനിക്ക് കുറച്ചധികം ലേണിങ്സ് വരും. അയാൾ പറയും അവിടെ നീ അത് ചെയ്താൽ ഇങ്ങനെ ആവാൻ ചാൻസ് നീ ശ്രദ്ധിക്കണം എന്ന് പറയും. ഇത് ഒരു ബന്ധമില്ലാത്ത ആളോടേക്ക് നമ്മളിപ്പോൾ പോയി ചോദിക്കേണ്ട അല്ലേ. ഇപ്പോൾ ബൈക്ക് എടുത്തിട്ട് ജസ്റ്റ് ടൗണിൽ പോയി വരുന്നവരോടേക്ക് ചോദിക്കേണ്ട, അവിടെ ബൈക്ക് എടുത്ത് ഞാൻ ജമ്മു പോകുന്നതിനെ പറ്റി എൻ്റെ അഭിപ്രായം എന്താണ്? നമ്മൾ ചോദിക്കുന്ന ആ ഓഡിയൻസാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ചില കോട്ടിലൊക്കെ കേൾക്കല് സ്ട്രോങ് ഐഡിയ പൊട്ടിക്കാൻ നിങ്ങൾ വീക്ക് ആളോട് പറഞ്ഞാൽ മതി. കാരണം വെച്ചാൽ ഈ അയാൾ എന്ത് ചെയ്ത് തരും, ഒരു 500 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ 500 ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ആൻസർ ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യുന്ന ആൾ ആക്ച്വലി എന്ത് ചെയ്ത് തരും, ഹഡിൽസ് ക്ലിയർ ആക്കി തന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെക്കേണ്ടത് പറഞ്ഞു തരും. ആ നെക്സ്റ്റ് സ്റ്റെപ്പ് കിട്ടുമ്പോൾ നമുക്ക് ആക്ച്വലി കുറച്ചധികം സ്റ്റെപ്പുകൾ നമുക്ക് തന്നെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതൊരു ജേണിയാണ്. എന്താണ് യൂത്തിന് ഇപ്പോൾ ബിസിനസ്സിലേക്കൊക്കെ വരേണ്ട യൂത്തിനോട് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയുന്നത് നിങ്ങൾ ഞാൻ കണ്ടേ അതെ ഞാനീ പറയുന്നത് വെച്ചാൽ ജനറലി ഞാൻ കണ്ടത്തോളം യൂത്തിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, ഞാൻ ഇതിനൊന്നും എൻ്റെ ഫാമിലി ഇങ്ങനെയൊന്നും അല്ല, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിലേ വന്ന ആളല്ല ആക്ച്വലി. അപ്പോൾ ഞാനൊന്നുമല്ല എന്ന് പറയുന്ന സാധനത്താണ് വരുന്നത്. ഞാൻ പറയുന്നത് ഒന്നുമല്ല എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതീ പറഞ്ഞ പോലെ ഞാനൊന്നും അല്ലാത്തത് വന്നോണ്ടാണ് ഞാനൊന്നും അല്ലാന്നായത്. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാരണം എന്താക്കാൻ പറ്റും, എനിക്കൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ഫാമിലിയിൽ നിന്നൊന്നും വന്നല്ല എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഞാൻ ഉണ്ടാക്കിയ ഫാമിലി, അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലി എനിക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റും. സോ ദാറ്റ് ഞാൻ എക്സെപ്ഷണലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ എനിക്ക് ഫാമിലി ഇല്ല എന്നുള്ളതൊരു കംപ്ലൈൻ്റ് ആക്കുന്നതിനേക്കാളും ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് ഫാമിലി വന്നോളും. ആ വന്നോളും എന്നുള്ള ട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് അതായി പറഞ്ഞത്. നമ്മളൊരു കാര്യത്തിന് മുകളിൽ ഇരിക്കുമ്പോൾ വേൾഡ് നമ്മളോട് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ നമ്മളതിൻ്റെ മുകളിൽ ഇരുന്നാലേ വേൾഡ്
വേൾഡ് വരുള്ളൂ. അല്ല നമ്മളതിൻ്റെ മുകളിൽ കുറച്ചിരുന്നിട്ട് ബോറടിക്കുന്ന പറഞ്ഞാൽ ആരും വരില്ല. പറയാ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്താൽ തന്നെ റെഡിയാവും. ഞാൻ പറഞ്ഞില്ല, ആൾക്കാരോട് വില്ലിങ്നെസ് ടു ഹെൽപ്പാണ്. എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ ചോദിച്ചാലേ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഹെൽപ്പ് ചോദിക്കണം എന്നാണ്. ഹെൽപ്പ് ചോദിക്കാൻ നമുക്കെന്നാ നഷ്ടപ്പെടാനുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പം എനിക്ക് എൻ്റെ അടുത്ത് ഫണ്ടില്ലെങ്കിൽ ഫണ്ടിന് ചോദിക്കാൻ എനിക്ക് മടിയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ ചോദിക്കാൻ തന്നെ, എനിക്ക് ഫണ്ട് കൊടുക്കാൻ അയാൾ കുറേ സ്റ്റേക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേക്ക് കൊടുക്കാൻ തന്നെ. കാരണം എൻ്റെ അടുത്ത് ഇല്ലാത്തത് ഫണ്ടാണ്. അതേപോലെ എൻ്റെ അടുത്ത് എന്താണ് നോളജ് ആണോ ഇല്ലാത്തത് പോയി ചോദിക്കുക. എൻ്റെ അടുത്ത് ഗാഡ്ജറ്റ്സ് ആണോ ഇല്ലാത്തത് റെൻറ്റിന് രൂപ ചോദിക്കുക. ഈ ചോദിക്കുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. അത് ഫിഗർ ഔട്ട് ചെയ്താൽ തന്നെ കുറേ സാധനങ്ങൾ സെറ്റ് ആവും. On that note, that's a wrap. Thank you, മച്ചാ. All the best. താങ്ക് യു. എന്തായാലും പൊളിക്കട്ടെ, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതെ. നെക്സ്റ്റ് ടൈം ഞാൻ പോഡ്കാസ്റ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങളും വേറെ ലെവലാവട്ടെ. നോക്കിയാലേ വേറെ ലെവലായിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, അതെ, ഇനി എന്നെക്കാൾ ഉയർന്ന ലെവലിൽ